സ്റ്റുഡൻസ് അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ എക്സാം വളരെ എളുപ്പമായിരുന്നു. നമ്മൾ ഫസ്റ്റ് പേപ്പർ തീർച്ചയായിട്ടും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ബ്രില്യൻ ഫാമിലിയിലെ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള എക്സാം ആയിരിക്കും. കാരണം എന്തുവാ, അപ്പൊ നമ്മൾ ഇതുവരെ നടത്തിയ മോഡൽ എക്സാമുകളുടെ പാറ്റേൺ എന്തുവാണോ, അപ്പൊ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് മിക്കവാറും നമുക്ക് എക്സാമിന് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പുണ്ട്, നമുക്ക് എക്സാം വളരെ ഈസി ആയിട്ട് വളരെ തന്മയത്വത്തോടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് NCR ടെക്സ്റ്റിലുള്ള തിയറി അതിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, തീർച്ചയായിട്ടും നമുക്ക് NCR ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, അത് മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പേപ്പർ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും നല്ല മാർക്കൊക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ എക്സാം ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മോഡൽ എക്സാമുകളൊക്കെ ഇഷ്ടം പോലെ എഴുതി. അപ്പൊ ആ മോഡൽ എക്സാമുകൾ പല പാറ്റേണുകളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അപ്പൊ ആ മോഡൽ എക്സാമുകൾക്കെല്ലാം സിമിലർ ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ എക്സാം നമ്മൾ ആദ്യത്തെ കീമിന്റെ എക്സാം എഴുതിയതിനു ശേഷം നമുക്ക് അടുത്ത JEE Main അടുത്ത സ്റ്റേജുകളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഊർജം പകരുന്ന എക്സാം ആയിട്ട് ഇത് മാറിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യന്റെ ആൻസർ, അതിന്റെ സൊല്യൂഷൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ സൊല്യൂഷൻസ് ഒക്കെ നോക്കി മനസ്സിലാക്കുക. അടുത്ത എക്സാമുകൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ കേരള എൻട്രൻസ് കഴിഞ്ഞെങ്കിലും അടുത്ത എക്സാമുകൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നമുക്കൊരു പ്രിപ്പറേഷൻ ആയിട്ട് ഈ ക്വസ്റ്റ്യനെ കാണാൻ പറ്റും. അപ്പൊ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പൊ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ചോദിക്കുക, അപ്പൊ അതിനെക്കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉപകരിക്കും. അപ്പൊ കുറച്ച് അതേപോലെ തന്നെ നമുക്ക് എല്ലാ ചാപ്റ്ററുകളിലും ഉള്ള കുറെ ഐഡിയാസ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് വഴി തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഫിസിക്സിന്റെ ഡിസ്കഷൻ ആണ് ആദ്യം. അപ്പൊ ഫിസിക്സിന്റെ എക്സാം പറയുവാണെങ്കിൽ അപ്പൊ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ഇക്വേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. ഇപ്പൊ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒഴിച്ച് ബാക്കിയൊക്കെ നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്താണെങ്കിലും നമുക്ക് ആ ക്വസ്റ്റ്യന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി A on multiplication with velocity results in another quantity B. If the quantity B is energy, then quantity A is. അപ്പൊ നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഒന്ന് A, അടുത്തത് വെലോസിറ്റി ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ ക്വാണ്ടിറ്റി B കിട്ടി. അപ്പോൾ നമുക്ക് B യുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? B is equal to A into velocity. Velocity is represented as V. If the quantity B is energy, നമുക്ക് എന്ത് വന്നിട്ടുണ്ടാവും? B is represented as energy. അപ്പൊ അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്നത് എന്തുവാന്ന ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് A എന്തുവാന്നറിയാം, B എന്തുവാന്നറിയാം, വെലോസിറ്റി V അറിയാം. അപ്പോൾ A എന്തുവാന്നറിയാൻ ഉള്ള മാർഗം അതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ഡയമെൻഷൻസ് ഓഫ് A is equal to ഡയമെൻഷൻസ് ഓഫ് B ഡിവൈഡഡ് ബൈ ഡയമെൻഷൻസ് ഓഫ് വെലോസിറ്റി. B എനർജി ആണ്. എനർജിയുടെ ഡയമെൻഷൻ എന്തുവാ? എല്ലാവർക്കും അറിയാം, mL² T⁻⁻² ഡിവൈഡഡ് ബൈ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്തുവാ? L T⁻⁻1. അപ്പോൾ നമുക്ക് ഡയമെൻഷൻസ് ഓഫ് A കിട്ടുമല്ലോ. അപ്പൊ ഇവിടെ M റീമെയിൻസ് അൺചേഞ്ച്ഡ് ആണ്, m⁻1 കിട്ടും. L² ബൈ L തീർച്ചയായിട്ടും നമുക്ക് L വരും. L⁻² ബൈ T⁻² ഡിവൈഡഡ് ബൈ T⁻1 നമുക്ക് T⁻1 വരും. അപ്പോൾ mL T⁻⁻1 ആണ് നമുക്ക് യൂണിറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഡയമെൻഷൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതായിരിക്കും? മാസ് ഇൻറ്റു L T⁻1 എന്തുവാ? വെലോസിറ്റി അല്ലേ? അപ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പറയേണ്ട ആവശ്യമില്ല, മാസ് ഇൻറ്റു വെലോസിറ്റി എന്തുവാ? മൊമെന്റം ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ B ആണ് വരുന്നത്, മൊമെന്റം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നോക്കിയാൽ പെട്ടെന്ന് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മൊമെന്റത്തിന്റെ യൂണിറ്റ് ഡയമെൻഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇക്വേഷൻ വഴിയാണെങ്കിൽ നമുക്ക് ആൻസർ സോൾവ് ചെയ്യാം. ഡയമെൻഷണൽ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആൻസർ ഓപ്ഷൻ B ആണ് വരുന്നത്. Second question, the percentage error in the measurement of mass, length and time are 1%, 2% and 3% respectively. Then the maximum permissible error in the measurement of the acceleration of the particle is. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസിന്റെ പെർസെന്റേജ് ഓഫ് ചേഞ്ച്, ലെങ്ത്, ടൈം, അവരുടെ പെർസെന്റേജ് ഓഫ് ചേഞ്ചുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ മാസ് M എന്ന് വിചാരിച്ചാൽ അതിന്റെ പെർസെന്റേജ് ഓഫ് ചേഞ്ച് 1% ആണ്. അടുത്തത് നമുക്ക് ലെങ്ത്തിന്റെ പെർസെന്റേജ് ഓഫ് ചേഞ്ച് ആണ് തന്നിരിക്കുന്നത്, 2% ആണ്.
അടുത്തത് ടൈമിന്റെ പെർസെന്റേജ് ഓഫ് ചേഞ്ച് ആണ് 3 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരുടെയാ? മാക്സിമം പെർമിസിബിൾ എറർ ഇൻ ദി മെഷർമെന്റ് ഓഫ് ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷന്റെ ഇക്വേഷൻ നമുക്കറിയാം, അത് മാസ് ഇൻറ്റു വെലോസിറ്റി ബൈ ടൈം ആണ്. ആക്സലറേഷന്റെ ഡയമെൻഷൻസ് നമുക്ക് അറിയാമല്ലോ, അപ്പൊ നമുക്ക് ഡയമെൻഷൻ വെച്ച് ചെയ്യുന്നതാണ് എളുപ്പം. ആക്സലറേഷന്റെ ഡയമെൻഷൻ LT⁻², വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണ്, ബൈ ടൈം വരും LT⁻². അപ്പോൾ നമുക്ക് എന്താ അറിയാം? ആക്സലറേഷന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ അവിടെ ഒരു ലെങ്ത് ഇൻറ്റു ടൈമിന്റെ ⁻² ടേം ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ആക്സലറേഷൻ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് എ ലെങ്ത് ആൻഡ് ലെങ്തിനെ നമുക്ക് L എന്ന് തന്നെ റെപ്രസെന്റ് ചെയ്യാം. T ടൈം ആണ്, അപ്പൊ T⁻² ഫോമിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ വെറുതെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. L ലെങ്ത്, T ടൈം ആണെങ്കിൽ L ഇൻറ്റു T⁻²ന്റെ ടൈമിലാണ് ആക്സലേഷൻ വരുന്നത്. അപ്പോൾ സിമ്പിൾ ആണ്. ഡെൽറ്റ A/A × 100 പെർസെന്റേജ് ഓഫ് ചേഞ്ച് ഇൻ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ L/L × 100 പ്ലസ്, അവിടെ മൈനസ് ഇടണോ? വേണ്ട, കാരണം നമുക്കറിയാം മാക്സിമം പെർമിസിബിൾ എറർ ആണ് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ മൈനസ് ഉണ്ടെങ്കിൽ മാക്സിമം വരുമ്പോൾ എല്ലായ്പ്പോഴും പോസിറ്റീവ് വാല്യൂ അഡീഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ +2 × ഡെൽറ്റ T/T × 100 ആണ് ഇക്വേഷൻ വരുന്നത്. ഡെൽറ്റ L/L × 100 നമുക്ക് 2% ഡയറക്റ്റ് ഉണ്ട്, +2 × ഡെൽറ്റ T/T × 100 3 ആണ്. അപ്പോൾ 2 + 3 × 2 6 + 2 8% ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും ആൻസർ ഓപ്ഷൻ A ആണ് വരുന്നത്. 8% ആണ് പെർസെന്റേജ് ഓഫ് ചേഞ്ച് ഇൻ ആക്സലറേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ നമുക്ക് മാസിന്റെ ആവശ്യമില്ല, കാരണം ഇവിടെ ആക്സലറേഷൻ ഇക്വേഷൻ എഴുതുമ്പോൾ മാസിന്റെ ആവശ്യമില്ല, നമുക്കറിയാം. ഇവിടെ ലെങ്ത് ടൈമിന്റെ ഡിപ്പെൻഡൻസ് ആണ് വരുന്നത്, അത്രേ ഉള്ളൂ പ്രത്യേകത. നമുക്ക് അടുത്ത തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The radius of circular plate is 1.05 meter. It is represented as R. R is equal to 1.05 meter. Its area in meter square up to correct significant figure is. അപ്പോൾ നമുക്കൊരു സർക്കുലർ പ്ലേറ്റിന്റെ ഏരിയ കാണണം. അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം, A is equal to πr². പൈ നമുക്ക് 22/7 റെപ്രസെന്റ് ചെയ്യാം ഇൻറ്റു R². അപ്പൊ 22/7 എടുക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കാം. അതൊരു കോൺസ്റ്റന്റ് ആണ്, എല്ലാവർക്കും അറിയാം. ഈ ആറിന്റെ വാല്യൂ നോക്കുക, അതില് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത് എന്നു വിചാരിച്ചാൽ 3 അല്ലേ? 1.05 നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 3. അപ്പോൾ ആൻസറിൽ നമുക്ക് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറെ വരാൻ പാടുള്ളൂ? അവിടെ 3 വരാൻ പാടുള്ളൂ. അപ്പോൾ അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഈ ഓപ്ഷൻ B തെറ്റല്ലേ, കാരണം അവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഓപ്ഷൻ C തെറ്റാണ്, അവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ Eയും തെറ്റാണ്. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, കാരണം അതിനൊരു പോസിബിലിറ്റി ഇല്ലെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ 2 പോസിബിലിറ്റി ഉള്ളൂ, 3.82 ആൻഡ് 3.47. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഏരിയ ഈസ് ഈക്വൽ ടു 22/7 ഇൻറ്റു R 1.05 ആണ്. 1.05² ഇൻറ്റു 22/7 വരും. അത് ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന 3.465 വരും. അപ്പൊ അത് ചെറിയ വേരിയേഷൻ വരും, കാരണം പൈയുടെ വാല്യൂ ചെറിയ വേരിയേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനോട് ക്ലോസർ ആയിട്ടുള്ള വാല്യൂ നോക്കിയാൽ മതി. ഏതായിരിക്കും? നമുക്ക് 3.82 വരാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതാ? 3.47. അപ്പൊ ഇതിൽ ചെറിയ വേരിയേഷൻ വരുന്നതെന്ന് പറയുന്നത് കാൽക്കുലേഷനിലെ പൈയുടെ വാല്യൂയിൽ ചെറിയ വേരിയേഷൻ വരുന്നതുകൊണ്ടാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഏതാണ്? ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായല്ലോ? അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റന്റ് ഈസ് I cap plus J cap. ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. അപ്പൊ നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതിയാലോ, V is equal to I cap plus J cap. അപ്പൊ അത് പറയേണ്ട ആവശ്യമില്ല, VX I cap plus VY J cap എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ വെലോസിറ്റിയെ റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇത് റെപ്രസെന്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി മനസ്സിലാകാൻ വേണ്ടി നമ്മൾ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ഇവിടെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് Y ആക്സിസ്, ഇത് X ആക്സിസ്. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്വാൻറ്റേജ്, ഇവിടെ VX-ഉം VY-യും പോസിറ്റീവ് ആണ്. അപ്പോൾ വെലോസിറ്റി വെക്ടർ തീർച്ചയായിട്ടും ഈ X ആക്സിസിനും Y ആക്സിസിനും ഇൻ ബിറ്റ്വീൻ ഒരു ഡയറക്ഷനിലായിരിക്കും. ഈ ആംഗിൾ തീറ്റ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എല്ലാവർക്കും അറിയാം, ഹിയർ VX is equal to VY is equal to 1. ശരിയല്ലേ? X കോമ്പണന്റും Y കോമ്പണന്റും വെലോസിറ്റിക്ക് സെയിം ആണ്, അത് 1 ആണ്.
അപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഒരു വെക്ടർ XY പ്ലെയിനിലാണ്. If X component and Y component are equal in magnitude, then the angle made by the vector with the X axis and Y axis are equal. Therefore, it is definitely എത്രയാ 45 ഡിഗ്രി വരും. അപ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ കാൽക്കുലേഷൻ നടത്തേണ്ട ആവശ്യം തന്നെയില്ല. ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും 45 ഡിഗ്രിയാണ്. അപ്പോൾ X ആക്സിസുമായിട്ടും Y ആക്സിസുമായിട്ടും വെലോസിറ്റി മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ് 45 ഡിഗ്രിയാണ്. ഇനി വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാലോ. Magnitude of velocity is root of Vx square plus Vy square ആണ് ഇക്വേഷൻ. That is root of 1 square plus 1 square root 2 വരും. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് √2 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ √2 യൂണിറ്റ്സ് ആണ്. നമുക്ക് യൂണിറ്റ് എന്നാണ് ആൻസർ തന്നിരിക്കുന്നത്. അപ്പൊ യൂണിറ്റ് ക്വസ്റ്റ്യൻ അത് തന്നിട്ടില്ല. അപ്പൊ വെറുതെ യൂണിറ്റ്സ് എന്ന് എഴുതിയാൽ നമുക്കറിയാം. അപ്പൊ √2 യൂണിറ്റ്സ് ആണ് വെലോസിറ്റിയുടെ വാല്യൂ. അപ്പൊ അത് X ആക്സിസും Y ആക്സിസും ആയിട്ട് 45 ഡിഗ്രിയിലാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയും ബിയും തെറ്റാണ്. 2 യൂണിറ്റ്സ് എന്നാണ് തന്നിരിക്കുന്നത്. ലാസ്റ്റ് ഓപ്ഷനും തെറ്റാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആൻസർ കുറെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഓപ്ഷൻ ഡി തെറ്റാണ്. അപ്പോൾ നമുക്ക് പോസിബിൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. √2 യൂണിറ്റ്സ് ആൻഡ് 45 ഡിഗ്രി വിത്ത് X ആക്സിസ്. ഇനി ജനറലി നമുക്കറിയാം, ഇഫ് ദിസ് ഈസ് ആംഗിൾ തീറ്റ, then tan theta is equal to Vy by Vx ആണ് ഇക്വേഷൻ വഴി ചെയ്യുവാണെങ്കിൽ. if Vy and Vx are different, then tan theta is equal to Vy by Vx. ഇവിടെ അത് 1 വരെ. അപ്പോൾ theta is equal to 45 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 5th ക്വസ്റ്റ്യൻ ആണ്. A hammer is dropped into a mine. Its velocities at a depth d, 2d and 3d are in the ratio. അപ്പോൾ ഒരു മൈൻ ഉണ്ട്. അതിൽ നമ്മളൊരു ഹാമറിനെ ഡ്രോപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അതിന്റെ വെലോസിറ്റിയുടെ റേഷ്യോ കാണും. അത് ഡെപ്ത് d, 2d ആൻഡ് 3d. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് ദിസ് ഈസ് എ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആൻഡ് ഒബ്ജക്റ്റ് ഈസ് അറ്റ് ദിസ് പോയിന്റ് എ, then this depth is taken as d, and when object is at a point b, from the starting point depth of the object is 2d, and if this is point C, then at a point C depth from the original position is 3d. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഈ ഡെപ്തിന്റെ വാല്യൂ എടുക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒബ്ജക്റ്റിന്റെ ഡെപ്ത് ആണ് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ ഒബ്ജക്റ്റ് ഫ്രീ ഫോളിലല്ലേ? ഫ്രീ ഫോളിൽ നമുക്കറിയാം വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തുവാ? ഇൻ ഫ്രീ ഫോൾ, when the object covers a displacement y, velocity v is equal to root of 2gy. അപ്പോൾ അതാണ് ഇക്വേഷൻ. അപ്പോൾ v proportional to root of y അല്ലേ? അപ്പോൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. VA is to VB is to VC is equal to root of YA is to root of YB is to root of YC. അപ്പോൾ ആണ് ജനറൽ ഇക്വേഷൻ വരിക. ഇനി നോക്കിയാൽ എയിൽ വരുമ്പോൾ അത് വെർട്ടിക്കൽ ഡൗൺവേർഡ് വന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് y ആയിട്ട് എടുത്തിരിക്കുന്നത്. അത് എത്രയാ? d ആണ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് YA we have d. അപ്പോൾ റൂട്ട് ഓഫ് d ഈസ് ടു YB എത്രയാ? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ബിയിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അത് തീർച്ചയായിട്ടും എത്രയാ? 2d ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 2d വരും. ഈസ് ടു YC എത്രയാ? തീർച്ചയായിട്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സിയിൽ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 3d ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 3d വരും. അപ്പൊ d കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ 1 ഈസ് ടു √2 ഈസ് ടു √3 ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി വരും. പിന്നെ നമുക്ക് അഡ്വാൻറ്റേജ്, ഈ ഓപ്ഷൻ നോക്കുമ്പോഴേ നമുക്കറിയാം, അപ്പൊ ഇതിൽ റൂട്ട് വരാനുള്ള സാധ്യതയുണ്ട്. വെലോസിറ്റി അറ്റ് ഡിസ്പ്ലേസ്മെന്റ് y എന്ന് പറയുന്ന ഫ്രീ ഫോളിൽ v പ്രപ്പോർഷണൽ റൂട്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ആ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ആൻസറിന്റെ പോസിബിലിറ്റി ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് 6th ക്വസ്റ്റ്യൻ ആണ്. ദി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് എ മൂവിംഗ് വെഹിക്കിൾ ഈസ് പ്രപ്പോർഷണൽ ടു. അത് നമുക്കറിയാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അപ്പൊ നമുക്കൊരു ഒബ്ജക്റ്റ്, ഒരു കാറ് ഒരു ഹൊറിസോണ്ടൽ ട്രാക്കിൽ കൂടെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിനൊരു ഇനിഷ്യൽ വെലോസിറ്റി u ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിലൊരു ബ്രേക്കിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആഫ്റ്റർ എ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി 0 ആയിട്ട് മാറി. The displacement traveled by the object before coming to rest on the application of a braking force is called a stopping distance. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ നോക്കാം. ഇനിഷ്യൽ വെലോസിറ്റിയുടെ ടൈമിലാണ് ആൻസർ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം എന്തുവാ? അപ്പൊ നമ്മളെ ക്ലാസ്സുകളിൽ പലതവണ ചെയ്ത് ശീലിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഫോഴ്സ് ആക്സലറേഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ റീടാർഡിംഗ് ഫോഴ്സ് ഓർ ബ്രേക്കിംഗ് ഫോഴ്സ് F കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും.
അതായത് നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റികൾ മാറി പക്ഷേ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഫൈനൽ വെലോസിറ്റി 0 ആയി. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ S is equal to v square minus u square by 2a ആണ് ഇക്വേഷൻ. ഫൈനൽ വെലോസിറ്റി reduces to 0. So S is equal to 0 minus u square minus divided by minus 2a വരും. മൈനസ് ക്യാൻസൽ ആയി പോകും. സോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു u square. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ തെറ്റാണ്. ക്യൂബ് ഓഫ് ദി ഇനിഷ്യൽ വെലോസിറ്റി തെറ്റാണ്. സ്ക്വയർ ഓഫ് ദി ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, അത് നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്നത്. പിന്നെ ക്യൂബ് റൂട്ട് ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി, സ്ക്വയർ റൂട്ട് ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി എല്ലാം തെറ്റ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വരിക. മനസ്സിലായല്ലോ? അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ അടുത്ത 7th ക്വസ്റ്റ്യൻ ആണ്. When a body starts from rest and moves with a constant acceleration, velocity, time graph for its motion is. അപ്പോൾ അത് വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ A is equal to constant. Then what about the velocity? Velocity varies linearly with the time. ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം ഗ്രാഫ് എടുക്കുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്സലറേഷൻ കാണാൻ വേണ്ടിയിട്ട് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്താൽ മതി. സ്ലോപ്പ് ഓഫ് VT ഗ്രാഫ് ഗീവ്സ് ആക്സലറേഷൻ. Here acceleration is constant, therefore slope of the graph is constant. അത് നോൺ സീറോ ആയിരിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ എടുക്കുമ്പോൾ പ്രത്യേകത. സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കണം, സ്ലോപ്പ് നോൺ സീറോ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ മനസ്സിലായല്ലോ? ആൻസർ എ ആണ് നമുക്ക് വരുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ്. ദെൻ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് നമുക്കറിയാം, ഇഫ് ദിസ് ആംഗിൾ ഈസ് തീറ്റ, ദെൻ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ദിസ് ഈസ് സിംപ്ലി വെലോസിറ്റി ആണ്. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. നമുക്ക് ഓപ്ഷൻ ബി ആണ് പോസിബിൾ വരുന്നത്. ഈ ഓപ്ഷൻ ബി ഡി എല്ലാം കർവ്ഡ് ഗ്രാഫ് ആണ്, ആക്സലറേഷൻ കോൺസ്റ്റന്റ് അല്ല. ഓപ്ഷൻ ഇയിൽ നമുക്കറിയാം വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ ആക്സലറേഷൻ 0 ആണ്. ഓപ്ഷൻ സിയിൽ വെലോസിറ്റി കണ്ടിന്യൂസ്ലി ഡിക്രീസ് ചെയ്യും, അപ്പോൾ ആക്സലറേഷൻ അല്ലാതെ ഡീസലറേറ്റഡ് മോഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആക്സലറേഷൻ വരുമ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒബ്ജക്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ T0 വെലോസിറ്റി 0 ആയിരിക്കണം. പെട്ടെന്ന് ഇത് എഴുതി വെക്കരുത്, കാരണം ഇവിടെ T0 വെലോസിറ്റി നോൺ സീറോ ആണ്. അപ്പോൾ ആൻസർ തെറ്റിപ്പോവും. ഇവിടെ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്, ഇത് ഡീസലറേഷൻ ആണ്. പക്ഷെ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് അല്ല, വെലോസിറ്റി ഇനിഷ്യലി നോൺ സീറോ ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, സംശയിക്കേണ്ട ആവശ്യമില്ല. ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8th ക്വസ്റ്റ്യൻ ആണ്. വുഡൻ ബ്ലോക്ക് ഓഫ് മാസ് 10 kilogram is moving with an acceleration of 3 meters per second square on a rough floor. If the coefficient of friction is 0.3, then the applied force on it is. അപ്പോൾ സിമ്പിൾ ആണ്. ഒരു ഹൊറിസോണ്ടൽ സർഫസ്. അപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് നമുക്കുണ്ട്. ആ ബ്ലോക്കിന്റെ മാസ് നമുക്ക് M എന്ന് വിചാരിക്കാം. അപ്പോൾ മാസിൽ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് ടു പ്രൊഡ്യൂസ് ആക്സലറേഷൻ ആണ് ചോദ്യം. ശരിയല്ലേ? അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇതിൽ സർഫസിന് പാരലൽ ആയിട്ട് ഈ ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ അതിനൊരു ആക്സലറേഷൻ ഉണ്ട്. ആക്സലറേഷൻ ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.3. അപ്പോൾ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, പറയേണ്ട ആവശ്യമില്ല. when the applied force റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ it accelerate in the direction of the force. Therefore during the motion frictional force, that is kinetic friction, opposes the motion, that is represented as Fk. അപ്പോൾ നമുക്ക് അപ്ലൈഡ് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാലോ. റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സലറേഷൻ. റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാ? അപ്ലൈഡ് ഫോഴ്സ് F റൈറ്റ് സൈഡിലോട്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ ഓപ്പോസിറ്റ്, ആക്സലറേഷൻ ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ആണ്. Therefore net external force acting on the object is equal to M into A, that is equal to applied force minus kinetic friction. Kinetic friction കാണാൻ നമുക്കറിയാലോ, weight of the object is acting in the vertical downward direction.
And a normal reaction from the ground on the object is in the upward direction, and this normal reaction is simply weight mg. Therefore m into a is equal to applied force minus mu into n. Kinetic friction is mu into n. ശരിയല്ലേ? So applied force F is equal to m into a plus mu into n ന് നമുക്ക് എന്ത് കൊടുക്കാം? mg കൊടുക്കാം. അപ്പോൾ m into a plus mu mg വരും. That is equal to mass of the object 10 kilogram ആണ്, ആക്സലറേഷൻ 3 ആണ്. അപ്പൊ 10 into 3 plus mu നമുക്ക് 0.3 ആണ്, into മാസ് 10 ആണ്, g നമുക്ക് 10 തന്നിട്ടുണ്ട്. അപ്പോൾ 30 plus 30 60 ന്യൂട്ടൺ ആണ് ആൻസർ വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി വരും. അപ്പൊ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ട എന്തുവാ, അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് കാണാൻ m into a plus ഫ്രിക്ഷണൽ ഫോഴ്സ് എടുത്താൽ മതി. ജനറലി നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സലേഷൻ പ്ലസ് ഓപ്പോസിംഗ് ഫോഴ്സ് ആണ്. അത് ഡയറക്റ്റ് നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ, ശ്രദ്ധിച്ചോണം. മനസ്സിലായല്ലോ? അടുത്ത 9th ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം ലീനിയർ മോഷൻ ബോത്ത് ഇംപ്ലൈസ് സീറോ ആക്സിലറേഷൻ. നമുക്കറിയാം ലീനിയർ യൂണിഫോം മോഷനിൽ നമുക്കറിയാം ഫോഴ്സ് ആക്സിലറേഷൻ 0 ആണ്. ഇവിടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുക കണ്ടിന്യൂസ്ലി ഒബ്ജക്റ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഇൻസ്റ്റന്റേനിയസ്ലി വെലോസിറ്റി 0 ആകുമ്പോൾ ആക്സിലറേഷൻ 0 ആകണമെന്നില്ല. പക്ഷെ ഇവിടെ ഒബ്ജക്റ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് പെർമനന്റ് റെസ്റ്റ് ആണ്, ദെൻ ഫോഴ്സ് ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മുടെ ആൻസർ അല്ല, കാരണം എന്തുവാ, അത് കറക്റ്റ് ആൻസർ ആണ്. ഫസ്റ്റ് നെറ്റ് ഫോഴ്സ് ഈസ് നീഡഡ് ടു കീപ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ. അത് ശരിയാണോ? അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടോ ന്യൂട്ടൺസ് ലോയിൽ പഠിക്കുന്ന എന്തുവാ, ഒരു ഒബ്ജക്റ്റിന് യൂണിഫോം മോഷൻ നടക്കണമെങ്കിൽ എന്ത് ആവശ്യമില്ല, ഫോഴ്സ് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചല്ല, ഫോഴ്സ് ഈസ് നീഡഡ് ടു കീപ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള, പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് യൂണിഫോം മോഷനിലെ ഫോഴ്സ് വേണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പലതവണ പഠിച്ചിട്ടുണ്ട് യൂണിഫോം മോഷനിൽ എന്ത് വേണ്ട, ഫോഴ്സ് വേണ്ട. ശരിയല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി തെറ്റാണ്. അതാണ് നമ്മുടെ ആൻസർ വരാൻ സാധ്യത. നെക്സ്റ്റ്, ഇനേഷ്യ മീൻസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അത് നമുക്കറിയാം, ഇനേഷ്യ ഓപ്പോസസ് എനി ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഇവിടെ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ, അതിനെ ഓപ്പോസ് ചെയ്യുന്ന ആളാണ് ഇനേഷ്യ. ദാറ്റ് ഇസ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. പറയേണ്ട ആവശ്യമില്ല, ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ ദി കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, മൊമെന്റം ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതും പറയേണ്ട ആവശ്യമില്ല. മൊമെന്റം പി ഈസ് ഈക്വൽ ടു സ്കെയിലാർ മാസ് ഇൻടു വെലോസിറ്റി വെക്ടർ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായല്ലോ? അപ്പൊ അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ്, കൺവെയർ ബെൽറ്റ് മൂവിംഗ് വിത്ത് സ്പീഡ് u, sands falls at a rate of dm by dt, where m is the mass of the stand. The extra force required to maintain the speed of the belt is. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ. കൺവെയർ ബെൽറ്റ് u വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ബെൽറ്റ് ഇവിടെ നമ്മൾ വെറുതെ അസ്യൂം ചെയ്താൽ, അപ്പൊ ആ ബെൽറ്റ് ഒരു യു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിലോട്ട് എന്ത് ചെയ്യുന്നു, സാൻഡ് ഇതിലേക്ക് ഫോളോ ചെയ്യുന്നു. സാൻഡ് വീഴുന്ന റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ടോ, dm/dt. അപ്പോൾ നമുക്ക് വേരിയബിൾ മാസിന്റെ ഫോഴ്സ് ആണ് ഇവിടെ വരുന്നത്. ശരിയല്ലേ? മാസ് മാറിക്കൊണ്ടിരിക്കും, കാരണം ഈ കൺവെയർ ബെൽറ്റിലോട്ട് മാസ് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ആ വേരിയിങ് മാസ് മൂലമുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആണ്, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തുവാ, വി റിലേറ്റീവ് ഇൻടു dm/dt. വി റിലേറ്റീവ് എന്തുവാ, വി ആർ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദി ആഡഡ് മാസ് വിത്ത് റെസ്പെക്ട് ടു ദി കൺവെയർ ബെൽറ്റ് ആണ്. അത് നമുക്കറിയാം. ഇവിടെ dm/dt ഫോളോ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി u ആണ്. കാരണം ഇത് ഫോളോ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ ഇൻസ്റ്റന്റിൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ വെലോസിറ്റി 0 ആയിട്ട് കൺവെയർ ബെൽറ്റിലേക്ക് മാസ് ഫോളോ ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വെലോസിറ്റി ഓഫ് ദി ഫോളിംഗ് മാസ് വിത്ത് റെസ്പെക്ട് ടു കൺവെയർ ബെൽറ്റ് ഇവിടെ എത്രയാണ്, അത് കൺവെയർ ബെൽറ്റിന്റെ വെലോസിറ്റി u തന്നെയാണ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി u ആണ്, ഇൻടു dm/dt ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി വരും, u ഇൻടു dm/dt. അപ്പൊ നമുക്കറിയാം ബാക്കിയുള്ള ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് ഇക്വേഷന്റെ ഫോം ഒക്കെ അറിയാമെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻ ഒന്നും വരാനുള്ള യാതൊരു സാധ്യതയില്ല നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ആൻസർ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി, ശ്രദ്ധിക്കുക. പക്ഷെ 11th ക്വസ്റ്റ്യൻ, ഏരിയ അണ്ടർ ദി ഫോഴ്സ് ടൈം ഗ്രാഫ് ഈസ് ചേഞ്ച് ഇൻ. അപ്പൊ നമുക്കറിയാം ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ F is equal to dp by dt or dp is equal to F into dt.
So integral dp is equal to integral f into dt. Integral dp എന്തുവാ? അത് ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ? ഇവിടെ ഇനിഷ്യൽ മൊമെന്റം പി ഐ, ഫൈനൽ മൊമെന്റം പി എഫ് ആണെങ്കിൽ ഇന്റഗ്രൽ ഡി പി പി ആണ്. അപ്പൊ ആ ലിമിറ്റ് കൊടുക്കുമ്പോൾ പി ഫൈനൽ മൈനസ് പി ഇനിഷ്യൽ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഡി ടി എന്ന് വരും. ഇനി ഇന്റഗ്രൽ എഫ് ഡി ടി എന്തുവാ? അത് നമുക്കറിയാം, അത് ഏരിയ അണ്ടർ ദി ഫോഴ്സ് ടൈം ഗ്രാഫ് അല്ലേ? അപ്പോൾ ഏരിയ അണ്ടർ ദി ഫോഴ്സ് ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഏരിയ അണ്ടർ ദി ഫോഴ്സ് ഡിസ്പ്ലേ ടൈം ഗ്രാഫ് ഗീവ്സ് ദി ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അപ്പോൾ നമുക്ക് ആൻസർ ഏതാ? ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ ആപ്ലിക്കേഷൻ തന്നെയാണ്. ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഡി ടി എന്നാണ്. ഇന്റഗ്രൽ എഫ് ഡി ടി ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ ഏരിയ ആണ് നമുക്കറിയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ. When a metal spring is elongated with its elastic within its elastic limit. അപ്പൊ നമുക്കൊരു സ്പ്രിങ് നമ്മൾ എടുത്തു, അപ്പൊ അതിന് ഇലോങ്ങേഷൻ നടത്തിക്കണം. അപ്പൊ നമുക്കറിയാം, ഇത് വെറുതെ ഇരുന്നാൽ ഇലോങ്ങേഷൻ നടത്തുവോ? ഇല്ല. ഇലോങ്ങേഷൻ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് ഇതിനെ താഴേക്ക് വലിക്കണം. അപ്പൊ ആ വലിക്കുന്ന സമയത്ത് ഇതിനൊരു എക്സ് ഇലോങ്ങേഷൻ ഉണ്ടായാൽ അതിൽ സ്റ്റോർ ചെയ്യുന്ന ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ താഴേക്ക് വലിക്കുമ്പോൾ ഇതിലൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സിന് എഗനിസ്റ്റ് വർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിന് ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ. ആ ഇലാസ്റ്റിക് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കാരണം വിതിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന ക്വസ്റ്റ്യൻ അത് പറയുന്നുണ്ട്. വിതിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ഇലാസ്റ്റിക് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് വർക്ക് ഡൺ അഗൈൻസ്റ്റ് ദിസ് കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. As it elongates, elongation x increases, therefore potential is stored in the spring also increases. അപ്പോൾ അതാണ് ഇവിടെ പ്രിൻസിപ്പിൾ. ഫസ്റ്റ് വർക്ക് ഈസ് ഡൺ ബൈ ദി സ്പ്രിങ്. ശരിയാണോ? അല്ല, അതായത് ഇവിടെ സ്പ്രിങ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്പ്രിങ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇലോങ്ങേഷൻ നടത്തുന്നത് പറയാൻ പറ്റുമോ? ഇല്ല. ഇലോങ്ങേഷൻ നടത്തുന്ന ആരാ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. പക്ഷെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഇറ്റ് നമ്മൾ പറഞ്ഞു വിതിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്. ഈ ഇലാസ്റ്റിക് റീസ്റ്റോറിംഗ് ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ അതിലൊരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ പൊട്ടൻഷ്യൽ എനർജി ഇസ് ലോസ്. തെറ്റാണ്. കാരണം ഇലോങ്ങേഷൻ നടക്കുന്ന അനുസരിച്ച് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഇലോങ്ങേഷൻ നടക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ശരിയാണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ സി തെറ്റാ. ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. അതും തെറ്റല്ലേ? കാരണം നമ്മൾ ഇത് ഇലോങ്ങേഷൻ നടത്തുന്നു. ഇലോങ്ങേഷൻ നടക്കുമ്പോൾ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്നു. ആ വർക്ക് ഡൺ ഇതിന് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ എനർജി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. ഇലോങ്ങേഷൻ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഇറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. കൈനറ്റിക് എനർജി ഈസ് ഇൻക്രീസ്ഡ്. തെറ്റാണ് നമുക്കറിയാം. കാരണം ഈ സ്പ്രിങ് ഐഡിയൽ കേസിൽ മാസ് 0 എന്ന് എടുക്കണം. അപ്പൊ മാസ് 0 ആണെങ്കിൽ അതിന് കൈനറ്റിക് എനർജി ഇല്ല. അതിന്റെ കോൺഫിഗറേഷൻ ഓർ അറേഞ്ച്മെന്റ് മൂലം അതിന് എന്ത് മാത്രമേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ വെറുതെ സ്പ്രിങ് പറഞ്ഞാൽ അത് ഐഡിയൽ സ്പ്രിങ് ആണ്. അപ്പോൾ മാസ് ഓഫ് ദി സ്പ്രിങ് 0 എന്നുള്ള കൺസിഡറേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ആൻസർ ഓപ്ഷൻ ഇയും തെറ്റ്. അപ്പൊ നമുക്ക് പോസിബിലിറ്റി ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. Next, 13th question. The instantaneous power in terms of force F and instantaneous velocity V is. അത് വളരെ സിമ്പിൾ അല്ലേ? ഫോഴ്സ് വെലോസിറ്റി തന്നാൽ പവറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇറ്റ് ഈസ് എ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. പവർ ഈസ് എ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം ആണ്. വർക്ക് ബൈ ടൈം എടുക്കുക. വർക്കിന് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാൽ മതി. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡോട്ട് പ്രോഡക്റ്റ് ആണ് വർക്ക് ഡൺ. ബൈ ടൈം എടുത്താൽ നമുക്ക് പവർ കിട്ടും. അത് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി ഇടും. പവർ ഈസ് ഈക്വൽ ടു എഫ് ഇൻടു ടി തെറ്റാണ്. പവർ പി ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് വി. അപ്പൊ അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ശരിയാണ്. അപ്പോൾ എഫ് ഡോട്ട് വി റൈസ് ടു -1 ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. തെറ്റാണ്. അപ്പൊ നമുക്ക് പോസിബിൾ ആൻസർ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അവിടെ പി ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് വി എന്നാണ് ഉദ്ദേശിക്കുക. അവിടെ ബോൾഡ് ലെറ്റേഴ്സിലായിരിക്കും പിയും എഫും ബിയും തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ശ്രദ്ധിച്ചോണം. അപ്പോൾ ആൻസർ സിമ്പിൾ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ. ബോൾ വിത്ത് 10⁻³ ജൂൾ ഓഫ് കൈനറ്റിക് എനർജി കൊളൈഡ്സ് വിത്ത് എ ഹൊറിസോണ്ടലി മൗണ്ടഡ് സ്പ്രിംഗ്. If the maximum compression of the spring is 50 cm, that the spring constant of the spring is. അപ്പോൾ സിമ്പിൾ ആണ്. നമുക്കൊരു ഹൊറിസോണ്ടൽ സർഫസ് ഉണ്ട്. അപ്പൊ ആ ഹൊറിസോണ്ടൽ സർഫസിൽ നമുക്കൊരു സ്പ്രിങ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു സ്പ്രിങ് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ ആ സ്പ്രിങ്ങിന്റെ ഒരെൻഡ് ഫിക്സഡ് ആണ്. അപ്പൊ അതിലെന്ത് ചെയ്തു? ഒരു ബോൾ വരുന്നു. ആ ബോൾ ഇതിലെ കൊളീഷൻ നടക്കും. അപ്പൊ നമുക്കിവിടെ ഒരു ബോൾ അസ്യൂം ചെയ്യാം. അപ്പൊ ഈ ബോൾ ഈ സ്പ്രിങ്ങിൽ വന്ന കൊളീഷൻ നടക്കുന്നു. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇതിനെന്തുണ്ടോ? ഇതിനൊരു വെലോസിറ്റി വി ഉണ്ട്. അപ്പോൾ ഇതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. അതുപോലെ ബോൾ ഹിറ്റ് ചെയ്യുന്നു. അതിന് കൈനറ്റിക് എനർജി ഉണ്ട്.
അപ്പോൾ ഇത് സ്പ്രിങ്ങിൽ കൊളീഷൻ നടക്കുന്ന സമയം നമ്മുടെ സ്പ്രിങ് കംപ്രസ്ഡ് ആവും. അപ്പൊ ആ സ്പ്രിങ്ങിന്റെ കംപ്രഷൻ മാക്സിമം ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിന്റെ കൈനറ്റിക് എനർജി ടോട്ടലി എന്തായിട്ട് മാറും? അപ്പൊ അതിൽ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറത്തില്ലേ? ഫൈനലി ഇതിന് മാക്സിമം കംപ്രഷൻ വരുന്ന സിറ്റുവേഷൻ ആണ് നമ്മളോട് ചോദ്യം. അപ്പോൾ ഇത് മാക്സിമം കംപ്രസ്ഡ് ആകുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി റെഡ്യൂസ് ചെയ്ത് 0 ആയിട്ട് മാറും. അപ്പൊ ആ സമയത്ത് സ്പ്രിങ്ങിനുണ്ടായ കംപ്രഷൻ നമുക്ക് എക്സ് എന്ന് വിചാരിക്കാം. അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി ഉപയോഗിച്ചാൽ പോലെ ഇനിഷ്യലി കൈനറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദി സ്പ്രിങ് ടോട്ടലി ഇപ്പോൾ എന്തായിട്ട് മാറി? പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദി സ്പ്രിങ് ആയിട്ട് മാറി. അപ്പോൾ ഫ്രം കൺസർവേഷൻ ഓഫ് എനർജി, ഇപ്പൊ ഇവിടെ എനർജി ലോസ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രം കൺസർവേഷൻ ഓഫ് എനർജി എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദി ബോൾ ഇനിഷ്യലി is equal to potential energy stored in the spring when the compression of the spring is maximum, because at that time velocity of the ball or kinetic energy reduces to 0. Kinetic energy നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 10⁻³ ആണ്. If x is a maximum compression, then potential energy stored in the spring is simply half k x square. Therefore 10⁻³ is equal to k യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് മാക്സിമം കംപ്രഷൻ ഓഫ് ദി സ്പ്രിംഗ്. നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. മാക്സിമം കംപ്രഷൻ എക്സ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ കെ നമുക്ക് കണ്ടുപിടിക്കണം. k/2 ഇൻറ്റു എക്സ് ഓഫ് 50 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 50 ഇൻറ്റു 10⁻⁻² മീറ്റർ വരും, സ്ക്വയർ വരും. അപ്പൊ അത് നമുക്ക് കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ കെയുടെ 10⁻³ k/2 ഇൻറ്റു 50 സ്ക്വയറിന് 10⁻⁻4 വരും. അപ്പൊ അത് കാൽക്കുലേഷൻ നോക്കിയാൽ മതി. ആൻസർ ഓപ്ഷൻ സി വരും. 8 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരു പദം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കൺസർവേഷൻ ഓഫ് എനർജിയുടെ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ. ആൻ ഒബ്ജക്റ്റ് റിലീസ്ഡ് ഫ്രം എ certain height h from the ground rebounds to a height h/4 after striking the ground. The fraction of energy lost by it is. അപ്പൊ അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കാര്യം ഐഡിയ മനസ്സിലാവുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഒരു ഒബ്ജക്റ്റ് ഒരു ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇനിഷ്യൽ വെലോസിറ്റി 0. അപ്പൊ ഒരു ഒബ്ജക്റ്റ് റിലീസ് ചെയ്തു, ഇനിഷ്യൽ വെലോസിറ്റി 0. അപ്പൊ ഇറ്റ് ഈസ് അറ്റ് ഹൈറ്റ് h ഫ്രം ദി ഗ്രൗണ്ട് ആണ്. ഇത് എന്ത് ചെയ്തു? ഗ്രൗണ്ടിൽ നിന്ന് റീബൗണ്ട് ചെയ്തു. അപ്പൊ ആ റീബൗണ്ട് ചെയ്താൽ എത്ര ഹൈറ്റിൽ പോയി? h/4 ഹൈറ്റിൽ പോയി. അപ്പോൾ നമുക്ക് ഇവിടെ u വെലോസിറ്റിയിൽ സ്ട്രൈക്ക് ചെയ്തു, ഇതൊരു v വെലോസിറ്റിയിൽ റീബൗണ്ട് ചെയ്തു. ആഫ്റ്റർ അറ്റൈനിങ് എ ഹൈറ്റ് h/4 ഇറ്റ്സ് വെലോസിറ്റി റെഡ്യൂസസ് ടു 0. We have to find the fraction of energy lost by it is. ടോട്ടൽ എനർജിയുടെ എത്ര ഫ്രാക്ഷൻ ലോസ് ആയി എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സിമ്പിൾ ആണ്. നമുക്ക് ഇനിഷ്യൽ ടോട്ടൽ ഇനിഷ്യൽ എനർജി എത്രയായിരിക്കും? ഇത് ഇത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഇനിഷ്യൽ എനർജി എന്ന് പറയുന്നത് ടോട്ടലി പൊട്ടൻഷ്യൽ എനർജി ആണ്. അത് ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് h ആണെങ്കിൽ mgh വരും. ശരി, അപ്പൊ ടോട്ടൽ ഇനിഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. അപ്പൊ അതിനെ നമുക്ക് ui എന്ന് റെപ്രസെന്റ് ചെയ്യാം, mgh. ഇനി നോക്കിയാൽ ഇതുപോലെ റീബൗണ്ട് ചെയ്തു. റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലായി കാണാം കൊളീഷൻ ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അപ്പൊ കുറെ എനർജി ലോസ് ആയി. അപ്പൊ അത് h/4 ഹൈറ്റിൽ വരുന്നു. അപ്പോൾ അതിന്റെ ഫൈനൽ എനർജി എത്രയാന്ന് നോക്കിയാൽ ടോട്ടൽ ഫൈനൽ എനർജി ഈസ് ഈക്വൽ ടു h/4 ഹൈറ്റിലെ കൈനറ്റിക് എനർജി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അപ്പോൾ mgh/4 വരും. ടോട്ടൽ ഫൈനൽ എനർജി mgh/4. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതാണോ? അല്ല. ടോട്ടൽ എനർജി എത്ര ഫ്രാക്ഷൻ ആണെന്നല്ല ചോദ്യം, എനർജി ലോസ് എത്ര ഫ്രാക്ഷൻ ആണെന്നാണ് ചോദ്യം. അപ്പോൾ ഫൈനൽ എനർജി എത്ര കിട്ടി? mgh/4 കിട്ടി. അപ്പോൾ എനർജി ലോസ് എത്രയായിരിക്കും? അപ്പൊ എനർജി ലോസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇനിഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജി. നമുക്ക് എനർജി ലോസ് ആയി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ ഇനിഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജി എടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു mgh മൈനസ് mgh ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 mgh വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 ടൈംസ് ഇനിഷ്യൽ എനർജി. അപ്പോൾ ഇനിഷ്യൽ എനർജിയുടെ 3/4 ടൈംസ് ആണ് നമുക്ക് ലോസ് ആയത്. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ് എന്ന് പറയുന്നത് 3/4 ആണ്. അപ്പൊ അത് സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ ഫൈനൽ എനർജി mgh/4 എന്ന് വെച്ചിട്ട് 1/4 എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതവിടെ എഴുതി വെക്കരുത്. നമുക്ക് ഫൈനൽ എനർജി എത്ര ഫ്രാക്ഷൻ ആ നല്ല ചോദ്യം, എനർജി ലോസ് എത്ര ഫ്രാക്ഷൻ ആണെന്നാണ് ചോദ്യം. അപ്പൊ മനസ്സിലായി കാണാം ഇത് h/4 ഹൈറ്റിലേക്ക് വരാൻ കാരണം കൊളീഷന്റെ സമയത്ത് ഈ 3/4 mgh എനർജി ലോസ് ആയതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് നമുക്ക് 16th ക്വസ്റ്റ്യൻ ആണ്. സോളിഡ് മെറ്റൽ റിംഗ് ആൻഡ് ഡിസ്ക് ഓഫ് സെയിം റേഡിയസ് and mass are rotating about their diameters with the same angular frequency. The ratio of the respective rotational kinetic energy values. ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റുകൾ റൊട്ടേഷൻ നടക്കുന്നു. ഒന്ന് മെറ്റൽ റിംഗ്,
അടുത്തത് ഡിസ്ക്. അപ്പൊ ഇവിടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പാസ് ചെയ്യുന്ന ഇതിലൂടെയാന്ന് നോക്കണം. അപ്പൊ ഇതൊരു ഡിസ്ക് ആണ്, അപ്പൊ ഇതൊരു റിംഗ് ആണ്. അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഡയമീറ്ററിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ ഇതിന്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ, ഇതിന്റെയും ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഇപ്പൊ രണ്ടുപേർക്കും എന്തൊക്കെ സെയിം ആണ്? സെയിം റേഡിയസ് ആൻഡ് മാസ് ആണ്. അപ്പൊ ഇതിന്റെ റേഡിയസ് r ആണെങ്കിൽ ഈ ഡിസ്കിന്റെ റേഡിയസും r തന്നെയാണ്. ഇതിന്റെ മാസ് m ആണെങ്കിൽ ഇതിന്റെ മാസ് m തന്നെയാണ്. പിന്നെ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ട്, സെയിം ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയിലാണ് റൊട്ടേഷൻ. അപ്പൊ രണ്ടുപേർക്കും ഡിഫറെന്റ് ഉണ്ടാവാൻ സാധ്യത എന്തുവാ? അതെല്ലാവർക്കും അറിയാം, മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് രണ്ടുപേർക്കും ഡിഫറെന്റ് വരുന്നത്, ശരിയല്ലേ? അപ്പൊ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ, അപ്പൊ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കെ എന്ന് വിചാരിച്ചാൽ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം ½ ഒമേഗ സ്ക്വയർ. അപ്പൊ അതിന്റെ റേഷ്യോ കാണാം. അപ്പൊ ഒമേഗ രണ്ടുപേർക്ക് സെയിം ആണ്. ഐയുടെ ഇക്വേഷൻ എടുക്കുമ്പോൾ ഐയുടെ റേഷ്യോ ആയിരിക്കും വരുന്നത്. അപ്പോൾ കെ പ്രൊപ്പോർഷണൽ ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടി? റേഷ്യോ ഓഫ് ദ റെസ്പെക്റ്റീവ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി റേഷ്യോ എടുക്കുമ്പോൾ റിംഗ് ടു ഡിസ്ക് ആണ് എടുക്കുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് റിംഗ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ഡിസ്ക് ഐ ഓഫ് റിംഗ് ബൈ ഐ ഓഫ് ഡിസ്ക് എന്ന് വരും. റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാ? അബൌട്ട് ദി ഡയമീറ്റർ എടുക്കുമ്പോൾ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം അത് mr²/2 ആണ്, ശരിയല്ലേ? അപ്പൊ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr²/2 ഡിവൈഡഡ് ബൈ ഡിസ്കിന്റെ എത്രയാ? mr²/4 ആണ്. അപ്പൊ mr²/2 ബൈ mr²/4. മാസും റേഡിയസും രണ്ടുപേർക്ക് സെയിം ആണ്. അപ്പൊ mr² ക്യാൻസൽ ആയി പോയി. 1/2 ബൈ 1/4 4/2 2 എന്ന് വരും. അപ്പോൾ നമുക്ക് ആൻസർ 2:1 ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായാലും അപ്പൊ അത് സിമ്പിൾ ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്, റേഷ്യോ എടുത്താൽ നമുക്ക് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാം. അടുത്ത 17th ക്വസ്റ്റ്യൻ ആണ്. The x and y coordinates of the three particles of mass m, 2m, 3m are respectively 0, 0, 1, 0 and -20. The x coordinate of center of mass of the system is. അപ്പൊ സിമ്പിൾ ആണ്. ഫസ്റ്റ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് x1, y കോർഡിനേറ്റ് y1, സെക്കൻഡ് മാസിന്റെ x2, y2, തേർഡ് മാസിന്റെ x3, y3. അപ്പോൾ പോയിന്റ് മാസുകളുടെ കോർഡിനേറ്റ് തന്നാൽ സെൻട്രോ മാസിന്റെ എക്സ് കോർഡിനേറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. ഇവിടെ നമ്മൾ ഡയഗ്രം ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം സിമ്പിൾ പോയിന്റ് മാസുകളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. m1 എത്രയാന്ന് നോക്കി, ഫസ്റ്റ് മാസ് m ആണ്. അപ്പോൾ m1 ക്യാൻ ബി ടേക്കൺ ആസ് m. അതിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയാ? എക്സ് കോർഡിനേറ്റ് ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ ഈസ് 0, therefore m into 0 പ്ലസ് m2 എത്രയാ? 2m ആണ്. അപ്പൊ അതിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയാ? x2 ഈസ് 1 അല്ലേ? അപ്പോൾ 1 0 ആണ്. അപ്പോൾ x2 1 ആണ്. പ്ലസ് തേർഡ് മാസ് m3 ഈസ് 3m ഇൻറ്റു x3 എത്രയാ? x3 നമുക്ക് -2 ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് m പ്ലസ് 2m പ്ലസ് 3m വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6m വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ 2m -6m ഡിവൈഡഡ് ബൈ 6m. ദാറ്റ് ഈസ് ഈക്വൽ m കോമൺ ആയിട്ട് ക്യാൻസൽ ആയിപ്പോ -4/6 ഓർ -2/3 വരും. അപ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റോ സെൻട്രോ മാസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അത് -2/3 ആണോ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായല്ലോ? നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ സോളിഡ് സിലിണ്ടർ ഓഫ് റേഡിയസ് r and ലെങ്ത് L about its along axis of symmetry is. അപ്പോൾ ഇത്രേ ഉള്ളൂ ആക്സിസ് ഓഫ് സിമെട്രി ഓഫ് ദി സിലിണ്ടർ. ഇനി നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ അത് സോളിഡ് സിലിണ്ടർ ആണ്, ശ്രദ്ധിച്ചോണം. അപ്പൊ അതിന്റെ ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിലിണ്ടറിന്റെ ലെങ്ത്തിന് പാരലൽ ആയിട്ട് അപ്പൊ അതിന്റെ സെൻട്രൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെയാണ് നമ്മൾ അതിന്റെ ആക്സിസ് ഓഫ് സിമെട്രി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ലെങ്ത്തിന് പാരലൽ ആയിട്ട് സെൻട്രൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന ആക്സിസ്. അപ്പൊ ഇതിന് അബൌട്ട് ഇത് റൊട്ടേഷൻ നടത്തിയാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ കാണണം. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, സോളിഡ് സിലിണ്ടർ ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ I is equal to mr²/2 ആണ്. If k is a radius of gyration, then I is equal to mk². Therefore k is simply r/√2. അപ്പൊ അതൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. സോളിഡ് സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് mr²/2 ആണ്. അപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ k is equal to r/√2 വരും. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ 19th ക്വസ്റ്റ്യൻ ആണ്. When no external torque acting on the rotating system. The condition that there is no external torque acting on the system. എല്ലാവർക്കും ഫെമിലിയർ ആണ്.
we have equation of external torque, tau is equal to dl by dt. But dl by dt is equal to 0. Therefore, L is equal to constant. നമുക്ക് റൊട്ടേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ഒരു മാസ് ആവാം അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് മാസ് ആവാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവിടെ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും, അതാണ് പ്രത്യേകത. അപ്പൊ ഫസ്റ്റ് ആംഗുലർ മൊമെന്റം ഓഫ് ദി സിസ്റ്റം ഈസ് നോട്ട് കൺസർവ്ഡ്. നമുക്കറിയാൻ തെറ്റാണ്. എക്സ്റ്റേണൽ ടോർക്ക് 0 ആകുമ്പോൾ അതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിന്റെ കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. പക്ഷെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് കൺസർവ്ഡ്. അപ്പൊ നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി K is equal to ½ I omega square ആണ്. അതും ആംഗുലർ മൊമെന്റം തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. K is equal to L square by 2I ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ പ്രത്യേകത എന്തുവാ? ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചേഞ്ച് ചെയ്ത് കാണണം? മൊമെന്റ് ഓഫ് ഇനേഷ്യ ചേഞ്ച് ചെയ്ത് കാണാനുള്ള സാധ്യതയുണ്ട്. ശരിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ K പ്രൊപ്പോർഷണൽ ടു 1/I എന്ന് എഴുതാലോ. കാരണം എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആകെപ്പാടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തുവാ? ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ഓർ കൺസർവ്ഡ് എന്നാണ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ I ചേഞ്ച് ചെയ്താൽ കൈനറ്റിക് എനർജി മാറും. K പ്രൊപ്പോർഷണൽ ടു 1/I ആണ്. അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് കൺസിഡർഡ് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് തെറ്റാണ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. തെറ്റല്ലേ? കാരണം നമ്മൾ പറഞ്ഞു L കോൺസ്റ്റന്റ് ആകുമ്പോൾ K പ്രൊപ്പോർഷണൽ ടു 1/I ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ ബി ആൻഡ് സി ആർ ഇൻകറക്റ്റ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതും തെറ്റാണ് നമുക്ക് മനസ്സിലായി. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഇ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, ലീനിയർ മൊമെന്റം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. നമുക്ക് റെഗുലർ ആയിട്ട് ചോദിക്കുന്നതാണ്, മനസ്സിലാക്കി വെച്ചോണം. നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ടി ബി ദി ടൈം പീരിയഡ് ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദി സൺ ആൻഡ് ഡി ഈസ് ദി മീൻ ഡിസ്റ്റൻസ് ഓഫ് ദി സൺ അക്കോർഡിംഗ് ടു കെപ്ലേഴ്സ് തേർഡ് ലോ. അത് പറയേണ്ട ആവശ്യമില്ല. കെപ്ലേഴ്സ് തേർഡ് ലോ എല്ലാവർക്കും ഫെമിലിയർ ആണ്. നമ്മൾ വളരെ നാളുകൾ കൊണ്ട് പഠിക്കുന്നതാണ്. ഇഫ് ടി ഈസ് ടൈം പീരിയഡ് ഓഫ് റെവല്യൂഷൻ ആൻഡ് ഡി ഈസ് മീൻ ഡിസ്റ്റൻസ്, then T square is proportional to D cube or T proportional to D raised to 3/2 ആണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി അല്ലെ, T square proportional D cube. നമുക്ക് ബാക്കിയൊക്കെ തെറ്റാണ് ഓപ്ഷൻ കാണുമ്പോഴേ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. T square is proportional to D cube. Next 21st question ആണ്. If the earth shrinks to half its present size and its mass reduces to half of its actual mass, then the acceleration due to gravity on its surface will be. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എർത്ത് ഷ്രിങ്ക് ചെയ്തു ഹാഫ് ഓഫ് ഇറ്റ്സ് പ്രസന്റ് സൈസ്. അപ്പൊ നമ്മുടെ സൈസ് എന്ന് പറയുമ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. എന്തൊക്കെയാ? ഒന്ന് വോളിയം ഹാഫ് ആകാം, അല്ലെങ്കിൽ റേഡിയസ് ഹാഫ് ആകാം. നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ വോളിയം ഹാഫ് ആയിട്ടുള്ള ആൻസർ നമുക്ക് ഓപ്ഷനിലില്ല. അപ്പോൾ ഇവിടെ പ്രസന്റ് സൈസ് റെഡ്യൂസസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഹാഫ് ആയിട്ട് എടുക്കുക. മനസ്സിലായല്ലോ? അപ്പൊ നോർമൽ സിറ്റുവേഷനിൽ പ്രസന്റ് സൈസ് എന്ന് പറയുമ്പോൾ വോളിയം ആണ് സാധാരണ കേസിൽ മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇവിടെ വോളിയം ചേഞ്ച് ചെയ്തുള്ള ആൻസർ നമുക്കില്ല. അതുകൊണ്ട് പ്രസന്റ് റേഡിയസ് R ആണെങ്കിൽ ന്യൂ റേഡിയസ് R' ഈസ് ഈക്വൽ ടു R/2 എന്ന് എടുക്കാം. അതിനനുസരിച്ച് മാസും മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാസ് റെഡ്യൂസസ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ആക്ച്വൽ വാല്യൂ. അപ്പോൾ മാസ് എത്രയായിട്ട് മാറി? M' ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ മാസ് ബൈ 2 ആയിട്ട് മാറി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇനിഷ്യൽ വാല്യൂ G(m/r²). നൗ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G is a constant into m/2 divided by r/2 square, that is r²/4 താഴെ വരും. 4/2 2 വരും. 2gm/r², that is equal to 2g. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക, 2g. അപ്പൊ അതും ഡയറക്റ്റ് ആണ്. മാസ് ഹാഫായി, റേഡിയസ് ഹാഫായി. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഒന്നും എഴുതേണ്ട ആവശ്യം, നമുക്ക് മനസ്സിൽ ആലോചിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരിക. So 22nd question. When two identical spheres each of radius r are kept in contact with each other, then the force of attraction between two spheres is equal to. അപ്പൊ നമുക്ക് രണ്ട് സ്പിയറുകളെ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് സ്പിയറുകളും ഐഡന്റിക്കൽ ആണ്. അവരെ നമ്മൾ കോണ്ടാക്റ്റിൽ വെച്ചു. അപ്പൊ അതാണ് സിറ്റുവേഷൻ. നമുക്ക് എന്തുണ്ട്? രണ്ട് ഐഡന്റിക്കൽ സ്പിയറുകളുണ്ട്, അവരെ നമ്മൾ കോണ്ടാക്റ്റിൽ വെച്ചു. ഇവർ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇവരുടെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് R ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ സ്പെറിക്കൽ മാസുകളാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് കാണാൻ എന്ത് ചെയ്യാം? ഇവരുടെ സെന്ററിലുള്ള പോയിന്റ് മാസുകളായിട്ട് ഇവരെ റീപ്ലേസ് ചെയ്യാം. എല്ലായ്പ്പോഴും പറ്റുമല്ലോ, എപ്പോൾ മാത്രമേ പറ്റുള്ളൂ? ഇഫ് ദി മാസസ് ആർ പോയിന്റ് മാസസ്, then these masses can be replaced by point masses at their centers. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സ്പിയറിനെ എന്ത് ചെയ്യാം? അതിന്റെ സെന്ററിലുള്ള ഒരു പോയിന്റ് മാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം.
അപ്പോൾ നമ്മൾ എം എന്ന് പറഞ്ഞ മാസ് എടുത്തു. ഐഡന്റിക്കൽ ആയതുകൊണ്ട് മാസ് രണ്ടു പേർക്ക് സെയിം ആണ്. ഈ മാസിനെ നമുക്ക് ഇതിന്റെ സെന്ററിലുള്ള പോയിന്റ് മാസ്സായിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ സെന്റേഴ്സുകൾ തമ്മിലുള്ള സെപ്പറേഷൻ തീർച്ചയായിട്ടും R+R2R വരും. ഇതാണ് സിറ്റുവേഷൻ. ഇത് നമുക്ക് രണ്ട് പോയിന്റ് മാസുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഉണ്ട്. F=Gm1m2 / R². അപ്പോൾ മാസുകൾ സെയിം ആണ്. അപ്പോൾ Gm²/R² വരും. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ F=Gm²/R², therefore F is proportional to 1/R² or F is proportional to R⁻² എന്നൊരു ഓപ്ഷൻ അവിടെയുണ്ട്. അത് ശരിയാണോ? ഇല്ല. കാരണം എന്തുവാ? നമുക്കിവിടെ മാസുകൾ തന്നിട്ടില്ല. പിന്നെ ഐഡന്റിക്കൽ സ്പീഡ്സ് എന്ന് പറയുമ്പോൾ റേഡിയസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ റേഡിയസിലേക്ക് നമുക്ക് മാസിനെ മാറ്റണം. അതിനെന്ത് ചെയ്താൽ മതി? മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻടു ഡെൻസിറ്റി. വോളിയം ഈസ് സിംപ്ലി 4/3πr³ ആണ്. അപ്പോൾ എം ഈസ് 4/3πr³ വരും. അപ്പോൾ ഇവിടെ നോക്കി F പ്രൊപ്പോർഷണൽ ടു m²/r² ആണ്. ഇവിടെ ഐഡന്റിക്കൽ സ്പീഡ്സ് ആകുമ്പോൾ ഡെൻസിറ്റി റോ രണ്ടു പേർക്ക് സെയിം ആണ്. അപ്പോൾ പിന്നെ R³ പ്രൊപ്പോർഷണൽ ആണ് മാസ്. ശരിയല്ലേ? അപ്പോൾ മാസിനെ നമുക്ക് R³ മാറ്റാം. R³ ² വരും. അപ്പോൾ F is proportional to R⁻6 / R²R⁴ എന്ന് വരും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F is proportional to R⁴ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. രണ്ട് ഐഡന്റിക്കൽ സ്പേസ് കോൺടാക്റ്റിൽ വെച്ച് അവരുടെ മാസസ് എന്നിട്ടില്ല. ഐഡന്റിക്കൽ സ്പേസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഡെൻസിറ്റി സെയിം ആണ്, മെറ്റീരിയൽ സെയിം ആണ്. അപ്പോൾ നമ്മൾ ഫോഴ്സിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ F is proportional to R⁻4 എന്ന് വരും. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റനിലൊക്കെ നേരത്തെ കണ്ടുപഠിച്ച ശീലിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ വിത്ത് ദി ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ആ ടെമ്പറേച്ചറിനനുസരിച്ച് ഓപ്ഷൻ നോക്കുക. സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റിയുടെ ഒക്കെ വേരിയേഷന്റെ പ്രത്യേകതയാണ്. ഫസ്റ്റ് ഓപ്ഷൻ സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഇൻക്രീസസ്. ശരിയാണോ? അല്ല, നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്കുലാർ ഇന്ററാക്ഷൻ നോർമൽ സിറ്റുവേഷനിൽ കുറയും. നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നോർമൽ സിറ്റുവേഷനിലെ കാര്യമാണ് പറയുക. നമ്മൾ വാട്ടർ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 4 ഡിഗ്രി സെൽഷ്യസിൽ വോളിയം മിനിമം, അപ്പോൾ സർഫസ് ടെൻഷൻ മാക്സിമം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഒരു എക്സെപ്ഷണൽ കേസാണ്. അപ്പൊ ജനറലി നമ്മൾ പറയുമ്പോൾ ഒരു ലിക്വിഡ് എടുത്താൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്കുലാർ ഇന്ററാക്ഷൻ സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാന്ന് മനസ്സിലാക്കാം. വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഡിക്രീസസ്. നമുക്കറിയാം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്യാസിൽ കൊളീഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഗ്യാസിൽ നമുക്കറിയാം ഈ വിസ്കോസ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള കൊളീഷൻ വഴിയാണ്. കൊളീഷൻ ഇവരുടെ മോഷനെ, റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൊളീഷൻ റേറ്റ് കൂടും. അപ്പോൾ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷെ അവിടെ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ബി തെറ്റാണ്. പക്ഷേ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസസ്. നമ്മൾ പറഞ്ഞു ലിക്വിഡ് എടുക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ അഗൈൻ മോളിക്കുലാർ ഇന്ററാക്ഷൻ, റിലേറ്റീവ് മോഷനെ ഓപ്പോസിംഗ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഗ്യാസിലും ലിക്വിഡിലും നേരെ തിരിച്ചാണ് വിസ്കോസിറ്റിയുടെ വേരിയേഷൻ വരുന്ന. പ്രത്യേകം ശ്രദ്ധിച്ചാണ്, ഇമ്പോർട്ടന്റ്. അപ്പോൾ അതും തെറ്റാണ്. പക്ഷെ ബോത്ത് സർഫസ് ടെൻഷൻ ആൻഡ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസസ്. അപ്പൊ അത് തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ബോത്ത് സർഫസ് ടെൻഷൻ ആൻഡ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും ലിക്വിഡിനെ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഇ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരിക. മനസ്സിലായല്ലോ? അപ്പൊ അതും വേരിയേഷനും ഒക്കെ നമ്മൾ എൻസിആർ ടെക്സ്റ്റിൽ ഡയറക്റ്റ് അതിന്റെ വേരിയേഷൻ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് അതിന്റെ വേരിയേഷൻ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ സാധാരണ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ചെയ്തെന്ന് വിചാരിക്കുന്നു. പക്ഷേ 24th ക്വസ്റ്റ്യൻ, ട്രൂ സ്റ്റേറ്റ്മെന്റ് ഈസ്. അപ്പൊ ഇവിടെ നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചോണം. പക്ഷേ യങ്സ് മോഡുലസ് ഓഫ് എ വാട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ലെങ്ത്. ശരിയാണോ? നമ്മൾ യങ്സ് മോഡുലസിന്റെ ഒക്കെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. Y is FL/A∆L. അപ്പൊ Y പ്രൊപ്പോർഷണൽ ടു L അങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് യങ്സ് മോഡുലസ് എന്തിന്റെ പ്രോപ്പർട്ടിയാ? ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാ. നമ്മൾ കോപ്പർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ എടുത്തിട്ട് അതിന്റെ ലെങ്ത് ക്രോസ് സെക്ഷണൽ ഏരിയ മാറ്റി എന്ന് പറഞ്ഞ് യങ്സ് മോഡുലസ് മാറത്തില്ല. അപ്പോൾ യങ്സ് മോഡുലസ് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡയമെൻഷൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ തീർച്ചയായിട്ടും തെറ്റാണ്. പക്ഷേ യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ. യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അതൊരു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ΔL/L സ്ട്രെയിനിന് നമുക്കറിയാം ഡയമെൻഷൻസ് ഇല്ല, യൂണിറ്റ് ഇല്ല. പക്ഷെ F/A എന്തുവാ? അത് പ്രഷർ അല്ലേ? ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ പ്രഷറിന്റെ യൂണിറ്റ് ഡയമെൻഷൻസ് ആണ് ആർക്ക് വരുന്നത്? യങ്സ് മോഡുലസിന് വരുന്നത്. അപ്പോൾ അത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഫോഴ്സ് ബൈ ഏരിയ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് യങ്സ് മോഡുലസിന്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്ററേ ഉള്ളൂ. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ഓൾസോ റോങ്.
ഓപ്ഷൻ സി, ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്ട്രെസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഫോഴ്സ്. നമുക്ക് മനസ്സിലായി സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ അതിന്റെ യൂണിറ്റ് ഡയമെൻഷൻസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഫോഴ്സിന്റെ അല്ല, ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ പ്രഷറിന്റെ എന്ന് പറഞ്ഞാൽ ശരിയാ. ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്ട്രെസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി തെറ്റാണ്. നെക്സ്റ്റ്, യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ ഈസ് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. നമ്മൾ പറഞ്ഞു സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. അപ്പോൾ രണ്ട് സെയിം യൂണിറ്റ് ഉള്ള ക്വാണ്ടിറ്റീസിന്റെ റേഷ്യോ ആണ്. അപ്പോൾ അതിന് ഡയമെൻഷൻസ് യൂണിറ്റ് ഇല്ല നമുക്കറിയാം. അപ്പൊ അതും തെറ്റാണ്. പക്ഷെ കംപ്രസിബിലിറ്റി ഈസ് റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഇ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. പക്ഷെ when the body is strained, the energy stored per unit volume is Y is Young's modulus. അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ്. എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയത്തിന്റെ ഇക്വേഷൻ, ഓർ അതിനെ എനർജി ഡെൻസിറ്റി എന്ന് വിളിക്കും. അപ്പൊ അതിന് പല ഇക്വേഷൻ ഉണ്ട്. നമ്മൾ സാധാരണ കൂടുതലായിട്ടും കാണുന്നത് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ, ശരിയല്ലേ? അപ്പൊ അതെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എന്നാണ് ഒരു ഇക്വേഷൻ. ദി യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. അപ്പോൾ നമുക്ക് എനർജി ഡെൻസിറ്റി ഓർ എനർജി പെർ യൂണിറ്റ് വോളിയത്തിന് അങ്ങോട്ട് മാറ്റിയാൽ സ്ട്രെയിനിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സ്ട്രെസ് ബൈ വൈ കൊടുക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു സ്ട്രെയിനിന് പകരം സ്ട്രെസ് ബൈ വൈ കൊടുത്തു. അപ്പോൾ ഹാഫ് ഇൻറ്റു സ്ട്രെസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ എന്ന് വരും. അപ്പോൾ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഉണ്ടോ നോക്കാം, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു സ്ട്രെസ് സ്ക്വയർ ബൈ വൈ ഉണ്ടോ നോക്കാം. ഇനി അനദർ പോസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ്സിനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ്സിന് പകരം എന്ത് കൊടുക്കാം? വൈ ഇൻറ്റു സ്ട്രെയിൻ കൊടുക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു വൈ ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ വരും. അപ്പോൾ y by 2 ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ. ഇതിൽ ഏതെങ്കിലും ആയിരിക്കും നമുക്ക് പോസിബിലിറ്റി വരുന്ന ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സ്ട്രെസ് ബൈ വൈ തീർച്ചയായിട്ടും തെറ്റാണ് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത y ഇൻറ്റു സ്ട്രെയിൻ ബൈ 2, അപ്പൊ അതും തെറ്റാണ്. സ്ട്രെസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2y, അത് ശരിയല്ലേ? സ്ട്രെസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2y നമുക്ക് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ശരിയാണ്. പക്ഷെ y ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ, അപ്പൊ അത് തെറ്റല്ല. അങ്ങനെ നമുക്കില്ല. y by 2 ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ എന്നാണ്. അത് സ്ട്രെസ് ബൈ y ഇൻറ്റു 2 1/2, അതും തെറ്റാണ്. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. അപ്പൊ നമുക്ക് പോസിബിലിറ്റി ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 25th ക്വസ്റ്റ്യൻ വരെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത്. നമുക്ക് ബാക്കി ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രില്യൻ ഫാക്കൽറ്റി ആയിട്ടുള്ള ഉല്ലാസ് സാറിനെ ഈ സിറ്റുവേഷനിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ 25th ക്വസ്റ്റ്യൻ വരെയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ 26th ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്താ മക്കളെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, when a liquid flows through a tube of variable cross section A with a variable velocity V, the quantity that remains constant എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താന്ന് എല്ലാവർക്കും അറിയാം. എന്താ മക്കളെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്? A/B എന്ന് പറയുന്നത് എന്തായിരിക്കും? എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആണോ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് A1 V1 = A2 V2 എന്ന് പറയാറുണ്ട്. അപ്പൊ അതിന്റെ ബേസ് എന്ന് പറയുന്ന എന്താ മക്കളെ? A/B എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എന്നാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ എ ആണോ? അപ്പൊ സ്മോൾ a into b എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിട്ടുള്ള അതാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ വിച്ച് ഓഫ് ദ ക്വാണ്ടിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും പറയാം കോൺസ്റ്റന്റ് ആയിട്ട് റിമൈൻ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്ന എ ബി ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഏത് വരും മക്കളെ? ഓപ്ഷൻ സി വരും. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു തെർമലി ഇൻസുലേറ്റഡ് ഐഡന്റിക്കൽ വെസൽസ് എ ആൻഡ് ബി ആർ കണക്റ്റഡ് ത്രൂ എ സ്റ്റോപ്പ് കോക്ക്. A contains a gas at STP and B is completely evacuated. If stopcock is suddenly opened, then temperature is half, internal energy of the gas is half, internal energy of the gas and pressure are half, temperature and internal energy of the gas remains the same, pressure and internal energy of the gas remain the same എന്നാണ് പറഞ്ഞത്. മക്കളെ, അതായത് ഇപ്പൊ നിങ്ങൾ ഒരു കണ്ടെയ്നർ ഉണ്ടെന്ന് അസ്യൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണ്.
അപ്പൊ ഇതൊരു കണ്ടെയ്നർ ആണെന്ന് അസ്യൂം ചെയ്തോളുക. അപ്പൊ ആ കണ്ടെയ്നറിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുവാണ്. ഓക്കെ. അപ്പൊ ഇവിടെ എന്തുണ്ട് മക്കളെ? ഇവിടെ എന്ന് പറയുന്നത് ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുവാണ്. എന്ത് ചെയ്തിരിക്കുവാണ്? ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുവാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്ന എന്താ മക്കളെ? വാക്വം ആണ്. അപ്പൊ ഇതെന്ന് പറയുന്ന എന്താണ്? വാക്വം ആണ്. അപ്പൊ പെട്ടെന്ന് ഈ ബാരിയർ അങ്ങ് റിമൂവ് ചെയ്താൽ എന്ത് പറ്റും? ഈ ബാരിയർ അങ്ങ് റിമൂവ് ചെയ്താൽ ഈ ഗ്യാസ് എന്ന് പറയുന്ന ഇങ്ങോട്ടേക്ക് പോകും. പക്ഷേ അവന് എന്ത് ചെയ്യേണ്ടി വരത്തില്ല മക്കളെ? ഇവിടെ വേറെ ആരുമില്ല. അപ്പൊ ഈ ഗ്യാസിന് ആരെയും ഒപ്പോസ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ ഈ ഗ്യാസിന് ആർക്കെതിരെയും വർക്ക് ചെയ്യേണ്ടി വരുന്നില്ല. ആണോ? അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും പറയാം, അപ്പൊ ഇവിടെ അവർ ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്ന എന്തായിരിക്കും മക്കളെ? അപ്പൊ ഇവിടെ അവർ ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആണോ? വർക്ക് ഡൺ ഞാൻ ഡെൽറ്റ ഡബ്ല്യു എന്ന് കൊടുത്തേ ഉള്ളൂ. അപ്പൊ എന്താണ്? നമ്മൾ ഈ ബാരിയർ എടുത്തങ്ങ് മാറ്റിയാൽ ആണോ? അപ്പൊ ഈ ഗ്യാസ് എന്ന് പറയുന്ന ഫ്രീ ആയിട്ട് ഇങ്ങോട്ടേക്ക് പോകും. കാര്യം ഇപ്പുറത്ത് കിടക്കുന്ന വാക്വം ആണ്. അപ്പൊ അവൻ ആർക്കെതിരെയും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അവന് ഫ്രീ ആയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുന്ന എന്താ മക്കളെ? 0 ആണ്. ഇനി ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? ടു തെർമലി ഇൻസുലേറ്റഡ് ഐഡന്റിക്കൽ വെസൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തെർമലി ഇൻസുലേറ്റഡ് ആണ്. അപ്പൊ തെർമലി ഇൻസുലേറ്റഡ് ആണ്. അപ്പൊ ഹീറ്റ് വരുന്നേയും പോകുന്നേയൊന്നുമില്ല. അപ്പൊ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന 0 ആണ്. ആണേ? അപ്പം തെർമലി ഇൻസുലേറ്റഡ് വെസൽ ആണ്. അപ്പൊ ഹീറ്റ് വരുന്നേയും പോകുന്നേയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും പറയാം ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന 0 ആണ്. അപ്പൊ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് what we can say delta Q is equal to delta U plus delta W ആണ്. ആണോ? അപ്പൊ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് what we can say delta Q is equal to delta U plus delta W എന്നാണ്. അപ്പൊ ഡെൽറ്റ Q എന്ന് പറയുന്ന 0 ആണ്. ഡെൽറ്റ W എന്ന് പറയുന്ന 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആരും 0 ആയേ പറ്റത്തുള്ളൂ. ഡെൽറ്റ യുവും 0 ആയേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ ഡെൽറ്റ യുവും 0 ആയേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ ഡെൽറ്റ യു 0 ആകണമെങ്കിൽ അപ്പൊ ടെമ്പറേച്ചർ ആൻഡ് ഇന്റർണൽ ഓഫ് ദ ഗ്യാസ് റിമൈൻസ് സെയിം. അപ്പൊ ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താ മക്കളെ? 0 ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ഇന്റർണൽ ജി എന്ന് പറയുന്നത് 0 ആണ്. സോ വാട്ട് വി ക്യാൻ സേ ഇന്റർണൽ ജി വിൽ റിമൈൻ കോൺസ്റ്റന്റ്. ആണോ? അപ്പൊ ഇന്റർണൽ ജി കോൺസ്റ്റന്റ് ആയിട്ട് റിമൈൻ ചെയ്യും. നമുക്കറിയാം ഇന്റർണൽ ജിയും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇന്റർണൽ ജി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. ഓക്കെ. അപ്പൊ ഇന്റർണൽ ജി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യും മക്കളെ? ഓപ്ഷൻ ഡി ചൂസ് ചെയ്യും. ടെമ്പറേച്ചർ ആൻഡ് അപ്പൊ ടെമ്പറേച്ചർ ആൻഡ് ഇന്റർണൽ ജി ഓഫ് ദ ഗ്യാസ് റിമൈൻസ് ദ സെയിം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ എക്സാമിൽ തന്നെ വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ പ്രോസസ് ഇൻ വിച്ച് ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അപ്പൊ സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനും ഇടയ്ക്ക് ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും ഇല്ല. പറോക്കളെ, സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനും ഇടയ്ക്ക് ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും ഇല്ല എങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാം അതേത് പ്രോസസ്സാണ്? അത് മറ്റാരുമല്ല, അതെന്ന് പറയുന്ന അഡൈബാറ്റിക് പ്രോസസ്സാണ് അല്ലേ? അപ്പം ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും ഇല്ല. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം that process is adiabatic. അടുത്ത ഇനി നമുക്ക് കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നോക്കാം. when the temperature of the source of a Carnot engine is 400 Kelvin. അപ്പൊ സോഴ്സിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 400 കെൽവിൻ ആകുമ്പോൾ ഇറ്റ്സ് എഫിഷ്യൻസി ഈസ് 25%. ആണോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് ചൂസ് ചെയ്യാം. ആണോ? പറോക്കളെ, അപ്പൊ സോഴ്സിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് കേസിൽ സോഴ്സിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 400 കെൽവിൻ ആണ് അല്ലേ? 400 കെൽവിൻ ആണ്. അപ്പൊ എഫിഷ്യൻസി എത്ര എന്നാ പറഞ്ഞിരിക്കുന്നത്? 25% എന്നാ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ പെർസെന്റേജിനെ മാറ്റാൻ എന്ത് ചെയ്യണം മക്കളെ? 1/100 കൊണ്ട് ഇൻഡു ചെയ്യണം. അപ്പൊ ഈറ്റ എന്ന് പറയുന്ന 1/4 എന്ന് കിട്ടും. ഇത് ഫസ്റ്റ് കേസാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി എന്താ പറഞ്ഞ? റിക്വയർഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ്. സോഴ്സിന്റെ ടെമ്പറേച്ചർ എത്ര ഇൻക്രീസ് ചെയ്യണം? ഓക്കെ. അപ്പൊ സെക്കൻഡ് കേസിൽ നമുക്ക് പറയാം പറോക്കളെ, അപ്പൊ സെക്കൻഡ് കേസിൽ സോഴ്സിന്റെ ടെമ്പറേച്ചർ എത്ര ഇൻക്രീസ് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യുന്നു സെക്കൻഡ് കേസിൽ സോഴ്സിന്റെ ടെമ്പറേച്ചർ T1 ആണെന്ന് അസ്യൂം ചെയ്യും. ആണോ? സോ ദാറ്റ് എഫിഷ്യൻസി ടു 50%. അപ്പൊ എഫിഷ്യൻസി എത്രയാകണം? 50% ആകണം. അപ്പൊ 50% എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 50 × 1/100 ആണ്. അപ്പൊ 1/2 ആണ്. അപ്പൊ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/2 ആകണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? അപ്പൊ എഫിഷ്യൻസി 1/2 ആകണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
എത്ര കൂട്ടണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോഴ്സിന്റെ ടെമ്പറേച്ചർ ഇനിഷ്യലി 400 ആയിരുന്നു. അപ്പൊ എത്ര കൂട്ടിയാൽ എഫിഷ്യൻസി 1/2 ആകും അഥവാ 50% ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും മക്കളെ? അപ്പൊ എല്ലാവർക്കും എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 - T2/T1 ആണ്. അപ്പൊ T2 സിങ്കിന്റെ ടെമ്പറേച്ചർ, T1 സോഴ്സിന്റെ ടെമ്പറേച്ചർ. ആർക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഫസ്റ്റ് കേസിൽ 8 എന്ന് പറയുന്ന 1/4 എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 - T2 ന്റെ വാല്യൂ മാത്രമില്ല. അപ്പൊ നമുക്ക് T2 കണ്ടുപിടിക്കാം. അപ്പൊ എന്ന് പറയുന്ന 400 എന്ന് പറയുന്നത് ആണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം T2/400 എന്ന് പറയുന്നത് അപ്പൊ T2/400 എന്ന് പറയുന്നത് 1 - 1/4 എന്ന് പറയുന്ന വരും അല്ലേ? അപ്പൊ T2/400 എന്ന് പറയുന്നത് 1 - 1/4 എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, ദാറ്റ് ഈസ് 3/4 ആണ്. അപ്പൊ T2/400 എന്ന് പറയുന്നത് 3/4 ആണ്. ആ 4ഉം 400ഉം വെട്ടി എത്ര വന്നു മക്കളെ? 100 വന്നറാ. അപ്പൊ ദാറ്റ്സ് ഈക്വൽ ടു T2 ഈസ് ഈക്വൽ ടു 300 എന്ന് കിട്ടും അല്ലേ? അപ്പൊ T2 ഈസ് ഈക്വൽ ടു 300 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എന്തിനാ T2 കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കും. T1 കണ്ടുപിടിക്കണമെങ്കിൽ T2 വേണം. ഓക്കെ, ഇനി അടുത്ത എഫിഷ്യൻസി പറ മക്കളെ. അപ്പൊ ഇവിടുത്തെ എഫിഷ്യൻസി ഇറ്റ അഗൈൻ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് 1 - T2/T1 ആണ്. ഇത് ജനറൽ ഫോർമുലയാണ്. ഇവിടുത്തെ ഫോർമുല അല്ല. അപ്പൊ ഈ കേസിൽ എഫിഷ്യൻസി എത്ര ആയി മക്കളെ? അപ്പൊ ഈ കേസിൽ എഫിഷ്യൻസി 1/2 വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. 1 - സിങ്കിന്റെ ടെമ്പറേച്ചറിന് മാറ്റമൊന്നുമില്ല. അപ്പൊ സിങ്കിന്റെ ടെമ്പറേച്ചർ ഇപ്പോഴും 300 ആണ്. നേരത്തെയും 300 ആയിരുന്നെങ്കിൽ ഇപ്പോഴും 300 തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സോഴ്സിന്റെ ടെമ്പറേച്ചർ നമുക്ക് T1- എന്ന് പറയുന്നത് കൊടുക്കാം ആണേ. അങ്ങനെയാണെങ്കിൽ അവനെ ഇപ്പുറം കൊണ്ടുപോടാ. അപ്പൊ അത് 300/T1- എന്ന് പറയുന്ന വരും ആണേ. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് 1 - 1/2 എന്ന് വരും. പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 300/T1- എന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്ന വരും ആണോ? അപ്പൊ T1- എന്ന് പറയുന്നത് 600 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ആൻസർ പോയി 600 മാർക്ക് ചെയ്യരുത്. അപ്പൊ ആൻസർ പോയി 600 മാർക്ക് ചെയ്യരുത്. എത്ര കൂട്ടണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ റിക്വയർഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആ ചോദിച്ചിരിക്കുന്നത്. അപ്പം ടെമ്പറേച്ചർ എത്ര കൂട്ടണമെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ സിങ്കിന്റെ ടെമ്പറേച്ചർ എത്ര ആയിരുന്നു? സോഴ്സിന്റെ ടെമ്പറേച്ചർ എത്ര ആയിരുന്നു? 400. ഇപ്പൊ സോഴ്സിന്റെ ടെമ്പറേച്ചർ എത്ര മക്കളെ? 600. അപ്പൊ നേരത്തെ കൂടെ എത്ര കൂട്ടണം? 200 കൂടെ കൂട്ടണം. ഓക്കെ, അപ്പൊ 200 കെൽവിനും കൂടെ കൂട്ടണം. അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 200 കെൽവിനും കൂടെ കൂട്ടണം. അപ്പൊ ആൻസർ ഏതാന്ന് മനസ്സിലായല്ലോ. അപ്പൊ 600 കെൽവിൻ ഇപ്പോഴത്തെ സോഴ്സിന്റെ ടെമ്പറേച്ചർ ആണ്. അപ്പൊ എത്ര റിക്വയർഡ് ഇൻക്രീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര കൂട്ടണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിഷ്യലി 400 ആയിരുന്നു, ഇപ്പൊ 600 ആയി. അപ്പൊ 400ൽ നിന്ന് 600ലേക്ക് എത്തണമെങ്കിൽ 200 ആണ് കൂട്ടേണ്ടത്. കാര്യം പിടികിട്ടിയല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നില്ല, അത്യാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം. എന്നാലും കാൽക്കുലേഷൻ അത്ര ടഫ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഒന്നും അല്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? വെൻ ആൻ ഐഡിയൽ ഡയറ്റോമിക് ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പൊ ഐഡിയൽ ഡയറ്റോമിക് ഗ്യാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് ചെയ്തിരിക്കുന്നത്. ദ ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് എനർജി സപ്ലൈഡ് ദാറ്റ് ഇൻക്രീസസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് ആണ് പറഞ്ഞത്. അപ്പൊ ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് എനർജി സപ്ലൈഡ് ദാറ്റ് ഇൻക്രീസസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് ആണോ മക്കളെ? അതായത് അവർ ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് du/dq ആണ് ചോദിച്ചിരിക്കുന്നത് ആണേ. അതായത് നമ്മൾ dq ആണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ dq എന്തിനൊക്കെ വേണ്ടി യൂട്ടിലൈസ് ചെയ്യപ്പെടും? ഇന്റേണൽ എനർജി കൂട്ടാനും വർക്ക് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യും അല്ലേ? അപ്പം എത്ര ഫ്രാക്ഷൻ ഇന്റേണൽ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്തു എന്നാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന dq എന്ന് പറയുന്നത് duനും dwനും ആണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ഫ്രാക്ഷൻ ആണ് ഇന്റേണൽ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ du/dq എടുത്താൽ മതി അല്ലേ? നമ്മളിപ്പോ 3 എണ്ണം കൊടുത്തു. ഒരെണ്ണം ഇന്റേണൽ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്തോ, 2 എണ്ണം വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തോ. അപ്പൊ ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/3 ആണ് ആണോ? ഇന്റേണൽ കൂട്ടാൻ വേണ്ടി 1 ആണ്, ടോട്ടൽ വന്ന 3 ആണ്. അപ്പൊ ഫ്രാക്ഷൻ എന്ന് പറയുന്ന 1/3 ആണ്. സിമിലർലി നമ്മൾ dq ആണ് കൊടുത്തത്. നമ്മൾ സപ്ലൈ ചെയ്ത ഹീറ്റ് എനർജി dq ആണെങ്കിൽ ഇന്റേണൽ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് du ആണ് ആണോ? അപ്പൊ ഫ്രാക്ഷൻ ചോദിച്ചാൽ ദാറ്റ് ഈസ് du/dq ആണോ? അപ്പൊ du/dq എന്ന് പറയുന്നത് എത്ര ആയിരിക്കും മക്കളെ? duന്റെ ഫോർമുല എന്ന് പറയുന്ന ncv/dt ആണ്. dqന്റെ ഫോർമുല എന്ന് പറയുന്ന ncp/dt ആണ്. അപ്പൊ എന്നും എന്നും ക്യാൻസൽ ആയി പോകും, dtയും dtയും ക്യാൻസൽ ആയി പോകും. അപ്പൊ cv/cp എന്ന് പറയുന്നത് ആണോ? അപ്പൊ du/dq ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ du/dq എന്ന് പറയുന്നത് cv/cp ആയിരിക്കും. സോ വാട്ട് ഇസ് ഇറ്റ്? du/dq ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ du/dq എന്ന് പറയുന്ന cv/cp ആയിരിക്കും ആണേ. അപ്പൊ cv/cp എന്ന് പറയുന്നത് എവിടെയോ പരിചയം ഉണ്ടല്ലോ മക്കളെ. cp/cv എന്ന് പറയുന്ന ഗാമയാണ്. അപ്പൊ cp/cp എന്ന് പറയുന്നത് 1/ഗാമയാണ് ആണോ? അപ്പൊ cp/cv എന്ന് പറയുന്ന ഗാമയാണ്. അപ്പൊ cv/cp എന്ന് പറയുന്ന 1/ഗാമയാണ്. ഓക്കെ, അപ്പൊ ഏത് ഗ്യാസ് എന്ന് ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ ഡയറ്റോമിക് ഗ്യാസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡയറ്റോമിക് ഗ്യാസിന്റെ ഗാമയുടെ വാല്യൂ ഒക്കെ എല്ലാവർക്കും അറിയാലോ
എന്താണ് ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത് 7/5 ആണ്. അപ്പൊ അത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാം. 1 + 2/f എന്ന് പറയുന്നത് ഗാമ = 1 + 2/f എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത് എഫ് എത്ര മക്കളെ? എഫ് 5 ആണ് അല്ലേ? ഡയറ്റോമിക് ആകുമ്പോൾ എഫ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 1 + 2/5 എന്ന് വരും. അപ്പൊ 7/5 എന്ന് വരും. അപ്പൊ ഗാമ 7/5 ആണ്. അപ്പൊ 1/γ എന്ന് പറയുന്നത് 5/7 ആണ്. അപ്പൊ അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ du/dq എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 5/7 എന്ന് കിട്ടും. ഓക്കെ മക്കളെ, ഇത് ചെറിയൊരു പ്രശ്നമുള്ള ക്വസ്റ്റൻ ആണ്. കാര്യം ഒരു രീതി നോക്കിയാൽ ഇതിന് ആൻസർ ഈ ഓപ്ഷനിൽ ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യന്റെ പ്രശ്നമാണ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി വാല്യൂസ് ഓഫ് 4 gram of hydrogen to 7 gram of nitrogen at a room temperature എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? The ratio of kinetic energy values of 4 gram of hydrogen to 7 gram of nitrogen. മക്കളെ നമുക്കറിയാം 1 മോളിന്റെ കൈനറ്റിക് എനർജി എത്ര മക്കളെ? 3/2 RT ആണ്. ആണേ? ഓക്കെ, അപ്പൊ രണ്ടുപേരും സെയിം ടെമ്പറേച്ചർ ആണ്. അപ്പം ഇവിടെ ഹൈഡ്രജന്റെ എത്ര മോൾസ് ഉണ്ടെന്ന് വേണം. അപ്പൊ ഹൈഡ്രജൻ 4 gram ഹൈഡ്രജൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് പറയല്ലേ? അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? കാര്യം ഗിവൺ മാസ് 4 gram ആണ്, ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് 2 gram ആണ്. അപ്പൊ 4/2 എന്ന് പറയുന്ന 2 ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്ന 2 ആണ്. മക്കളെ ഇപ്പൊ ഒന്നുകൂടെ പറയുന്നു. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്ന എത്രയാ മക്കളെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്ന 2 ആണ്. അതേ കണക്ക് നമ്മൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ പറയുവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ പറയുവാണ്. അപ്പൊ പറയല്ലേ, നൈട്രജന്റെ മോളിക്കുലാർ മാസ് 28 gram ആണ്. N2 എന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റിന്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് N2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് 28 gram ആണ്. ആണേ? അപ്പൊ 28 gram ആണ്. അപ്പൊ ഗിവൺ മാസ് 7 gram ആണ്. മൊളാർ മാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 28 gram ആണ്. അപ്പൊ 7/28 എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 എന്ന് പറയുന്നത് 1/4 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്കറിയാം 1 മോളിന്റെ കൈനറ്റിക് എനർജി 3/2 RT ആണ്. ആണോ? അപ്പം n മോൾസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് n × 3/2 RT ആണ്. 3/2 കോൺസ്റ്റന്റ് ആണ്, 6 കോൺസ്റ്റന്റ് ആണ്. രണ്ടുപേരും ഒരേ ടെമ്പറേച്ചറിലാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ അവരുടെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? അവരുടെ മോൾസിന്റെ റേഷ്യോ തന്നെ ആയിരിക്കും. ആണോ? അപ്പൊ അവരുടെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ എന്ന് പറയുന്നത് ആരുടെ റേഷ്യോ തന്നെ ആയിരിക്കും മക്കളെ? മോൾസിന്റെ റേഷ്യോ തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ മോൾസിന്റെ റേഷ്യോ തന്നെ ആയിരിക്കും. അപ്പം ഇവന്റെ മോൾസ് എന്ന് പറയുന്നത് ഇവന്റെ ഹൈഡ്രജന്റെ മോൾസ് എന്ന് പറയുന്ന 2 ആണ്. നൈട്രജന്റെ എന്ന് പറയുന്ന 1/4 ആണ്. അപ്പൊ മോൾസിന്റെ റേഷ്യോ എടുത്താൽ അപ്പൊ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ എന്ന് പറയുന്നത് അപ്പൊ കൈനറ്റിക് എനർജി 1/കൈനറ്റിക് എനർജി 2 എന്ന് പറയുന്നത് N1 / N2 ആയിരിക്കും. കാര്യം ബാക്കിയെല്ലാം എന്തായിട്ട് നിൽക്കുന്ന ആളാണ്? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. ആണേ? അപ്പൊ കൈനറ്റിക് എനർജി 1/കൈനറ്റിക് എനർജി 2 എന്ന് പറയുന്നത് N1/N2 എന്നാണ്. അപ്പൊ N1 എന്ന് പറയുന്ന 2 ആണ്, N2 എന്ന് പറയുന്ന 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്ന് പറയുന്ന 8:1 ആണ് വരേണ്ടത്. ആണോ? അപ്പൊ വേണമെങ്കിൽ മോളിക്യൂൾ എടുത്ത് ചെയ്ത് നോക്കിയാൽ 1:1 എന്ന് വരും. പക്ഷെ ഇവര് അങ്ങനെയല്ല ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. മോളിക്യൂൾസ് എടുത്ത് ചെയ്ത് നോക്കിയാൽ ഒരു മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജി 3/2 kBt വെച്ച് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 1:1 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. 4 gram ഓഫ് ഹൈഡ്രജന്റെ കൈനറ്റിക് എനർജിയും 7 gram ഓഫ് നൈട്രജന്റെ കൈനറ്റിക് എനർജിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു സിംഗിൾ മോളിക്യൂളിന്റെ അല്ല ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എടുക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് എത്രയാണെന്ന് വരും മക്കളെ? ആൻസർ എന്ന് പറയുന്നത് 8:1 എന്നാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ എ പ്ലാനറ്റ് വിത്ത് റേഡിയസ് ക്യാപിറ്റൽ ആണ്. അപ്പൊ ഒരു പ്ലാനറ്റ് ഉണ്ട്, പ്ലാനറ്റിന്റെ റേഡിയസ് എന്ന് പറയുന്ന ക്യാപിറ്റൽ ആർ ആണ്. അവന്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന G ആണ്. വിൽ ഹാവ് അറ്റ്മോസ്ഫിയർ ഇഫ് RMS സ്പീഡ് ഓഫ് എയർ മോളിക്യൂൾ ഈസ് ലെസ് ദാൻ. പറയല്ലേ, അപ്പം എയർ മോളിക്യൂൾസിന്റെ RMS സ്പീഡ് ഓഫ് എയർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് RMS സ്പീഡ് ഓഫ് എയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എസ്കേപ്പ് സ്പീഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്രേറ്റർ ദാൻ എസ്കേപ്പ് സ്പീഡ് ആണെങ്കിൽ അവന്മാർ ഒരിക്കലും അവിടെ തങ്ങി നിൽക്കത്തില്ല, അവന്മാർ എസ്കേപ്പ് ആയി പോകും. അപ്പൊ അവിടെ ഒരിക്കലും എന്ത് കാണത്തില്ല മക്കളെ? അറ്റ്മോസ്ഫിയർ കാണത്തില്ല. ആണോ? അപ്പൊ അവിടെ ഒരിക്കലും എന്ത് കാണത്തില്ല മക്കളെ? അറ്റ്മോസ്ഫിയർ കാണത്തില്ല. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് RMS സ്പീഡ് ഓഫ് എയർ മോളിക്യൂൾ എന്ന് പറയുന്നത്? V എന്ന് പറയുന്ന മറ്റൊന്നുമല്ല, എസ്കേപ്പ് സ്പീഡിനെ ഞാൻ ഡിനോട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ RMS സ്പീഡ് ഓഫ് എയർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എസ്കേപ്പ് സ്പീഡ് ആണെങ്കിൽ, എസ്കേപ്പ് സ്പീഡിനേക്കാൾ കൂടുതലാണെങ്കിൽ അവന്മാർ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകും, അവന്മാർ ആ പ്ലാനറ്റിൽ നിന്ന് എസ്കേപ്പ് ആയി പോകും. അപ്പൊ അവിടെ അറ്റ്മോസ്ഫിയർ കാണത്തില്ല. സോ there is no atmosphere. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? They should have atmosphere എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അറ്റ്മോസ്ഫിയർ വേണമെങ്കിൽ എന്താ മക്കളെ കണ്ടീഷൻ? അപ്പൊ അറ്റ്മോസ്ഫിയർ വേണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് RMS സ്പീഡ്
സ്പീഡ് ഓഫ് എയർ മോളിക്യൂൾ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ആയിരിക്കണം. ലെസ് ദാൻ വി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. ഓക്കെ, അപ്പൊ RMS സ്പീഡ് ഓഫ് എയർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ലെസ് ദാൻ വി ആയിരിക്കണം. ലെസ് ദാൻ വി ആയിരിക്കണം. ഓക്കെ ആണ്. അപ്പൊ വിയുടെ ഫോർമുല എന്താണ്? അപ്പൊ വിയുടെ ഫോർമുല എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, ലെസ് ദാൻ വി ആയിരിക്കണം. ഓക്കെ, അപ്പൊ വിയുടെ ഫോർമുല എന്ന് പറയുന്നത് √2GR ആണ് അല്ലേ? എസ്കേപ്പ് സ്പീഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് √2GR ആണ്. മക്കളെ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് √2 into √GR എന്ന് എഴുതി കൂടെ മക്കളെ? അല്ലേ? √2GR can be written as what? √2 into √GR. അപ്പൊ √2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.414 ആണ്. അപ്പൊ 1.414 into √GR എന്ന് പറയുന്നത്. ഓക്കെ, പറോക്കളെ അപ്പൊ അറ്റ്മോസ്ഫിയർ കാണണമെങ്കിൽ RMS സ്പീഡ് ഓഫ് എയർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലെസ് ദാൻ എസ്കേപ്പ് സ്പീഡ് ആയിരിക്കണം. അപ്പൊ RMS സ്പീഡ് ഓഫ് എയർ എന്ന് പറയുന്നത് ലെസ് ദാൻ എസ്കേപ്പ് സ്പീഡ് ആയിരിക്കണം. അപ്പൊ ലെസ് ദാൻ √2GR ആയിരിക്കണം. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് √2 into √GR ആണ്. അപ്പൊ √2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.414 ആണ്. അപ്പൊ 1.414 √GR-നേക്കാൾ കുറവായിരിക്കണം ആരെന്ന് പറയുന്ന മക്കളെ? എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 33rd ക്വസ്റ്റ്യൻ ആണ്. If the ratio of acceleration due to gravity on the surface of earth to that on the surface of the moon എന്ന് പറയുന്നത് 6:1 ആണ്. പറോക്കളെ അപ്പൊ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്തും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് മൂണിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് എത്ര മക്കളെ? 6:1 ആണ്. ഓക്കെ, അപ്പൊ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്തിന്റെയും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് മൂണിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 6:1 ആണ്. Then the ratio of time period of simple pendulum on their surface ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ മക്കളെ? ടൈം പീരീഡ് ഓൺ എർത്തിന്റെയും ടൈം പീരീഡ് ഓൺ മൂണിന്റെയും റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? അപ്പൊ ടൈം പീരീഡ് ഓൺ എർത്തിന്റെയും ടൈം പീരീഡ് ഓൺ മൂണിന്റെയും എന്താ ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ആണേ? അപ്പൊ ടൈം പീരീഡ് ഓൺ എർത്ത് എന്ന് പറയുന്നത് എന്താ മക്കളെ? 2π√L/G ആണ്. ആണോ? 2π√L/G ആണ്. അപ്പൊ G എന്ന് പറയുന്നത് എവിടത്തെ വരും? എർത്തിന്റെ വരും. ആണോ? ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ഓഫ് മൂൺ എന്ന് പറയുന്ന ടൈം പീരീഡ് ഇൻ മൂൺ എന്ന് പറയുന്നത് എത്ര മക്കളെ? 2π into √L/G of മൂൺ എന്ന് പറയുന്നു. ആണേ? ആരൊക്കെ ക്യാൻസൽ ആയി പോവും? വിട്ട് 2π വെട്ടിപ്പോയി അല്ലേ? എല്ലും വെട്ടിപ്പോയി അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു √G മൂൺ ബൈ എന്തെന്ന് വരും മക്കളെ? G എർത്ത് എന്ന് പറയുന്നത്. അപ്പൊ √G മൂൺ ബൈ G എർത്ത് എന്ന് പറയുന്നത് which implies that മക്കളെ G എർത്ത് ബൈ G മൂൺ എന്ന് പറയുന്ന 6/1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ G മൂൺ ബൈ G എർത്ത് എന്ന് പറയുന്ന എത്ര മക്കളെ? 1/6 എന്നാണ്. സോ ദ ആൻസർ വിൽ ബി 1:√6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 1:√6 എന്ന് വരും. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ ആൻസർ എന്ന് പറയുന്നത് 1:√6 എന്നാണ് വരുന്നത്. അപ്പൊ കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കും. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ ഒരു വേവിന്റെ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് വി നീഡ് ടു ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് propagating on a stretched string represented by equation. അപ്പൊ ഒരു വേവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ വേവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to 0.5 into sin into π/2 into t plus π/3 into x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ മക്കളെ? ഇപ്പൊ ഇതാണ് ആരുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? വേവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മക്കളെ അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ വേവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വേവിന്റെ വെലോസിറ്റി എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണേ? ക്ലിയർ ആണേ? അപ്പൊ നമുക്കറിയാം ഒരു വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ω/k ആണ്. പറോക്കളെ എന്താണ് വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്? വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ω/k ആണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും ആരാണ് ഒമേഗ? ടിയുടെ കോഫിഷ്യന്റ് ആണ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പൊ ടിയുടെ കോഫിഷ്യന്റ് ആണ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പൊ ടിയുടെ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് π/2 ആണ്. ആണോ? അതേ കണക്ക് കെയുടെ കോഫിഷ്യന്റ് ആണ് എക്സിന്റെ കോഫിഷ്യന്റ് ആണ് കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടിയുടെ കോഫിഷ്യന്റ് ആണ് ഒമേഗ എന്ന് പറയുന്നത്, എക്സിന്റെ കോഫിഷ്യന്റ് ആണ് കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒമേഗ എന്ന് പറയുന്ന π/2 ആണ്, കെ എന്ന് പറയുന്ന π/3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 3/2 എന്ന് പറയുന്നവരും. അപ്പൊ 3/2 എന്ന് വന്നാൽ 1.5 എന്ന് പറയുന്നവരും. അപ്പൊ വെലോസിറ്റി ഓഫ് ദ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് 1.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ വെലോസിറ്റി ഓഫ് ദ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് 1.5 എന്ന് പറയുന്നത് കിട്ടും. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. കാര്യം ഒരു വേവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to a sin ω t plus kx എന്നാണ്. ടിയുടെ കോഫിഷ്യന്റ് ആണ് ഒമേഗ.
എക്സിന്റെ കോഫിഷ്യന്റ് ആണ് കെ. വെലോസിറ്റി ഓഫ് ദ വേവ് എന്ന് പറയുന്ന ഒമേഗ ബൈ കെ ആണ്. അപ്പൊ ഇവിടെ പാർട്ടിക്കിൾ വെലോസിറ്റി അല്ല ചോദിച്ചിരിക്കുന്നത്, വേവ് വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. വേവ് വെലോസിറ്റിക്ക് പല ഫോർമുലാസ് ഉണ്ട്. ലാംഡ ബൈ ടി എന്ന് പറയുന്ന ഫോർമുലയുണ്ട്, ഒമേഗ ബൈ കെ എന്ന് പറയുന്ന ഫോർമുലയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒമേഗ ബൈ കെ ആണ്. പറോക്കളെ അപ്പൊ ടിയുടെ കൂടെയുള്ള ആളാണ് ഒമേഗ, എക്സിന്റെ കൂടെയുള്ള ആളാണ് കെ എന്ന് പറയുന്നത്. അപ്പൊ പൈ ബൈ 2 ബൈ പൈ ബൈ 3 എന്ന് പറയുന്ന വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ആണ്. അപ്പൊ ആൻസർ ഏത് വരും മക്കളെ? ആൻസർ ഓപ്ഷൻ ഇ വരും. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m executing linear simple harmonic motion with angular velocity omega and amplitude a is. അപ്പോൾ ഒരെണ്ണത്തിന്റെ കൈനറ്റിക് എനർജി ആണ് തന്നിരിക്കുന്നത് അല്ലേ? പറോക്കളെ അപ്പൊ എന്താണ് മക്കളെ തന്നിരിക്കുന്നത്? കൈനറ്റിക് എനർജി ആണ് തന്നിരിക്കുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രന്ന് തന്നിട്ടുണ്ട്? 1/4 ma² ഒമേഗ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഡാഷ് ഫ്രം ദ മെയിൻ പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ അവന്റെ മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പൊ അവന്റെ മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അവന്റെ ഏതോ ഒരു പൊസിഷനിലെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1/4 ma² ഒമേഗ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പറോക്കളെ അപ്പൊ നിങ്ങൾ കൈനറ്റിക് എനർജി പഠിച്ചിട്ടുണ്ടായിരിക്കും. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇൻറ്റു, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് കേട്ടോ. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ് മക്കളെ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണോ? That's equal to, that is given as what? That is given as 1/4 into m a square omega square. ഓക്കെ, ആരൊക്കെ ക്യാൻസൽ ആയി പോകും? അപ്പൊ ആരൊക്കെ ക്യാൻസൽ ആയി പോകും എന്ന് ചോദിച്ചാൽ ഒമേഗ സ്ക്വയറും ക്യാൻസൽ ആയി പോകും, എമ്മും ക്യാൻസൽ ആയി പോകും. ദാ ഒരു 2ഉം 4ഉം വെട്ടിയാൽ ഇവിടെ എത്ര വരും മക്കളെ? 2 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണ്. അപ്പൊ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന എ സ്ക്വയർ ബൈ 2 ആണ്. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. ആണേ, അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എ ബൈ റൂട്ട് 2 എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ബൈ റൂട്ട് 2 ആണ്. ഓക്കെ, അപ്പൊ മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ബൈ റൂട്ട് 2 ആണ്. കാര്യം പിടികിട്ടിയല്ലോ. അപ്പൊ മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ബൈ റൂട്ട് 2 ആണ്. കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കും. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ when two sound waves of slightly different frequencies f1 and f2. മക്കളെ ഇപ്പൊ രണ്ട് സൗണ്ട് വേവ്സ് ഉണ്ട്, slightly different frequency f1 and f2 ആണ്, are sounded together, then time interval between successive maxima ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്താ മക്കളെ? രണ്ട് മാക്സിമയ്ക്കിടയ്ക്കുള്ള ടൈം ഇന്റർവൽ ആണ് ചോദിച്ചിരിക്കുന്നത് ആണോ? അപ്പൊ നിങ്ങൾ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചു കാണുമല്ലോ. ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചു കാണും. ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ മക്കളെ? f1 മൈനസ് f2 എന്നായിരിക്കും ആണോ? അപ്പൊ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ആരാണ്? ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്ന f1 മൈനസ് f2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്ന എന്താ മക്കളെ? 1/f1 മൈനസ് f2 ആയിരിക്കും. അതാണ് 2 സക്സസീവ് മാക്സിമയ്ക്കിടയ്ക്കുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് ആണോ? അപ്പം 2 സക്സസീവ് മാക്സിമയ്ക്കിടയ്ക്കുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താ മക്കളെ? 1/, ബീറ്റ് ഫ്രീക്വൻസി ആണ് കേട്ടോ. 1/, ബീറ്റ് ഫ്രീക്വൻസി ആണേ. കാര്യം പിടികിട്ടിയേ? അപ്പൊ അത് ആരാ മക്കളെ? 1/, ബീറ്റ് ഫ്രീക്വൻസി ആണ്. അപ്പൊ രണ്ട് സക്സസീവ് മാക്സിമയ്ക്കിടയ്ക്കുള്ള ടൈം ഇന്റർവൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് സക്സസീവ് മാക്സിമയ്ക്കിടയ്ക്കുള്ള ടൈം ഇന്റർവൽ എന്ന് പറയുന്നത് ബീറ്റ് ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആണ്. സോ ഇറ്റ് ഈസ് വാട്ട്? ഇറ്റ് ഈസ് 1/f1 മൈനസ് f2 ആണ്. So it is 1/f1 minus f2 ആണ്. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇപ്പൊ ഇത് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാര്യം എന്താണ്? r⁻² എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സേ ലൈനിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇക്വറ്റോറിയൽ ലൈനിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇനി ജേണൽ പോയിന്റിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം ഡൈപോളിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഡൈപോളിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആർക്കാ മക്കളെ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്? r⁻² ആയിരിക്കും. ഓക്കെ, r⁻² ആയിരിക്കും. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an air capacitor and identical capacitor filled with a dielectric medium of dielectric constant Kr connected in series to a voltage source of 12 volt. മക്കളെ ഇപ്പൊ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ കപ്പാസിറ്റർ ഉണ്ട്, രണ്ട് കപ്പാസിറ്റർ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുക മക്കളെ? ആൻഡ് എയർ കപ്പാസിറ്റർ. അപ്പൊ
അപ്പൊ അതായത് എയർ ഫിൽഡ് ആയിട്ടുള്ള കപ്പാസിറ്റർ ആണ്. ഇവിടെയുള്ളതെന്ന് പറയുന്ന ആരാ മക്കളെ? ഫിൽഡ് വിത്ത് ഡയലക്ട്രിക് ഓഫ് മീഡിയം കോൺസ്റ്റന്റ് 5. അപ്പൊ ഇവിടെ ഒരു ഡയലക്ട്രിക് ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് 5 ആണേ. അപ്പം ഇവിടെ എന്ന് പറയുന്ന എയർ ആണുള്ളത് മക്കളെ. അപ്പൊ ഇവിടെ മറ്റാരുമല്ല ഉള്ളത്, ഇവിടെ എന്ന് പറയുന്ന എയർ ആണുള്ളത്. ദെൻ ഇവിടെ എന്ന് പറയുന്ന ആരാ മക്കളെ? ഒരു ഡയലക്ട്രിക് ഫിൽ ചെയ്തിരിക്കുവാണ്. ആ ഡയലക്ട്രിക്കിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 5 are connected in series to a voltage source of 12 volt. ഓക്കെ, അപ്പൊ ഇത് എവിടേക്കാണ് മക്കളെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു 12 വോൾട്ട് വോൾട്ടേജ് സോഴ്സിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആണോ? ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ അക്രോസ് C1 ആൻഡ് C2 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് C1 ആൻഡ് C2 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് C1 ആണ്, ഇത് C2 ആണ്. അപ്പൊ C1 ഉം C2 നും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യുന്നു ഇവന്റെ കപ്പാസിറ്റൻസ് C ആണെന്ന് അസ്യൂം ചെയ്യും ആണേ. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യുന്നു ഇവന്റെ കപ്പാസിറ്റൻസ് C ആണെന്ന് അസ്യൂം ചെയ്യുന്നു മക്കളെ. അങ്ങനെയാണെങ്കിൽ ഇവന്റെ കപ്പാസിറ്റൻസ് എത്ര ആയിരിക്കും? 5C ആയിരിക്കും. കാര്യം രണ്ടും ഐഡന്റിക്കൽ ആണ്, ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഫിൽ ചെയ്തിരിക്കുന്നത് എയർ ആണ്, ഇവിടെ ഫിൽ ചെയ്തിരിക്കുന്ന ഒരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്കറിയാം എയർ ഫിൽഡ് കപ്പാസിറ്റർ ആണെങ്കിൽ കപ്പാസിറ്റൻസിന്റെ ഫോർമുല ε0 A/d ആണ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ. അപ്പൊ ഡയലക്ട്രിക് ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് K into ε0 A/d ആണ്. അപ്പൊ ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ε0 A/d ആണ്. ഇവിടെ എന്ന് പറയുന്ന K into ε0 A/d ആണ്. കെയുടെ വാല്യൂ 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവന്റെ കപ്പാസിറ്റൻസ് C ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവന്റെ കപ്പാസിറ്റൻസ് 5C ആയിരിക്കും ആണ്. ഓക്കെ, ഇനി ഞാൻ അസ്യൂം ചെയ്യുന്നു ഇതിനെ ക്രോസ് ഉള്ള ചാർജ് എന്ന് പറയുന്നത് Q ആണ് ആണേ. അപ്പൊ ഇതിനെ ക്രോസ് ഉള്ള ചാർജും എത്ര തന്നെയാണ് മക്കളെ? Q തന്നെയാണ്. കാര്യം എന്താണ്? വോൾട്ടേജ് സെയിം ആണ്, സോറി സീരീസ് കണക്ഷൻ ആണ്, ചാർജ് സെയിം ആണ്. സീരീസ് കണക്ഷൻ ആണ്, ചാർജ് സെയിം ആണ്. ഇനി ഞാൻ അസ്യൂം ചെയ്യുന്നു ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് V1 ആണ് ആണോ. അപ്പൊ ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് V2 ആണ്. അപ്പൊ നമുക്ക് V1 ഉം V2 ഉം ആണ് കണ്ടുപിടിക്കേണ്ടത് ആണോ. അപ്പൊ V1 ഉം V2 ഉം ആണ് കണ്ടുപിടിക്കേണ്ടത് ആണേ. അപ്പൊ V1 എന്ന് പറയുന്ന എന്തെന്ന് വരും മക്കളെ? V1 എന്ന് പറയുന്നത് Q/C എന്ന് പറയുന്ന വരും. ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. V2 എന്ന് പറയുന്നത് എത്ര എന്ന് വരും? Q/5C എന്ന് വരും. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ V2 എന്ന് പറയുന്നത് Q/C എന്ന് പറയുന്ന V1 ആണ്. അപ്പൊ V2 എന്ന് പറയുന്നത് V1/5 എന്ന് വരും. ഓക്കെ ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പൊ V1 നെയും V2 നെയും കൂടെ ആഡ് ചെയ്താൽ എത്ര ആണ് കിട്ടുന്നത്? 12 ആണ് കിട്ടുന്നത്. അപ്പൊ V1 നെയും V2 നെയും കൂടെ ആഡ് ചെയ്താൽ എത്ര മക്കളെ കിട്ടുന്നത്? 12 ആണ് കിട്ടുന്നത്. അപ്പൊ V1 പ്ലസ് V2 ന് എന്തെന്ന് കൊടുക്കാം? V1/5 എന്ന് പറയുന്നത് കൊടുക്കാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 1, ദാറ്റ്സ് ഈക്വൽ ടു 12. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്ന 6V1/5 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 12. ഓക്കെ, അപ്പൊ 6 ഉം 12 ഉം വെട്ടിയാൽ 2 എന്ന് പറയുന്ന വരും. അപ്പൊ V1 എന്ന് പറയുന്ന 10 എന്ന് പറയുന്ന കിട്ടും ആണോ. അപ്പൊ V1 എത്ര ആയിരിക്കും മക്കളെ? അപ്പൊ V1 എന്ന് പറയുന്ന 10 ആണ്. അപ്പൊ V2 എന്ന് പറയുന്ന 2 ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്ന 10 വോൾട്ട് ആണ്. ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്ന 2 വോൾട്ട് ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്ന 10 വോൾട്ട് ആൻഡ് 2 വോൾട്ട് ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്ന ആരാണ്? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 10 വോൾട്ട് ആൻഡ് 2 വോൾട്ട് ആണ്. കാര്യം പിടി കിട്ടിയല്ലോ. ഓക്കെ ആന്ന് വിചാരിക്കും മക്കളെ. അടുത്ത നമ്മുടെ 39th ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 39th ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 protons at a distance r apart to that between electrons at the same distance of separation ആണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ. റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 protons. മക്കളെ ഇപ്പൊ 2 protons ഉണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു പ്രോട്ടോൺ ആണ്, ഇതെന്ന് പറയുന്ന മറ്റേ പ്രോട്ടോൺ ആണ്. അപ്പൊ ഇതൊരു പ്രോട്ടോൺ, അപ്പൊ ഇത് ഫസ്റ്റ് പ്രോട്ടോൺ ആണ്. ഇത് മറ്റേ പ്രോട്ടോൺ, ഇത് സെക്കൻഡ് പ്രോട്ടോൺ ആണ്. അപ്പൊ ഇവന്മാരെ r ഡിസ്റ്റൻസ് അകലെ വെച്ചിരിക്കുവാണ്, r ഡിസ്റ്റൻസ് അകലെ വെച്ചിരിക്കുവാണ്. ഇനി എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? അടുത്ത കേസിൽ 2 ഇലക്ട്രോൺസിനെയാണ് അവരെടുത്തിരിക്കുന്നത് ആണേ. അപ്പൊ അടുത്ത കേസിൽ 2 ഇലക്ട്രോൺസിനെയാണ് അവരെടുത്തിരിക്കുന്നത്. 2 ഇലക്ട്രോൺസിനെ സെയിം ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്നതും ആര് തന്നെയാണ് മക്കളെ? അപ്പൊ ഇവിടെ ഇരിക്കുന്നതും ഇലക്ട്രോൺ തന്നെയാണ്. സിമിലർലി ഇവിടെ ഇരിക്കുന്നതും ആര് തന്നെയാണ്? ഇലക്ട്രോൺ തന്നെയാണ്. സോ their separation is 1, their separation is still on. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 കേസിലെയും ഫോഴ്സിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഫോഴ്സിന്റെ അല്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് ആണോ. അപ്പൊ ഏത് ഫോഴ്സിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മറ്റു ഫോഴ്സിന്റെ കാര്യമല്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. പറയട്ടെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് സെയിം ആയിരിക്കത്തില്ലേ? കാര്യം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. നമുക്കറിയാം പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്ന E ആണ്, മാഗ്നിറ്റ്യൂഡ്. സൈൻ എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, മാഗ്നിറ്റ്യൂഡ് E ആണ്. ഇവിടുത്തെ പ്രോട്ടോണിന്റെ മാഗ്നിറ്റ്യൂഡും E ആണ്. ഇലക്ട്രോണിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും E ആണ്. ഇവിടെ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് E തന്നെയാണ് ആണേ.
കാര്യം പിടികിട്ടിയേ? അപ്പൊ ഇവിടെ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്ന ചാർജസും എന്താ മക്കളെ സെയിം ആണ്. ആണോ? അതായത് ഈ ചാർജും ഈ വെച്ചിട്ടാണ്, ഈ ചാർജും ഈ വെച്ചിട്ടാണ്. ഈ ഡിസ്റ്റൻസ് ആണ്, ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ചാർജുകളും സെയിം ആണ്, ഡിസ്റ്റൻസും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസിലെയും ഫോഴ്സും എന്തായിരിക്കും മക്കളെ? സെയിം തന്നെ ആയിരിക്കും. ആണോ? അപ്പൊ രണ്ട് കേസിലെയും ഫോഴ്സും എന്ത് തന്നെ ആയിരിക്കും മക്കളെ? സെയിം തന്നെ ആയിരിക്കും. ഇനി ഫോഴ്സിന്റെ നേച്ചർ നോക്കുവാണെങ്കിൽ അതും സെയിം ആയിരിക്കും. രണ്ട് റിപ്പൾസീവ് ആണ്. കാര്യം പ്രോട്ടോൺ പരസ്പരം റിപ്പൽ ചെയ്യും, ഇലക്ട്രോണും പരസ്പരം റിപ്പൽ ചെയ്യാറുണ്ട്. അപ്പൊ ഫോഴ്സിന്റെ കേസ് നോക്കുവാണെങ്കിൽ ഫോഴ്സും എന്ത് തന്നെയാണ് മക്കളെ? റിപ്പൾസീവ് തന്നെയാണ്. അപ്പൊ ഫോഴ്സും എന്ത് തന്നെയാണ്? ഫോഴ്സും റിപ്പൾസീവ് തന്നെയാണ്. അപ്പൊ രണ്ടിന്റെ നേച്ചർ സെയിം ആണ്. നമുക്ക് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അവന്മാരുടെ റേഷ്യോ എടുത്താൽ എത്രയാണ് മക്കളെ കിട്ടുന്നത്? അപ്പൊ F1/F2 ന്റെ റേഷ്യോ എടുത്താൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 1/1 എന്നാണ്. അഥവാ ആൻസർ എന്ന് പറയുന്നത് 1:1 ആയിരിക്കും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എത്ര മക്കളെ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 1:1 ആയിരിക്കും. കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മക്കളെ നമ്മുടെ 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, when two charges are kept in air medium at a certain distance d, the force between them is F. മക്കളെ ഇപ്പൊ രണ്ട് ചാർജ് ഉണ്ടെന്ന് വെച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യുന്നു ഫസ്റ്റ് ചാർജ് Q1 ആണ്, സെക്കൻഡ് ചാർജ് എന്ന് പറയുന്ന Q2 ആണ്. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. രണ്ടുപേർക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന എത്ര മക്കളെ? D ആണ്. രണ്ടുപേർക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന D ആണ്. ഇനി അവിടെ എന്ത് ഫിൽ ചെയ്ത് വെച്ചിരിക്കുവാണ്? എയർ ആണ് ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ആണ്. ഇനി എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇവിടത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് മക്കളെ ഈ കേസിലെ ഫോഴ്സ് എന്ന് പറയുന്നത് F ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? when they are kept in a dielectric medium at the same distance of separation. അപ്പൊ ഈ കേസിലാ, അതായത് അവന്മാരെ എടുത്തുകൊണ്ട് പോയി, അതായത് ഞാൻ Q1നെയും എടുത്തു, Q2നെയും എടുത്തുകൊണ്ട് പോയി, ഇവന്മാരെ ഒരു ഡയലക്ട്രിക് മീഡിയത്തിലാണ് വെച്ചത്, അപ്പോഴും ഡിസ്റ്റൻസ് D തന്നെയാണ്. അപ്പൊ ഇവന്മാരെ ഒരു ഡയലക്ട്രിക് മീഡിയത്തിലാണ് വെച്ചത്, അപ്പോഴും ഡിസ്റ്റൻസ് D തന്നെയാണ്. ആണോ? അപ്പോഴും നമുക്ക് കാണാൻ പറ്റി ഇവിടത്തെ ഫോഴ്സ് എത്ര ആയിട്ട് മാറി മക്കളെ? അപ്പൊ ഇവിടത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് F/2 ആയിട്ട് മാറി. അപ്പൊ ഇവിടത്തെ ഫോഴ്സ് എന്ന് പറയുന്ന F/2 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ മീഡിയം ആണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? അപ്പൊ ഇവന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്ക് K എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പൊ നമുക്ക് K യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പറോക്കളെ അപ്പൊ ഫോഴ്സിന്റെ ഫോർമുല എന്താണ്? അപ്പൊ എയറിൽ വെക്കുമ്പോഴുള്ള ഫോഴ്സ് ആണ് F എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, F എന്ന് പറയുന്നത് 1/4πε0 Q1 Q2/d എന്നാണ്. സോറി, d² എന്നാണ്. പ്രശ്നമില്ലല്ലോ. ഓക്കെ, അടുത്ത കേസിൽ ഫോഴ്സ് എന്ന് പറയുന്ന എത്രന്ന് വരും മക്കളെ? F/2 എന്ന് പറയുന്ന വരും. അപ്പൊ അടുത്ത കേസിൽ ഫോഴ്സ് എന്ന് പറയുന്ന F/2 എന്ന് പറയുന്ന വരും. അപ്പൊ 1/4π, അപ്പൊ അവിടെ എന്താ? എപ്സിലോൺ ഓഫ് മീഡിയം വരണം. അപ്പൊ അതിന് എന്തെന്ന് കൊടുക്കേണ്ടി വരും? K∈0 എന്ന് കൊടുക്കേണ്ടി വരും. ആണോ മക്കളെ? അപ്പൊ അവിടെ വരുന്നതെന്ന് പറയുന്ന എപ്സിലോൺ ഓഫ് മീഡിയം ആണ്, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇൻടു എന്തെന്ന് വരും മക്കളെ? Q1 Q2/r² എന്ന് പറയുന്ന വരും. ആണേ, കാര്യം പിടികിട്ടിയേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ F/2 എന്ന് പറയുന്നത് പറോക്കളെ. അപ്പൊ ഇതാ നോക്കേ, ഇത് 1/4πε0 Q1 Q2/d എന്ന് R എന്ന് പറയുന്ന D തന്നെയാണ് അല്ലേ മക്കളെ? അപ്പൊ R എന്ന് പറയുന്ന D തന്നെയാണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന D തന്നെയാണ്. അപ്പൊ 1/4πε0 Q1 Q2/d² എന്ന് പറയുന്ന ആര് തന്നെയാണ്? F തന്നെയാണ്. അപ്പൊ ഇതെന്ന് പറയുന്ന F/K എന്നാണ് വരുന്നത്. ആണോ? കാര്യം 1/4πε0 Q1 Q2/d² എന്ന് പറയുന്ന ആര് തന്നെയാ മക്കളെ? F തന്നെയാണ്. അപ്പൊ അത് F/K എന്നാണ് വരുന്നത്. വിച്ച് മീൻസ് ദാറ്റ് K = 2 എന്ന് വരും. ഓക്കെ, അപ്പൊ എന്താ മക്കളെ K യുടെ വാല്യൂ എന്ന് പറയുന്നത്? K യുടെ വാല്യൂ എന്ന് പറയുന്നത് 2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the magnitude of drift velocity per unit electric field is defined as. അപ്പൊ ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ആ റേഷ്യോ ഒക്കെ പഠിപ്പിക്കുന്നതാണ്. എന്താണ് മക്കളെ? മൊബിലിറ്റി ആണ്. ആണോ? അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഡെഫിനിഷൻ പഠിക്കുന്ന സാധനങ്ങളാണ്. ആണോ? അപ്പൊ അതാരാണ്? മൊബിലിറ്റി ആണ്. അപ്പൊ 41ന്റെ ആൻസർ എന്ന് പറയുന്നത് A എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a Wheatstone network is balanced with the respective resistors 5 ohm, 10 ohm, 20 ohm and 40 ohm in the PQRS arms. Okay, അപ്പൊ ഇവിടെ PQRS arm ഏതെന്ന് പറയുന്ന സംശയം വരും. അപ്പൊ ഇതാണ് P എന്ന് പറയുന്ന ആം,
ഞാൻ അസ്യൂം ചെയ്യുന്നു ഇതാണ് Q, ഇതാണ് R, ഇതാണ് S എന്ന് പറയും. ആണോ? PQRS. ഇപ്പൊ പിന്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5 ohm, 10 ohm, 20 ohm ആൻഡ് 40 ohm എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്ന 5 ohm ആണ്, അപ്പൊ ഇതെന്ന് പറയുന്ന 10 ohm ആണ്. പ്രശ്നമൊന്നുമില്ലല്ലോ. 5 ohm 10 ohm, പിന്നെ ആരുണ്ട്? 20 ohm 40 ohm ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് 20 ohm ആണ്, ദെൻ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് 40 ohm ആണ്. ഇനി അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ഈ 40 ohm റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് എസ് ആം. അപ്പൊ എസ് ആമിന് അക്രോസ്, അപ്പൊ എസ് ആമിന് അക്രോസ് ആയിട്ട് അവർ എന്ത് കൊടുത്തു മക്കളെ? ഒരു 40 ohm കൂടെ കണക്ട് ചെയ്തു. അപ്പൊ എസ് ആമിന് അക്രോസ് ആയിട്ട് അവരാരെ കൂടെ കണക്ട് ചെയ്തു മക്കളെ? ഒരു 40 ohmനെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എസിൽ നേരത്തെ 40 മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഇപ്പം അതിന് അക്രോസ് ആയിട്ട് എത്രയും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്? 40 ohm കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. Then the bridge is again balanced by connecting. അപ്പൊ ബ്രിഡ്ജ് എപ്പോഴാണ് വീണ്ടും ബാലൻസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബ്രിഡ്ജ് എപ്പോഴാണ് വീണ്ടും ബാലൻസ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ ബ്രിഡ്ജ് വീണ്ടും ബാലൻസ് ആകുമെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബ്രിഡ്ജിന്റെ കറന്റ് സിറ്റുവേഷൻ നോക്കാം. അപ്പൊ അപ്പം ഇവിടെ എത്രയുണ്ട് മക്കളെ? ഇവിടെ എന്ന് പറയുന്ന 5 ohm ആണ് അല്ലേ? അപ്പൊ ഇവിടെ എന്ന് പറയുന്ന ഇപ്പൊ ഇരിക്കുന്നതെന്ന് പറയുന്നത്, ഇവിടെ ഇപ്പൊ ഇരിക്കുന്നതെന്ന് പറയുന്ന 10 ohm ആണ്. ഇവിടെ ഇപ്പൊ ഇരിക്കുന്നതെന്ന് പറയുന്നത് 20 ohm ആണ്. ആണോ? അപ്പൊ ഇവിടെ ഇപ്പൊ ഇരിക്കുന്നതെന്ന് പറയുന്ന 20 ohm ആണ്. അപ്പൊ 14 പാരലൽ ആണ്. 14 പാരലൽ ആണ്. അപ്പൊ 14 പാരലൽ ആണെങ്കിൽ അതിന്റെ നേരെ പകുതിയല്ലേ കോമ്പിനേഷനിൽ വരുന്നത്. അപ്പൊ ഇത് എത്രയാന്ന് വരും? 20 ohm എന്ന് പറയുന്നത് ആണേ. അപ്പൊ 14 പാരലൽ വന്നാൽ നിങ്ങൾ എഴുതി നോക്കുക എന്താണ്? 1/40 + 1/40 ദാറ്റ് ഈസ് 2/40. അപ്പൊ R equivalent 40/2 ആണ്, 20 വരും. അപ്പൊ ഇവരുടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 വരും. അങ്ങനെയാണെങ്കിൽ ഇവൻ വീണ്ടും ബാലൻസ്ഡ് ആകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ ചോദിച്ചിരിക്കുന്നത്. ആണോ? 10 ohm അക്രോസ് R കൊടുത്താൽ നടക്കുവോ? R എന്ന് പറയുന്നത് ഏതാ മക്കളെ? ഇതാണ്. ഓക്കെ, R എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിന് അക്രോസ് 10 ohm കൊടുത്താൽ നടക്കുവോ? ഇതിന് അക്രോസ് 10 ohm കൊടുത്താൽ ഒന്നും നടക്കത്തില്ല. സർക്യൂട്ട് കുറച്ച് കോംപ്ലിക്കേറ്റ് ആവുന്നേ ഉള്ളൂ. ആണോ? അപ്പൊ ഇതിന് അക്രോസ് 10 ohm കൊടുത്താൽ ഇതിന് ഇക്വലന്റ് ഒരിക്കലും എന്താവാൻ പോകുന്നില്ല മക്കളെ? ബാലൻസ് ആകാൻ പോകുന്നില്ല. ഇനി എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? 10 ohm അക്രോസ് P കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ 10 ohm അക്രോസ് P കൊടുക്കുന്നു. അപ്പൊ അത് ബാലൻസ് ആവുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ P ക്ക് അക്രോസ് നമ്മൾ 10 ohm കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്ര വരും? 10 × 5/10 + 5 എന്ന് വരും. അപ്പൊ 10 × 5 50 ആണ്, 10 + 5 15 ആണ്. അപ്പൊ ഇത് 50/15 ആണ്. അപ്പൊ ഇവിടെ വരുന്നത് 50/15 ആണ്, ഇവിടെ വരുന്ന 10 ആണ്. അപ്പൊ അതേ ഈസ് ഈക്വൽ ടു 20/21 വരും. അപ്പൊ അതൊരിക്കലും നടക്കത്തില്ല. അപ്പൊ എന്തല്ല മക്കളെ? ബാലൻസ്ഡ് അല്ല. മക്കളെ ബാലൻസ്ഡ് ആകണമെങ്കിൽ ഇതേ ബൈ ഇതേ ഈസ് ഈക്വൽ ടു ഇതേ ബൈ ഇതായിരിക്കണം. അപ്പൊ ഇതേ ബൈ ഇതെന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇവന്മാർ രണ്ടുപേരും ഡിവൈഡ് ചെയ്താലും എത്ര കിട്ടണം? 1 കിട്ടണം. ആണോ? ഇവന്മാർ രണ്ടുപേരും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവന്മാരെ ഡിവൈഡ് ചെയ്താലും കിട്ടേണ്ടത് 1 ആണ്. അപ്പം ഇവിടെ 10 വന്നാൽ ഒരിക്കലും അത് പോസിബിൾ അല്ല. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 20 ohm അക്രോസ് ക്യൂന് അക്രോസ് ആയിട്ട് 20 ohm കൊടുത്തിട്ടും കാര്യമൊന്നുമില്ലല്ലോ മക്കളെ. അപ്പൊ ക്യൂന് അക്രോസ് 20 ohm കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാം, സമയം കളയുന്നില്ല. നിങ്ങൾ ക്യൂന് അക്രോസ് ഒരു 10 കൊടുത്ത് നോക്കി. ക്യൂന് അക്രോസ് നിങ്ങൾ ഒരു 10 കൊടുത്ത് നോക്കുക. അപ്പൊ ഇതാണ് ക്യൂ എന്ന് പറയുന്നത്. ക്യൂന് അക്രോസ് ആയിട്ട് നിങ്ങൾ എത്ര കൊടുത്ത് നോക്കുക? ക്യൂന് അക്രോസ് ആയിട്ട് 10 ohm കൊടുത്ത് നോക്കുക. ആണോ? അപ്പൊ ക്യൂന് അക്രോസ് ആയിട്ട് നമ്മൾ എത്ര കൊടുക്കുന്നു മക്കളെ? 10 കൊടുക്കുന്നു. അപ്പൊ നമുക്കറിയാം 10 ഉം 10 ഉം എന്ത് വരും മക്കളെ? പാരലൽ കണക്ഷൻ വരും. ഓക്കെ, 10 ഉം 10 ഉം എന്ത് വരും മക്കളെ? പാരലൽ കണക്ഷൻ വരും. അപ്പൊ 10 ഉം 10 ഉം പാരലൽ കണക്ഷൻ വന്നാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കാര്യം പിടികിട്ടിയല്ലോ. ഇവിടെ എത്ര മക്കളെ? ഇവിടെ 20 ആണ്. ഇവിടെ എത്ര മക്കളെ? ഇവിടെ 20 ആണ്. ഇവിടെ എത്ര മക്കളെ? ഇവിടെ 5 ആണ്. ഓക്കെ, ആ 10 ഉം 10 ഉം എന്ത് വന്നിരിക്കുന്നു? പാരലൽ വന്നിരിക്കുന്നു. അപ്പൊ 10 ഉം 10 ഉം പാരലൽ വന്നാൽ 1/10 + 1/10 ആണ്. അപ്പൊ അത് 2/10 ആണ്. 10/2 ആണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് എത്രാന്ന് വരും മക്കളെ? 5 എന്ന് വരും. ആ 1 ആണ്. 20/21 ആണ്. ബാലൻസ്ഡ് ആയി ആകണമെങ്കിൽ ഇപ്പൊ ബാലൻസ്ഡ് ആകണമെങ്കിൽ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് if one cell is connected wrongly in a series combination of 4 cells, each of EMF 1.5 volt and internal resistance 0.5 ohm, then the equivalent internal resistance of the combination ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് സെല്ല, ഇത് സെക്കൻഡ് സെല്ല, ഇത് തേർഡ് സെല്ല, 1 സെല്ല തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ആണോ? അപ്പൊ EMF ചേഞ്ച് ചെയ്യും. ഇവരുടെ കോമ്പിനേഷൻ എടുത്താൽ EMF ചേഞ്ച് ചെയ്യും. കാര്യം ഈ EMFനെ ക്യാൻസൽ ചെയ്യും. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ EMF എഫക്റ്റീവ് ആയിട്ട് വരത്തുള്ളൂ. പക്ഷേ അവർ ചോദിച്ചിരിക്കുന്നത് EMFന്റെ കാര്യമൊന്നുമല്ല, ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്.
ആണോ? അപ്പൊ അവർ ചോദിച്ചിരിക്കുന്ന ആരുടെ കാര്യമാണ് മക്കളെ? ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് ആണോ? അപ്പൊ ഇവന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര മക്കളെ? 0.5 ആണ്. ഇവന്റെ ഇന്റേണൽ റെസിസ്റ്റൻസും 0.5 ആണ്. ഇവന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിനും 0.5 ആണ്. ഇവന്റെ ഇന്റേണൽ റെസിസ്റ്റൻസും 0.5 ആണ്. മക്കളെ സെല്ല് തിരിച്ച് കണക്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഈ റെസിസ്റ്റൻസും ക്യാൻസൽ ആകാനൊന്നും പോകുന്നില്ല കേട്ടോ മക്കളെ. സെല്ല് തിരിച്ച് കണക്ട് ചെയ്താൽ ഇഎംഎഫും ക്യാൻസൽ ചെയ്ത് പോകും. പക്ഷെ അത് കണക്ക് എന്ത് ക്യാൻസൽ ചെയ്ത് പോകത്തില്ല മക്കളെ? ഇന്റേണൽ റെസിസ്റ്റൻസ് ക്യാൻസൽ ചെയ്ത് പോകത്തില്ല. കാര്യം എന്താണ്? റെസിസ്റ്റർ എന്ന് പറയുന്ന നോൺ പോളാർ ഡിവൈസ് ആണ് ആണോ? അപ്പം ഇത് തിരിച്ചു വന്നെന്ന് കരുതി പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര നോക്കിയാൽ എല്ലാം സീരീസ് കണക്ഷൻ ആണല്ലോ. അപ്പൊ എല്ലാ റെസിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യണം ആണോ? അപ്പൊ എത്ര വരും മക്കളെ? 0.5 പ്ലസ് 0.5 പ്ലസ് 0.5 പ്ലസ് 0.5 എന്ന് പറയുന്നത് 2 ആണ് ആണോ? അപ്പൊ 0.5 പ്ലസ് 0.5 പ്ലസ് 0.5 പ്ലസ് 0.5 എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 2 ആണ്. കാര്യം പിടികിട്ടിയല്ലോ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പൊ എത്രയാണ് മക്കളെ ആൻസർ വരുന്നത്? 0.5 പ്ലസ് 0.5 പ്ലസ് 0.5 പ്ലസ് 0.5. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 2 ആണ് വരുന്നത്. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കാർബൺ റെസിസ്റ്റർ ഈസ് മാർക്ക്ഡ് വിത്ത് ദ റിംഗ്സ് കളേർഡ് ബ്ലൂ, ബ്ലാക്ക്, റെഡ് ആൻഡ് സിൽവർ ഇൻ റെസിസ്റ്റൻസ് എന്നോ. ഇത് ഒരെണ്ണം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും കോഡൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് തൽക്കാലം ഇത്രയും മതി ആണോ? പറോക്കളെ ഇതാരാണ്? ബ്ലാക്ക് 0 1 2 3 4 5 6 ആണോ? അപ്പൊ ഇത് ബ്ലാക്ക് ബ്രൗൺ ആണ് അല്ലേ? ഇതാണ് ബ്ലൂ എന്ന് പറയുന്നത് ആണോ? അപ്പൊ ആദ്യം വന്നിരിക്കുന്ന ആരാ മക്കളെ? ബ്ലൂ ആണ്. അപ്പൊ ബ്ലൂ എന്ന് പറയുന്ന വരുമ്പോൾ 6 ആണ് വരുന്നത്. അടുത്ത വന്നിരിക്കുന്ന ബ്ലാക്ക് ആണ്. അപ്പൊ ബ്ലാക്ക് വരുമ്പോൾ 0 ആണ് വരുന്നത് ആണോ? അടുത്ത വന്നിരിക്കുന്ന റെഡ് ആണ്. അപ്പൊ റെഡ് വരുമ്പോൾ എത്ര വരുന്നത് മക്കളെ? അപ്പൊ റെഡ് വരുമ്പോൾ × 10⁻²2 ആണ്. അപ്പൊ സിൽവർ വരുമ്പോൾ 10% ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 60 × 10⁻² പ്ലസ് ഓർ മൈനസ് 10% എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 60 × 10⁻² പ്ലസ് ഓർ മൈനസ് 10% എന്ന് കിട്ടും. കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കണ്ടക്ടർ ഓഫ് ലെങ്ത് 20 സെന്റിമീറ്റർ. മക്കളെ ഇപ്പൊ ഒരു കണ്ടക്ടർ ഉണ്ട്. കണ്ടക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ അതിനെ മീറ്റർ ആക്കി ഇട്ടോട്ടെ മക്കളെ. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് 20/100 മീറ്റർ ആണ്. ക്യാരിങ് എ കറണ്ട് ഓഫ് 5 ആംപിയർ. അപ്പൊ അവൻ ക്യാരി ചെയ്തിരിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്. ഓക്കെ, അപ്പൊ അവൻ ക്യാരി ചെയ്തിരിക്കുന്ന കറണ്ട് എന്ന് പറയുന്ന 5 ആംപിയർ ആണ്. ഈസ് പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി ടു ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ അവൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് മേക്കുന്ന ആംഗിൾ എന്ന് പറയുന്ന 30 ഡിഗ്രി ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന 0.5 ടെസ്ല എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ കണ്ടക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. പറോക്കളെ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ കണ്ടക്ടർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ കണ്ടക്ടർ എന്ന് പറയുന്നത് ILB sin θ എന്നാണ് അല്ലേ? ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ കണ്ടക്ടർ എന്ന് പറയുന്നത് ILB sin θ എന്നാണ് അല്ലേ? അപ്പൊ I എത്ര മക്കളെ? I 5 ആണ്. L എത്ര മക്കളെ? L 20/100 ആണ്. B എത്രയാണ്? B എന്ന് പറയുന്ന 0.5 ആണ്. sin θ എന്ന് പറയുന്ന ആരാണ്? sin 30 ആണ്. പറോക്കളെ അപ്പൊ sin θ എന്ന് പറയുന്ന ആരാണ്? sin θ എന്ന് പറയുന്ന sin 30 ആണ്. അപ്പൊ sin 30 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറോക്കളെ അപ്പൊ 2 ഉം 10 ഉം വെട്ടിയ എത്രയാന്ന് വരും? 2 ഉം 20 ഉം വെട്ടിയ എത്രയാന്ന് വരും? 10 എന്ന് പറയുന്ന വരും. അപ്പൊ 10 × 0.5 എന്ന് പറയുന്ന 5 ആണ്. അപ്പൊ ഇത് ചെയ്ത് നോക്കിയാൽ 25/100 എന്നാണ് വരുന്നത് ആണോ? അപ്പൊ ആൻസർ 25/100 എന്നാണ് വരുന്നത്. അപ്പൊ 25/100 എന്ന് പറയുന്നത് 0.25 ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 0.25 ന്യൂട്ടൺ ആണ്. അപ്പൊ SI സിസ്റ്റത്തിൽ നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് 0.25 ന്യൂട്ടൺ ആയിരിക്കും. പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എ കറന്റ് ക്യാരിങ് കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഒരു കറന്റ് ക്യാരിങ് കോയിൽ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. എക്സ്പീരിയൻസസ് എ ടോർക്ക് ഇഫ് θ is the angle between normal to the plane of the coil and field B ആണോ? മക്കളെ അപ്പൊ ഇതാണ് കോയിൽ എന്ന് വെച്ചോളുക. അപ്പൊ ഇതാണ് പ്ലെയിൻ ഓഫ് ദ കോയിൽ എന്ന് വെച്ചോളുക. അപ്പൊ അവന്റെ നോർമൽ എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചോളുക. അപ്പൊ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആരെന്ന് പറയുന്ന മക്കളെ? ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആരെന്ന് പറയുന്നത്? θ എന്ന് പറയുന്നത് ആണോ? അപ്പൊ ഇതാണ് ആരെന്ന് പറയുന്ന മക്കളെ? കോയിലിന്റെ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നോർമൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിൾ എന്ന് പറയുന്നത് θ. ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? അപ്പൊ ആംഗിൾ എന്ന് പറയുന്നത് θ. അങ്ങനെയാണെങ്കിൽ അവരെന്താ ചോദിച്ചിരിക്കുന്നത്? ടോയ്സ് മിനിമം ഫോർ θ 90. ടോയ് വേറെന്തോ പറഞ്ഞിട്ടുണ്ടല്ലേ? Phi is the flux link, psi is the flux linked with the coil. Okay. പറോക്കളെ അപ്പം ടോർക്കിന്റെ ഫോർമുല പറഞ്ഞേ. അപ്പൊ ടോർക്കിന്റെ ഫോർമുല എന്ന് പറയുന്നത് NIAB cos θ.
IAB cos theta ആണോ? അല്ല, IAB sin theta ആണ്. ആണോ? അപ്പൊ ടോർക്കിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഒരു കറന്റ് ക്യാരിങ് ലൂപ്പ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ടോർക്കിന്റെ ഫോർമുല എന്ന് പറയുന്നത് IAB sin theta ആണ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് BA cos theta ആണ്. ആണോ? അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് BA cos theta ആണ്. പഠിച്ചിട്ടുണ്ടല്ലോ? ഓക്കെ. അപ്പൊ പറയട്ടെ, ടോ ഈസ് മിനിമം ഫോർ തീറ്റ 90. അപ്പൊ തീറ്റ 90 ആകുമ്പോൾ ടോ എന്താണ് ആവുന്നത്? മാക്സിമം ആകുന്നത്. ടോ ആൻഡ് ഫൈ ആർ മാക്സിമം ഫോർ തീറ്റ 0. അപ്പൊ തീറ്റ 0 ആകുമ്പോൾ ടോ മിനിമം ആണ് ആകുന്നത്. ആണേ. ഇനി ഫൈ ഇസ് മാക്സിമം ഫോർ തീറ്റ 90. അപ്പൊ തീറ്റ 90 ആയാൽ ഫൈ എന്ന് പറയുന്നത് 0 ആണ് ആകുന്നത്. ആണോ? അപ്പൊ അതും തെറ്റാണ്. ടോ ആൻഡ് ഫൈ ആർ 0 ഫോർ തീറ്റ 90. അപ്പൊ തീറ്റ 90 ആകുമ്പോൾ ടോയും ഫൈയും 0 ആകുമെന്ന് ഇല്ല. തീറ്റ 90 ആകുമ്പോൾ ടോ മാക്സിമം ആണ് ആവുന്നത്, ടോ 0 ആകത്തില്ല. ഇനി പറയട്ടെ, ടോ is 0 ആൻഡ് ഫൈ is മാക്സിമം ഫോർ തീറ്റ 0. പറയട്ടെ, അപ്പൊ തീറ്റ 0 ആയാൽ ടോ 0 ആകും അല്ലേ? തീറ്റ 0 ആയാൽ ടോ 0 ആകും. തീറ്റ 0 ആയാൽ ഫൈ എന്ന് പറയുന്ന മാക്സിമം. കാര്യം കോസ് 0 എന്ന് പറയുന്ന 1 ആണ്, ബട്ട് സൈൻ 0 എന്ന് പറയുന്ന 0 ആണ്. അപ്പൊ തീറ്റ 0 ആയാൽ ടോ എന്ന് പറയുന്ന 0 ആവും, ഫൈ എന്ന് പറയുന്ന മാക്സിമം ആകും. ആണോ? അപ്പൊ ഏതാണ് മക്കളെ ആൻസർ എന്ന് പറയുന്നത്? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ സൈക്ലോട്രോൺ ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറയട്ടെ, അപ്പൊ ഫ്രീക്വൻസി ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ടൈം പീരീഡ് 2πm/qb ആണ്. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുന്ന qb/2πm ആണ്. അപ്പൊ ഫ്രീക്വൻസി ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യും, മാസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ആണോ? അപ്പൊ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യും, മാസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ആണോ? ഇനി പറയട്ടെ, ഒരു സൈക്ലോട്രോൺ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആരുടെ ഫ്രീക്വൻസിക്ക് സെയിം ആയിരിക്കണം? ഓസിലേറ്റിംഗ് ഫ്രീക്വൻസിക്ക് സെയിം ആയിരിക്കണം. ആണോ? ആ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിക്ക് സെയിം ആയിരിക്കണം. അതുകൊണ്ട് ഓസിലേറ്റിംഗ് ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ആരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും? എനർജീനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല എന്നാണ് നമുക്ക് പറയേണ്ടി വരിക. ഓക്കെ. അപ്പൊ ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല? അപ്പൊ എനർജീനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇൻഡിപെൻഡന്റ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇൻ സൈക്ലോട്രോൺ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്ന qb/2πm ആണ്. അപ്പൊ ഫ്രീക്വൻസി ക്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും, ബിനെ ഡിപ്പെൻഡ് ചെയ്യും, എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ആരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല മക്കളെ? ആരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല? എനർജീനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ഡയറക്റ്റ് NCERT-യിലുള്ള ക്വസ്റ്റൻ ആണ്. NCERT-യിൽ നിങ്ങൾ NCERT വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദ ഹാർഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എമംഗ് ദ ഫോളോയിങ് എന്ന് പറയുന്നത് അൽനിക്കോ ആണ്. കേട്ടോ? ഇത് ഡയറക്റ്റ് NCERT കിടക്കുന്നതാണ്, നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ ആണ്? അപ്പൊ ആൻസർ എന്ന് പറയുന്നത്, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അൽനിക്കോ ആണ്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് BC ഈസ് ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കുലർ കോയിൽ ക്യാരിങ് കറന്റ്. മക്കളെ, ഇപ്പൊ ഒരു സർക്കുലർ കറന്റ് ക്യാരിങ് കോയിൽ ഉണ്ട്, സർക്കുലർ കറന്റ് ക്യാരിങ് കോയിൽ ഉണ്ട്. അപ്പൊ അവൻ ക്യാരി ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്ന I ആണ്. അവന്റെ റേഡിയസ് എന്ന് പറയുന്നത് R ആണ്. ആണോ? അങ്ങനെയാണെങ്കിൽ അവന്റെ സെൻട്രൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് BC എന്ന് പറയുന്നത്. അപ്പൊ BC എത്ര മക്കളെ? അപ്പൊ BC എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സർക്കുലർ കറന്റ് ക്യാരിങ് കോയിലിന്റെ സെൻട്രൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. ഒരു സർക്കുലർ കറന്റ് ക്യാരിങ് കോയിലിന്റെ സെൻട്രൽ മാഗ്നറ്റിക് ഫീൽഡ് ആരാ മക്കളെ? μ0I/2R എന്നാണ്. μ0I/2R എന്നാണ്. മക്കളെ, അങ്ങനെയാണെങ്കിൽ അവരെന്താ മക്കളെ ചോദിച്ചിരിക്കുന്നത്? then magnetic induction at a point on the axis of the coil. അപ്പൊ ഇതാണ് axis of the coil എന്ന് പറയുന്നത്. ആണോ? at a distance equal to radius of the coil. ആണോ? അതായത് സെൻട്രൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ സെൻട്രൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ ആക്സിയൽ ലൈനിലുള്ള പോയിന്റ് ആയിരിക്കണം മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താ മക്കളെ ഫോർമുല എന്ന് പറയുന്നത്? μ0 × I/R² ഡിവൈഡഡ് ബൈ 2 × R² പ്ലസ് x² ദ ഹോൾ റൈസ് ടു 3/2 എന്നാണ്. അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം μ0 × I/R² ഡിവൈഡഡ് ബൈ 2 × R² പ്ലസ് 2 × R² പ്ലസ്, അപ്പൊ ഇവിടെ എക്സും എത്ര തന്നെയാണ് മക്കളെ? ആ ഡിസ്റ്റൻസും R തന്നെയാണ്. അപ്പൊ എന്ന് പറയുന്ന R² എന്ന് പറയുന്ന വരും, ദ ഹോൾ റൈസ് ടു 3/2 എന്ന് പറയുന്ന വരും. കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് μ0 × I/R² ഡിവൈഡഡ് ബൈ 2 × R² പ്ലസ് R² 2R² ആണ്. അപ്പൊ 2R² ദ ഹോൾ റൈസ് ടു 3/2 എന്ന് വരും. ആണേ? അങ്ങനെയാണെങ്കിൽ അത് കിട്ടുന്നതെന്ന് പറയുന്നത് μ0I/R² അല്ലേ? μ0I/R² അല്ലേ? ബൈ 2 × പറോക്കളെ. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? 2 റൈസ് ടു 3/2 എന്ന് പറയുന്നത് വരും. ആണേ? അപ്പൊ ഇവിടെ വരുന്നതെന്ന് പറയുന്നത് 2 റൈസ് ടു 3/2 ആണ്. അപ്പൊ 2 റൈസ് ടു 3/2 ആണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് R³ ആണ്. ഓക്കെ ആണ്?
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയറും ആർ ക്യൂബിലും വെട്ടിയാൽ ബാക്കി ഒരു 6 ബാക്കി വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കിയേ മക്കളെ. അപ്പൊ ഈ ടേം ഒന്ന് നോക്കി. അപ്പൊ ഈ ടൈം നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? μ0 ഉണ്ട്, I ഉണ്ട്, 2r ഉണ്ട് അല്ലേ? μ0 ഉണ്ട്, I ഉണ്ട്, 2r ഉണ്ട്. അപ്പൊ μ0 I/2r എന്ന് പറയുന്ന ആരാണ്? BC ആണ്. ആണോ? അപ്പൊ μ0 I/2r എന്ന് പറയുന്ന BC ആണ്. അപ്പൊ BC by 2^3/2 എന്നാ വരുന്നത്. അപ്പൊ 2^3/2 എന്ന് പറഞ്ഞാൽ ആരാണ്? 2 × 1 + 1/2 എന്നാണ്. എന്ന് പറഞ്ഞാൽ 2 × 2^1/2 എന്നാണ്. എന്ന് പറഞ്ഞാൽ 2 × √2 എന്നാണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് BC/2√2 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? BC/2√2 എന്ന് വരും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് BC/2√2 എന്ന് വരും. സോ വാട്ട് വിൽ ബി ദ ആൻസർ? ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും. അപ്പൊ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് BC/2√2 ആയിരിക്കും. മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് if a core is replaced by an iron core, air core is replaced by an iron core in an inductor, the self-inductance is increased from 0.02 millihenry to 40 millihenry, then the relative permeability of iron ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, അപ്പൊ ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു മക്കളെ? ഇനിഷ്യലി ഇൻഡക്ടൻസ് എന്ന് പറയുന്ന L ആണ്. അപ്പൊ അവിടെ ഒരു അയൺ കോറും കൂടെ വെച്ചാൽ ഇൻഡക്ടൻസ് എത്ര ആയിട്ട് മാറും മക്കളെ? μr × L ആയിട്ട് മാറും. മക്കളെ, ഇപ്പൊ നേരത്തെ ഇന്റൻസിറ്റി L ആയിരുന്നു. അപ്പൊ അവിടെ എന്തും കൂടെ പ്ലേസ് ചെയ്തു? ഒരു അയൺ കോറും കൂടെ പ്ലേസ് ചെയ്തു. ആണോ? അപ്പൊ അയൺ കോറും കൂടെ പ്ലേസ് ചെയ്താൽ അപ്പൊ എന്ത് വരും? μr × L എന്നാണ് വരുന്നത്. കാര്യം പിടി കിട്ടിയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് μr എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ μr എന്ന് പറയുന്നത് L'/L ആയിരിക്കും. ഓക്കെ, അപ്പൊ μr എന്ന് പറയുന്നത് L'/L ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് μr എന്ന് പറയുന്നത് L' എന്ന് പറയുന്ന ഇപ്പോഴത്തെ സെൽഫ് ഇൻഡക്ടൻസ് ആണ്. അപ്പൊ ഇപ്പോഴത്തെ സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് 40 മില്ലി ഹെൻറി ആണ്. അപ്പൊ ആരും മില്ലി ഹെൻറിനെ കൺവേർട്ട് ചെയ്യാൻ നിൽക്കണ്ട. കാര്യം രണ്ടും കിടക്കുന്ന മില്ലി ഹെൻറിയിലാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ താഴെ കിടക്കുന്നതെന്ന് പറയുന്നത് 0.02 മില്ലി ഹെൻറി ആണ്. അപ്പൊ മില്ലി ഹെൻറിയും എന്ത് ചെയ്തു പോകും മക്കളെ? ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ മില്ലി ഹെൻറിയും എന്ത് ചെയ്തു പോകും മക്കളെ? ക്യാൻസൽ ചെയ്തു പോകും. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്ന 40/0.02 എന്ന് പറയുന്നത് 2/100 ആണ്. ആണോ? അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് 4000/2 എന്ന് പറയുന്ന വരും. കാര്യം 100 അങ്ങ് മുകളിൽ പോയാൽ 4000/2 എന്ന് വരും. അപ്പൊ 4000/2 എന്ന് പറയുന്നത് 2000 എന്ന് വരും. അപ്പൊ 4000/2 എന്ന് പറയുന്ന ആൻസർ എത്ര എന്ന് വരും മക്കളെ? 2000 എന്ന് പറയുന്ന വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടി വരും? ഓപ്ഷൻ ബി ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടി വരും? അപ്പൊ ഓപ്ഷൻ ബി ചൂസ് ചെയ്യേണ്ടി വരും. പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കും. മക്കളെ, നമുക്കറിയാം among various circuit constructed with resistor R, inductor L and capacitor C, the circuit that gives maximum power dissipation. Okay, മക്കളെ, ഇപ്പൊ പവർ ഡിസിപ്പേഷൻ മാക്സിമം ആകണമെങ്കിൽ അല്ലെ, പവർ ഡിസിപ്പേഷൻ മാക്സിമം ആകണമെങ്കിൽ അതെന്ന് പറയുന്ന ഏത് സർക്യൂട്ട് ആയിരിക്കണം മക്കളെ? പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിരിക്കണം. കറണ്ട് മാക്സിമം ആയിരിക്കണം. അപ്പൊ ഇംപെഡൻസ് മിനിമം ആയിരിക്കണം. ഇംപെഡൻസ് മിനിമം ആണെങ്കിൽ അത് പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിരിക്കണം. ആണോ? അപ്പൊ ഇത് പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ മക്കളെ? മാക്സിമം പവർ ഡിസിപ്പേഷൻ നടക്കത്തുള്ളൂ. ഓക്കെ ആണേ? ക്ലിയർ ആണേ? മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഡി കറന്റ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ഓഫ്. അപ്പൊ നിങ്ങൾ NCERT വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്, ഇതും അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്, ഇതും അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഏത് അതിന്റെ ആപ്ലിക്കേഷൻ അല്ല മക്കളെ? അപ്പൊ തെർമൽ ജനറേറ്റേഴ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയും. കേട്ടോ? അപ്പൊ എഡി കറന്റ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ഓഫ് തെർമൽ ജനറേറ്റേഴ്സ്. കാര്യം ബാക്കി 4 ടേംസും നമ്മുടെ NCERT എടുത്ത് പറയുന്നുണ്ട്. അത് എഡി കറന്റ് ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്, പക്ഷെ ഇത് പറയുന്നില്ല. അപ്പൊ തെർമൽ ജനറേറ്റേഴ്സ് എന്തിന്റെ ആപ്ലിക്കേഷൻ അല്ല മക്കളെ? എഡി കറന്റ്സിന്റെ ആപ്ലിക്കേഷൻ അല്ല. മക്കളെ, ഇനി അടുത്തെന്ന് പറയുന്നത് ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോൾ ഈസ് 7 യൂണിറ്റ്, ദെൻ ഇറ്റ്സ് വാല്യൂ അറ്റ് ദ ഇക്വേറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ഇപ്പൊ ഒരു ബാർ മാഗ്നറ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ, എർത്തിന്റെ ഇത് ബാർ മാഗ്നറ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ പോൾ എന്ന് പറയുന്നത് എന്തായിട്ട് വരും മക്കളെ? പോൾ എന്ന് പറയുന്നത് ആക്സിയൽ ലൈനിലാണ് വരുന്നത്. ആണോ? അപ്പൊ ഇക്വേറ്റർ എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ലൈനിലാണ് വരുന്നത്. അപ്പൊ ആക്സിയൽ ലൈനിൽ എത്രയാണോ ഫീൽഡ്, അതിന്റെ പകുതി ആയിരിക്കും ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡ് എന്ന് പറയും. ആണോ? അപ്പൊ ആക്സിയൽ ലൈനിലാണ് ആരെന്ന് പറയുന്ന മക്കളെ? പോൾ എന്ന് പറയുന്നത്. ആണോ?
അപ്പൊ പോൾ എന്ന് പറയുന്നത് ആക്സിയൽ ലൈനിലാണ്, അപ്പൊ ഇക്വേറ്റർ എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ലൈനിലാണ്. അപ്പൊ നിങ്ങൾ ഇലക്ട്രിക് ഡൈപോളിന്റെ കേസും പഠിച്ചിട്ടുണ്ട്, മാഗ്നറ്റിക് ഡൈപോളിന്റെ കേസും പഠിച്ചിട്ടുണ്ട് ആണോ. അപ്പൊ ആക്സിയൽ ലൈനിൽ എത്രയാണോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിന്റെ നേരെ പകുതിയായിരിക്കും ഇക്വറ്റോറിയൽ ലൈനിൽ എന്ന് പറയും. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 7 യൂണിറ്റ് ആണ് ആണോ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ളതെന്ന് പറയുന്നത് 7ന്റെ പകുതിയായിരിക്കും, അപ്പൊ 7/2 ആയിരിക്കും. അപ്പൊ ആൻസർ 3.5 ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, അപ്പൊ ആൻസർ എത്ര ആയിരിക്കും മക്കളെ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അഗൈൻസ്റ്റ് ദെയർ ഡിറ്റക്ഷൻ ഡിവൈസസ് ആർ മാച്ച്ഡ് ബിലോ. ഇത് മിസ്മാച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ അപ്പൊ ഇത് നമുക്ക് NCERT വായിച്ചാലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ NCERT വായിച്ചു നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ആണ്. അപ്പൊ ഇതാണ് മിസ്മാച്ച് ആയിട്ട് കിടക്കുന്ന സാധനം എന്ന് പറയും. ഓക്കെ, അപ്പൊ മിസ്മാച്ച് ആയിട്ട് കിടക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇതാണ്. UV റേഡിയേഷൻസിനായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് തെർമോപൈൽ അല്ല വരുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് NCERT ടേബിൾ ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ NCERT വായിച്ചാലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണ്, ക്ലിയർ ആണ്? ഓക്കെ മക്കളെ ഇത് സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ദ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ആർ ഓറിയന്റഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആൻഡ് ആർ ഇൻ സെയിം ഫേസ്. അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ സിമ്പിൾ തിയറി ആയിട്ട് പഠിപ്പിക്കുന്നതാണ് അല്ലേ. അപ്പൊ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിലായിരിക്കും ആണോ. അപ്പൊ എന്താ മക്കളെ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിലായിരിക്കും ആൻഡ് ദേ ആർ ഇൻ സെയിം ഫേസ്. മക്കളെ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. വാലിഡിറ്റി ഓഫ് റേപ്റ്റിക്സ് എന്ന് പറയുന്ന നമ്മുടെ NCERT കിടക്കുന്ന സാധനമാണ് ആണോ. എന്താണ്? ഫ്രണൽ ഡിസ്റ്റൻസ് ഫോർ ആൻ അപ്പർച്ചർ ഓഫ് സൈസ് A illuminated by a parallel beam of light of wavelength lambda deciding the validity of ray optics is. അപ്പൊ നമുക്ക് NCERT ഡയറക്റ്റ് ഉള്ള സാധനമാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താ മക്കളെ? A²/λ. അപ്പൊ എന്താണ് സംഭവം എന്നൊക്കെ അറിയാലോ. അപ്പൊ ലൈറ്റ് സ്പ്രെഡ് ചെയ്ത് പോകുന്ന A-ക്കാൾ കൂടുതലാകരുത്. സ്പ്രെഡിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന A-ക്കാൾ കൂടുതലാകരുത്. അപ്പൊ അവിടെ വരെ നമുക്ക് റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന വാലിഡ് ആണ്. അപ്പൊ NCERT ഡയറക്റ്റ് ഉള്ള സാധനമാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? അപ്പൊ അതിന്റെ ആൻസർ നോക്കുവാണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് A²/λ ആണ്. അപ്പൊ നമ്മൾ തിയറി ഡയറക്റ്റ് പഠിക്കുന്ന ഇക്വേഷൻ ആണ്. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ അപ്പാരന്റ് ഡെപ്ത് ഓഫ് എ നീഡിൽ lying in a water beaker is found to be 9 cm. അപ്പൊ അപ്പാരന്റ് ഡെപ്ത് തന്നിട്ടുണ്ട് മക്കളെ. ഇപ്പം വാട്ടർ ആണ് അല്ലേ. അപ്പൊ വാട്ടർ ബീക്കറിൽ കിടക്കുമ്പോൾ പറമക്കളെ, വാട്ടറിൽ കിടക്കുമ്പോൾ എന്ത് തന്നിട്ടുണ്ട് മക്കളെ? അപ്പാരന്റ് ഡെപ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് 9 cm ആണ് പറയുന്നത്. ഇഫ് ദ വാട്ടർ ഈസ് റീപ്ലേസ്ഡ് ബൈ എ ലിക്വിഡ്, ഇനി വാട്ടർ മാറ്റി ലിക്വിഡ് ആക്കിയപ്പോൾ then the apparent depth of the needle ആണ് ചോദിച്ചിരിക്കുന്നത് ആണോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അപ്പാരന്റ് ഡെപ്ത് ആണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അപ്പാരന്റ് ഡെപ്ത് ആണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ. ഇപ്പം ഒരു നീഡിൽ എന്ന് പറയുന്ന വാട്ടർ കിടപ്പുണ്ട്. അപ്പൊ നീഡിൽ വാട്ടർ കിടക്കുമ്പോൾ അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് 9 cm ആണ്. ഇനി ആ വാട്ടർ മാറ്റി നമ്മൾ ഏതോ ഒരു ലിക്വിഡ് നിറച്ചു. അങ്ങനെയാണെങ്കിൽ ആ ലിക്വിഡിലെ അപ്പാരന്റ് ഡെപ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആണേ. അപ്പൊ ലിക്വിഡിലെ അപ്പാരന്റ് ഡെപ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്താ മക്കളെ ഫോർമുല എന്ന് പറയുന്നത്? റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പൊ റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് വാട്ടറിന്റെ കേസിൽ പറയാം. വാട്ടറിന്റെ കേസിലെ മ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? വാട്ടറിന്റെ കേസിലെ മ്യൂ എന്ന് പറയുന്നത് 4/3 ആണ്. അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ റിയൽ ഡെപ്ത് എന്ന് പറയുന്ന എത്രയാണെന്ന് കിട്ടും മക്കളെ? 12 cm എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, ഇനി ഇതേ ഫോർമുല നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാമല്ലോ. അപ്പൊ റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് എന്താ മക്കളെ? മ്യൂ ആണ്. അപ്പൊ റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ ഇവിടുത്തെ അപ്പാരന്റ് ഡെപ്ത് ആണ് വേണ്ടത്. അപ്പൊ AD ആണ് വേണ്ടത്. സോ ദാറ്റ്സ് ഈക്വൽ ടു മ്യൂ. മ്യൂ എന്ന് പറയുന്നത് എത്ര മക്കളെ? മ്യൂ എന്ന് പറയുന്നത് 3/2 ആണ്. മ്യൂ എന്ന് പറയുന്നത് എത്ര? ആ ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. അപ്പൊ 1.5 എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പൊ 3 ഉം 12 ഉം വെട്ടിയാൽ എത്ര എന്ന് വരും? 3 ഉം 12 ഉം വെട്ടിയാൽ 4 എന്ന് പറയുന്ന വരും. അപ്പൊ AD എന്ന് പറയുന്ന എത്ര എന്ന് വരും മക്കളെ? AD എന്ന് പറയുന്ന 8 cm എന്ന് പറയുന്ന വരും. അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതെന്ന് വരും? ഓപ്ഷൻ ഇ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ AD എന്ന് പറയുന്ന 8 cm എന്ന് പറയുന്ന വരും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ എന്ന് എടുക്കേണ്ടി വരും. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an object is placed at 10 cm in front of a concave mirror. അപ്പൊ U എന്ന് പറയുന്നത് കിട്ടി. അപ്പൊ U എന്ന് പറയുന്നത് -10 ആണ്.
If the image is at a distance 20 centimeter from the mirror on the same side of the object. ആണോ? അപ്പൊ V തന്നിട്ടുണ്ട്. അപ്പൊ V എന്ന് പറയുന്നത് എത്ര മക്കളെ? -20 ആണ്. സെയിം സൈഡിലെന്ന് പറഞ്ഞിട്ടുണ്ട്. Then the magnification produced by the mirror ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മിററിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് -V/U എന്നാണ്. Which implies that -20 divided by U എന്ന് പറയുന്ന -10 ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് -2 എന്നാണ് വരുന്നത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്ന ആരാ മക്കളെ വരുന്നത്? ആൻസർ എന്ന് പറയുന്നത് -2 എന്നാണ് വരുന്നത്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് in Young's double slit experiment, two different light beams of wavelength λ1 and λ2 produce interference pattern with bandwidths β1 and β2 respectively. If the ratio between β1 and β2 എന്ന് പറയുന്നത് 3:2 ആണ്, then the ratio between λ1 and λ2 ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇപ്പൊ YDSCയിലെ ബാൻഡ് വിഡ്ത്ത് ആണ് പറഞ്ഞിരിക്കുന്നത്, ഓരോ ബാൻഡിന്റെയും വിഡ്ത്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ YDSCയിലെ ഓരോ ബാൻഡിന്റെയും വിഡ്ത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് ബീറ്റ എന്ന് പറയുന്ന λd/d ആണ്. ആണോ? അപ്പൊ നമുക്ക് പറയാം β1 by β2 എന്ന് പറയുന്നത് ആരാ മക്കളെ? λ1 into d/d by λ2 into d/d. എക്സ്പെരിമെന്റൽ സെറ്റപ്പ് മാറ്റുന്നൊന്നും ക്വസ്റ്റിന് പറഞ്ഞിട്ടില്ല. അപ്പൊ ക്യാപിറ്റൽ ഡിയും സ്മാൾ ഡി ഒന്നും ചേഞ്ച് ചെയ്യുന്നൊന്നും ക്വസ്റ്റിന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഇത് രണ്ടും എന്ത് ചെയ്തു പോകും മക്കളെ? ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? then the ratio between λ1 and λ2 ആണ് വേണ്ടത്. അപ്പൊ λ1ന്റെയും λ2ന്റെയും റേഷ്യോ ആണ് വേണ്ടത്. അപ്പൊ λ1 by λ2 എന്ന് പറയുന്നത് β1 by β2 ആണ്. അപ്പൊ അതെന്ന് പറയുന്നത് എത്ര തന്നെയാണ് മക്കളെ? അതെന്ന് പറയുന്ന എത്ര തന്നെയാണ്? 3/2 തന്നെയാണ്. അതെന്ന് പറയുന്ന എത്ര തന്നെയാണ്? 3/2 തന്നെയാണ്. അപ്പൊ ആൻസർ എത്ര വരും മക്കളെ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മള് 59th ക്വസ്റ്റ്യൻ വരെയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 60ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നമ്മുടെ പല ബ്രില്യനിലെ അൻവർ സാറാണ് ബാക്കി എടുക്കുന്നത്. ഓക്കെ, അൻവർ സാറിനെ സ്വാഗതം ചെയ്യും. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മളെ 16th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അവിടെ തന്നിരിക്കുന്നത് θp ഈസ് ദ പോളറൈസിങ് ആംഗിൾ ഫോർ ഗ്ലാസ് പ്ലേറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ ആൻഡ് ക്രിട്ടിക്കൽ ആംഗിൾ θc. അപ്പോൾ ഇത് ഡയറക്റ്റ് റിലേഷനാണ് വേവ്റ്റിക്സിനകത്ത് നമുക്കറിയാം. ഇപ്പോൾ ടാൻ ഓഫ് θp എന്ന് പറയുന്നത്, അതായത് പോളറൈസിങ് ആംഗിളിൻ്റെ ടാൻ വാല്യൂ എടുത്താൽ നമുക്ക് ഡയറക്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ സൈൻ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 1/μ കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ θp μ ആണ്. ടാൻ ഓഫ് θp എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ എന്ന് എടുക്കാം. സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ θc എന്ന് പറഞ്ഞാൽ 1/μ എന്ന് എടുക്കാം. ശരിയല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഡയറക്റ്റ് ആ റിലേഷൻ അറിയാമെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാം, വേറെ ലോജിക്കൊന്നുമില്ല. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡേൺ ഫിസിക്സിനകത്ത് നമ്മുടെ ഡ്യുവൽ നാച്ചുറൽ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിനകത്ത് 2 മെറ്റീരിയൽ A and B have respective work function. 3 electron and 4 electron volt are emitting photoelectron of same maximum kinetic energy of 1 electron volt. ഇപ്പോൾ രണ്ടുപേരും ഇജക്ട് ചെയ്യപ്പെടുന്നത് സെയിം മാക്സിമം കൈനറ്റിക് എനർജി എന്ന് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ഓഫ് A 500 നാനോമീറ്റർ ആണെങ്കിൽ ബിയുടെ വേവ് ലെങ്ത് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം എനർജി E എന്ന് പറയുന്നത് ആരാണ്? hc/λ ആണ്. എനർജി E = hc/λ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് പറയാം എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ്, അല്ലെങ്കിൽ ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/E ആണ്. അപ്പൊ ഇതിനകത്ത് ഫോട്ടോണിന്റെ എനർജി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് λ2/λ1 = E1/E2 എന്ന് എടുക്കാം. അപ്പോൾ ആദ്യം ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒന്നാമത്തെ കേസിലെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. അതിനെ ഞാൻ E1 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ E1 = മെറ്റീരിയലിന്റെ വർക്ക് ഫംഗ്ഷൻ പ്ലസ് മാക്സിമം കൈനറ്റിക് എനർജി K1 എന്ന് വിളിക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ ടോട്ടൽ എനർജി എടുക്കുമ്പോൾ വർക്ക് ഫംഗ്ഷൻ 3ഉം മാക്സിമം കൈനറ്റിക് എനർജി 1ഉം ആയതുകൊണ്ട് ഫസ്റ്റ് കേസിൽ നമുക്ക് 3 + 1 എന്ന് പറയും 4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ?
അടുത്ത രണ്ടാമത്തെ കേസിൽ നമുക്ക് ടോട്ടൽ എനർജി E2 കണ്ടുപിടിക്കുമ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വേറൊരു മെറ്റീരിയലാണ്, അതിന് 4 ഇലക്ട്രോൺ വോൾട്ടും തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഇജക്ട് ചെയ്യപ്പെടുന്ന കൈനറ്റിക് എനർജി എത്ര തന്നെയാണ്? 1 ഇലക്ട്രോൺ വോൾട്ട് തന്നെയാണ്. അപ്പൊ സെക്കൻഡ് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ E2 ഈസ് ഈക്വൽ ടു അവിടുത്തെ 502 എന്ന് എടുക്കാം, അത് ഇൻറ്റു K2 എന്ന് എടുക്കാം അല്ലെ. ഇത് 501 ആണെങ്കിൽ ഇത് 50 ഓഫ് സെക്കൻഡ് മെറ്റീരിയൽ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് സെക്കൻഡ്. 50 ഓഫ് സെക്കൻഡ് മെറ്റീരിയൽ 4 അല്ലേ, അപ്പൊ 4 + 1 5 എന്ന് കിട്ടി. 4 + 1 ഈസ് ഈക്വൽ ടു 5 ഇലക്ട്രോൺ വോൾട്ട്. ഇനി നമുക്ക് E1 ഉം E2 ഉം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ λ2 അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ എങ്ങനെ എഴുതാം? λ2 by λ1 ഈസ് ഈക്വൽ ടു എന്താ? E1 by E2. E1 by E2. E1 എത്രയായിരുന്നു? E1 4 ആണ് അല്ലേ, 4 ഇലക്ട്രോൺ വോൾട്ട്. ഇത് 5 ആണ്. അപ്പോൾ λ2 എന്ന് പറയുന്നത് 4/5 ഇൻറ്റു λ1 എന്ന് വരും. അപ്പൊ λ2 ഈസ് ഈക്വൽ ടു 4/5 ഇൻറ്റു λ1 എത്രയാണ്? 500 നാനോമീറ്റർ അല്ലേ, അപ്പൊ 500 നാനോമീറ്റർ. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 100 വരും. 100 ഇൻറ്റു 4 എടുത്താൽ 400 നാനോമീറ്റർ ഈസ് ദ കറക്റ്റ് ആൻസർ. 400 നാനോമീറ്റർ. അപ്പൊ ഇതല്ലേ നമ്മുടെ കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതും മോഡേൺ ഫിസിക്സിൽ ഡ്യുവൽ നാച്ചർ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് ആൽഫ പാർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മൊമെന്റം ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് ഹാഫ് ഓഫ് പ്രോട്ടോൺ എന്ന് തന്നിട്ടുണ്ട്. റേഷ്യോ ബിറ്റ്വീൻ വേവ് ലെങ്ത് ഓഫ് ഡി ബ്രോഗ്ലി വേവ്സ്. അപ്പോൾ നമുക്കറിയാം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ കണ്ടുപിടിക്കാനുള്ള ഫോർമുല h/p ആണ്. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, p ലീനിയർ മൊമെന്റം ആണ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് ഞാനിപ്പോൾ പിന്നെ തന്നിരിക്കുന്നത് നമുക്ക് ആൽഫ പാർട്ടിക്കിളിന് പ്രോട്ടോണിന്റെ ഹാഫ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ മൊമെന്റം ഓഫ് പ്രോട്ടോൺ p എന്ന് എടുക്കുകയാണ്. പ്രോട്ടോൺ p എന്ന് എടുക്കുകയാണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിളിന്റെ മൊമെന്റം എന്തെടുക്കണം? ഇതിന്റെ പകുതി എടുക്കണം, p/2. ഇനി ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റം അല്ലേ. അപ്പോൾ എനിക്ക് ലാംഡ ഓഫ് ആൽഫ ബൈ ലാംഡ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൊമെന്റം ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ മൊമെന്റം ഓഫ് ആൽഫ എന്ന് കിട്ടും. മൊമെന്റം ഓഫ് പ്രോട്ടോൺ p അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു p ഡിവൈഡഡ് ബൈ p/2. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. 2:1 എന്ന് കിട്ടി അല്ലേ. ആൻസർ ഈസ് 2:1. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതും മോഡേൺ ഫിസിക്സിൽ ന്യൂക്ലിയർ പാർട്ടിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഫാക്ച്വൽ ആയിട്ടുള്ള ഐഡിയ ആണ്. ഡ്യൂറിങ് ബീറ്റ മൈനസ് ഡീകേ ഓഫ് റേഡിയാക്റ്റീവ് എലമെന്റ് there is an increase. അപ്പോൾ ബീറ്റ മൈനസ് ഡീകേ നടക്കുന്നത് ഏത് തരത്തിലുള്ള ന്യൂക്ലിയസിലാണ്? ന്യൂട്രോൺ നമ്പർ വളരെ കൂടുതലുള്ള ന്യൂക്ലിയസിലാണ് ഈ ബീറ്റ മൈനസ് ഡീകേ നടക്കുന്നത്. ബീറ്റ മൈനസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഇജക്ട് ചെയ്യും. ന്യൂക്ലിയസിനകത്ത് എങ്ങനെയാണ് ഇലക്ട്രോൺ വരുന്നത്? ന്യൂക്ലിയസിനകത്ത് എക്സസ് ആയിട്ടുള്ള ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ പിന്നെ ഒരു പിന്നെ ചാർജ്ലെസ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ഇജക്ട് ചെയ്യപ്പെടും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആന്റി ന്യൂട്രിനോ എന്നാണ്. അതിന് ന്യൂ ബാർ എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്. ഇത് രണ്ടും ന്യൂക്ലിയസിൽ നിന്ന് ഇജക്ട് ചെയ്യും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ അവിടെ കുറയുമ്പോഴും പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറയുന്നത് പ്രോട്ടോൺ അവിടെ അഡീഷണൽ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മാസ് നമ്പറിൽ വ്യത്യാസം വരത്തില്ല, പക്ഷേ പ്രോട്ടോൺ നമ്പർ ഇൻക്രീസ് ചെയ്യും. പ്രോട്ടോൺ നമ്പർ എന്ന് പറയുന്നത് അതിന്റെ എന്താണ്? ചാർജ് നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനെ അറ്റോമിക് നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്താൽ ഒരു പ്രോട്ടോൺ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ നമുക്ക് പറയാം ഇതിന്റെ എന്ത് കൂടുമെന്ന് പറയാം? പ്രോട്ടോൺ നമ്പർ ഇൻക്രീസ് ചെയ്യുമെന്ന് പറയാം അല്ലെ. പ്രോട്ടോൺ നമ്പർ അല്ലെങ്കിൽ അതിന്റെ ഇസഡ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറയാം. അതിന്റെ മാസ് നമ്പർ ആയ എക്ക് എന്ത് വരുന്നില്ല? ചേഞ്ച് വരുന്നില്ല. ഇതാണ് ബീറ്റ മൈനസ് ഡി കെ. ഈ ബീറ്റ മൈനസ് ഡി കെ തന്നെയാണ് നമ്മൾ ബീറ്റ ഡി കെ എന്ന് പറയുന്നത്. ബീറ്റ പ്ലസ് ഡി കെ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ അത് പോസിട്രോൺ എന്ന് തന്നെ പറയും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും അതും മോഡേൺ ഫിസിക്സിനകത്തെ പിന്നെ ന്യൂക്ലിയർ പാർട്ടി എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 10⁻18 ഫിഷൻസ് പെർ സെക്കൻഡ് ഈസ് റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് പവർ ഓഫ് 300 മെഗാവാട്ട്. അപ്പോൾ 300 മെഗാവാട്ട് പവറിന് വേണ്ടി ഒരു സെക്കൻഡിൽ 10⁻8 ഫിഷൻസ് വേണ്ടി വന്നെന്ന് പറയുന്നുണ്ട്. ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ഇത്രയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടു ഇൻക്രീസ് ദ പവർ ഔട്ട്പുട്ട്, അപ്പോൾ അത് 300 നിന്ന് 360 മെഗാവാട്ടിലേക്ക് മാറ്റണം. അഡീഷണൽ നമ്പർ ഓഫ് ഫിഷൻസ് റിക്വയർഡ് ആണ്. നമുക്ക് വേണ്ടത് പുതിയ എമൗണ്ട് അല്ല, അഡീഷണൽ ആണ്. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, പുതുതായിട്ട് എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയസ് വേണമെന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം പവർ എന്ന് പറയുന്നത് എനർജി ബൈ ടൈമാണ്. എനർജി എന്ന് പറയുന്നത് ഒരു ഫിഷന്റെ എനർജി ഇ ആണെങ്കിൽ n ഫിഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ n എന്ന് എടുക്കാം, NE എന്ന് എടുക്കാം. അപ്പോൾ ബൈ ടൈം. ഈ n/t നമ്പർ ഓഫ് ഫിഷൻസ് പെർ സെക്കൻഡിനെ ഞാൻ ക്യാപിറ്റൽ എന്നങ്ങ് വിളിക്കുകയാണ്. അപ്പം ഞാൻ അതിനെ ക്യാപിറ്റൽ N/E എന്നങ്ങ് വിളിച്ചു. n/t നമ്പർ ഓഫ് ഫിഷൻസ് പെർ സെക്കൻഡ് ആണ്, അതിനെ ഞാൻ ക്യാപിറ്റൽ N എന്നങ്ങ് വിളിച്ചു. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ
ഈ എൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ എനർജി എന്ന് പറയുന്ന ഇ എന്ന് പറയുന്നത് എനർജി റിലീസ്ഡ് പെർ ഫിഷൻ ആണ്. അതിപ്പോ രണ്ട് സ്ഥലത്തും പെർ ഫിഷനിലെ എനർജി റിലീസ്ഡ് സെയിം ആണ്. വേണമെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആ ഇ എന്ന് പറയുന്നത് ഒരു ഫിഷനിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന എനർജി ഫിക്സഡ് ആണല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം പറയാം, പി പ്രപ്പോർഷണൽ ടു എൻ എന്ന് പറയാം, പി പ്രപ്പോർഷണൽ ടു എൻ എന്ന് പറയാം, അല്ലെങ്കിൽ എൻ പ്രപ്പോർഷണൽ ടു പി എന്ന് പറയാം. അപ്പോൾ സെക്കൻഡ് കേസിലെ നമ്പർ N2/N1 എടുക്കുമ്പോൾ നമുക്കത് P2/P1 എന്ന് എഴുതിക്കൂടെ? P2/P1. P2 എത്രയാണ്? 360 ആണ്. യൂണിറ്റ് മാറ്റേണ്ട കാര്യമില്ല, രണ്ടും മെഗാവാട്ടിലാണ് കിടക്കുന്നത്. 360/300. അപ്പൊ ഇത് എത്ര കിട്ടി? 6/5 എന്ന് കിട്ടി. 6/5. P1 എന്ന് പറയുന്നത് 6/5 ആണ്, 300. ഇനി നമുക്ക് N2 എന്ന് പറയുന്ന എണ്ണം എടുക്കുമ്പോൾ N1 10⁻18 അല്ലേ? അപ്പോൾ പുതിയ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ N2 എന്ന് പറയുന്നത് 6/5 × 10⁻18 ആണ്. നമുക്ക് വേണ്ടത് അഡീഷണൽ വേണ്ടത് അഡീഷണൽ നമ്പർ ഓഫ് ഫിഷൻസ് ആണ്. അപ്പോൾ അഡീഷണൽ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർ ദ അഡീഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഉള്ളത് എത്രയാണ്? 6/5 × 10⁻18 ആണ്. നേരത്തെ ഉള്ളത് 10⁻18 ആണ്. അപ്പൊ 10⁻18 പുറത്തെടുത്താൽ പോരെ? അപ്പൊ നമുക്കിവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ 1/5 × 10⁻18 എന്ന് കിട്ടും അല്ലെ? 1/5 × 10⁻18, 1/5 × 10⁻18. ഇതിന് നമുക്കൊരു 10 എടുത്താൽ 10/5 2 എന്ന് എഴുതി കൂടെ? അപ്പൊ 2 × 10⁻7 ഇത്രയും ഫിഷൻസ് അഡീഷണൽ ആയിട്ട് ഇത്രയും നമ്പർ ഫിഷൻസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇതിന്റെ പവർ 300 നിന്ന് 360 വരാം. അപ്പൊ പുതിയതായിരുന്നുവെങ്കിൽ 6/5 × 10⁻8 നമ്പർ ഓഫ് ഫിഷൻസ് നടക്കണം സെക്കൻഡിൽ അല്ലെ? അപ്പോ അതിനകത്ത് അഡീഷണൽ ആയതുകൊണ്ട് ആൻസർ ഇതാണ് വരുന്നത്. ഏത് ഓപ്ഷനാ അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത്? ഈ ഓപ്ഷനാണ്. 6 × 2 × 10⁻17 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. റേഷ്യോ ഓഫ് ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ടു ഇറ്റ്സ് കൈനറ്റിക് എനർജി K ഇൻ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഈ റിവോൾവ് ചെയ്യുന്ന സിസ്റ്റം ഇത് ഗ്രാവിറ്റേഷനകത്തും ഒക്കെ വാലിഡ് ആണ്. അപ്പോൾ നമുക്ക് റിവോൾവ് ചെയ്യുന്ന സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സിസ്റ്റം റിവോൾവ് ചെയ്യുമ്പോൾ അതിന്റെ ടോട്ടൽ എനർജി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, കൈനറ്റിക് എനർജി പോസിറ്റീവ് ആണ്, കൈനറ്റിക് എനർജി പോസിറ്റീവ് ആണ്. കൈനറ്റിക് എനർജി നെഗറ്റീവ് ആകത്തില്ല, കൈനറ്റിക് എനർജി പോസിറ്റീവ് ആണ് അല്ലെ? കൈനറ്റിക് എനർജിയെ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് ഓഫ് ടോട്ടൽ എനർജി എന്ന് എഴുതാം. ടോട്ടൽ എനർജി ഓൾറെഡി നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഈ മൈനസും ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവ് വാല്യൂ കിട്ടും. അപ്പൊ റേഷ്യോ ഓഫ് ടോട്ടൽ എനർജി ബൈ കൈനറ്റിക് എനർജി എടുക്കുമ്പോൾ ടോട്ടൽ എനർജി ഓൾവേസ് ഒരു റിവോൾവ് ചെയ്യുന്ന സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ എനർജി നെഗറ്റീവ് ആണ്, എങ്കിലേ അത് ബൗണ്ടഡ് എന്ന് പറയുന്ന ഒരു മീനിങ്ങിലേക്ക് വരത്തുള്ളൂ. ടോട്ടൽ എനർജി പോസിറ്റീവ് ആയിട്ടുള്ള സിസ്റ്റം ഒരിക്കലും റിവോൾവ് ചെയ്യത്തില്ല, അത് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഒരു സിസ്റ്റം റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ എനർജി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, കൈനറ്റിക് എനർജി പോസിറ്റീവ് ആയിരിക്കും, അത് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് റിവോൾവിംഗ് സിസ്റ്റം നെഗറ്റീവും കൈനറ്റിക് എനർജി പോസിറ്റീവ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാമല്ലോ? ടോട്ടൽ എനർജി ബൈ കൈനറ്റിക് എനർജി റേഷ്യോ എടുക്കുമ്പോൾ അതിന്റെ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഒന്ന് നെഗറ്റീവ് ഒന്ന് പ്ലസും ആയതുകൊണ്ട് ആൻസർ മൈനസ് വരും. അതുകൊണ്ട് ഇതിന്റെ റേഷ്യോ -1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാസ് നമ്പർ ഓഫ് 2 ന്യൂക്ലിയർ ഇൻ ദ റേഷ്യോ ഓഫ് 3:2, ദെൻ റേഷ്യോ ഓഫ് ദെയർ ന്യൂക്ലിയർ ഡെൻസിറ്റി. അപ്പോൾ മാസ് നമ്പർ തന്നിട്ടുണ്ട്, ന്യൂക്ലിയർ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ന്യൂക്ലിയർ ഡെൻസിറ്റി റോ എന്ന് വിളിച്ചാൽ അത് മാസ് ബൈ വോളിയം എന്ന് എടുക്കാമല്ലോ. മാസിനെ ഞാൻ M × A എന്ന് എടുക്കുകയാണ്. ഇത് ആവറേജ് നമ്പർ ഓഫ് മാസ് ഓഫ് ന്യൂക്ലിയോൺ ഇൻറ്റു മാസ് നമ്പർ എടുത്താൽ ന്യൂക്ലിയസിന്റെ മൊത്തം മാസ് കിട്ടും ബൈ വോളിയം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? M × A ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി R എന്ന് പറയുന്നത് R0 × മാസ് നമ്പറിന്റെ ക്യൂബ് റൂട്ട് ആണ് അല്ലെ? അപ്പൊ നമുക്ക് R0 എന്ന് പറയുന്ന 1.2 ഫെർമിമീറ്റർ ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ മാസ് നമ്പറിന്റെ ക്യൂവിനനുസരിച്ച് റേഡിയസ് ആണ് മാറുന്നത്. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റോ ഈസ് ഈക്വൽ ടു MA ഡിവൈഡഡ് ബൈ 4/3 π ഇൻറ്റു ആറിന്റെ സ്ഥലത്ത് R0 A ദ ഹോൾ റൈസ് ടു 1/3 ദ ഹോൾ ക്യൂബ് എന്ന് വരും. അപ്പൊ നമുക്കിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 നമുക്കിവിടെ R0 ക്യൂബ് ആവും, ഇവിടെ A റൈസ് ടു 1/3 റൈസ് ടു 3A ആവും. അപ്പൊ ഇത് എയും എയും കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 3M × A ഡിവൈഡഡ് ബൈ എന്താ 4 π R0 ക്യൂബ് എന്ന് വരും. ഇതിന്റെ ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് 3 × M A ക്യാൻസൽ ആയി പോയി, ശരിയല്ലേ? ഇവിടെ എയുടെ ടൈം ക്യാൻസൽ ആയി പോയി, A വരില്ല.
എയുടെ ടൈം ഇവിടെ a/1/3 a ആവും. ആ എയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ 3 × m ഡിവൈഡഡ് ബൈ 4πr0³ ആണ്. ഇതിന്റെ അപ്രോക്സിമേറ്റ് ഓർഡർ എന്ന് വെച്ചാൽ 10⁻17 kg/m³ ആണ്. അപ്പോൾ ലൈറ്റർ ന്യൂക്ലിയസ് എടുത്താലും ഹെവിയർ ന്യൂക്ലിയസ് എടുത്താലും ഈ ഡേറ്റുകളൊക്കെ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. m എന്ന് പറയുന്നത് ആവറേജ് മാസ് ഓഫ് ന്യൂക്ലിയർ ആണ്, r0 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 10⁻17 kg/m³ ആണ്. അപ്പോൾ ഏത് ന്യൂക്ലിയസ് എടുത്താലും ആ ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ ഓർഡർ 10⁻17 kg/m³ ഈസ് ദ ഓർഡർ ആണ്. അപ്പോൾ ഇതിന്റെ ആ വാല്യൂ 1:1 വരും. എല്ലാത്തിനകത്തും ഈ കോൺസ്റ്റന്റ് ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 1:1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഹോൾസ് ആർ മൈനോറിറ്റി കാരിയേഴ്സ്. അത് തെറ്റാണ്. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നതിൽ ഹോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്ത വേക്കൻസി ഓഫ് ഇലക്ട്രോൺ ഈസ് എ ഹോൾ വിത്ത് നെഗറ്റീവ് ചാർജ്. വേക്കൻസി ഓഫ് ഇലക്ട്രോൺ ഹോൾ തന്നെയാണ്, പക്ഷെ അതിന്റെ ചാർജ് നെഗറ്റീവ് അല്ല. അപ്പോൾ അത് തെറ്റാണ്. അടുത്ത ഇമ്പ്യൂരിറ്റി എലമെന്റ് ആഡഡ് ഈസ് ഡോണർ ടൈപ്പ്. ഡോണർ ടൈപ്പ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതും തെറ്റാണ്. അടുത്ത ഫോർ എവരി പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആറ്റം ആഡഡ് ആൻഡ് എക്സ്ട്രാ ഹോൾ. പെൻഡാവാലന്റ് ആറ്റം ഡൊണേറ്റ് ആണ് ചെയ്യുന്നത്, അക്സെപ്റ്റർ ആറ്റം ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇതിലേക്ക് ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നോക്കുമ്പോൾ ഇലക്ട്രോൺ വിൽ മൂവ് ഫ്രം വൺ ഹോൾ ടു അനദർ കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ ഫ്ലോ ഓഫ് കറന്റ്. ഇലക്ട്രോൺ എന്ന് വെച്ചാൽ അവിടെ ഫ്രീ ഇലക്ട്രോൺ അല്ല, ബോണ്ടഡ് ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഒരു ഹോളിന്റെ പ്ലേസിലേക്ക് വരും. അപ്പോൾ അവിടെ ആ ബോണ്ടഡ് ഇലക്ട്രോൺ പോയ സ്ഥലത്ത് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആ ബോണ്ടഡ് ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ആണ് ഇവിടെ കറണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ബോണ്ടഡ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇവിടെ കൊടുക്കാൻ പറ്റുന്ന കറക്റ്റ് ആൻസർ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CB മോഡ് ഓഫ് ട്രാൻസിസ്റ്റർ കറണ്ട് ത്രൂ ദ എമിറ്റർ തന്നിരിക്കുന്നത് 6 മില്ലി ആംപിയർ ആണ്. അപ്പോൾ മോഡ് CB ആണ്, CB മോഡാണ്. ട്രാൻസിസ്റ്ററിൽ CB മോഡുണ്ട്, CE മോഡുണ്ട്, CC മോഡുണ്ട്. ഇനി ഇതിനകത്ത് കറണ്ട് ഗെയിൻ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പോൾ CB മോഡിൽ ബേസ് ആണ് എന്തെന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കറണ്ട് ഗെയിനെ ആൽഫ ഡിഫൈൻ ചെയ്യാൻ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ എന്തായാലും ബേസ് കോമൺ ആണ്. അപ്പോൾ ഔട്ട്പുട്ടിൽ വരുന്ന കളക്ടറാണ്. അപ്പോൾ IC ഡിവൈഡഡ് ബൈ, അപ്പോൾ ബേസ് കോമൺ ആയതുകൊണ്ട് ഇൻപുട്ട് എന്തായാലും എമിറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനകത്തുനിന്ന് കളക്ടർ കറണ്ട് എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എമിറ്റർ കറണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ICയുടെ വില എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു IE ആയിരിക്കും. ആൽഫ എന്ന് പറയുന്നത് 0.95 ആണ്. 0.95 ഇൻറ്റു IE എന്ന് പറയുന്നത് 6 മില്ലി ആംപിയർ ആണ്. അപ്പോൾ ഇത് 5.7 മില്ലി ആംപിയർ എന്ന് വരും. ഇനി നമുക്ക് ഏതൊരു ട്രാൻസിസ്റ്ററിലെയും എമിറ്റർ കറണ്ട് എന്ന് വെച്ചാൽ സം ഓഫ് കളക്ടർ കറണ്ട് പ്ലസ് ബേസ് കറണ്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് IE എന്ന് പറയുന്നതിനെ IC പ്ലസ് IB എന്ന് എഴുതിക്കൂടെ, IC പ്ലസ് IB എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്കിവിടെ ചോദ്യം IB അല്ലേ, IB എങ്ങനെ കണ്ടുപിടിക്കാം? IB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, IB ഈസ് ഈക്വൽ ടു IE മൈനസ് IC എടുത്താൽ മതി. IE മൈനസ് IC. IE എന്ന് പറയുന്നത് 6 എന്ന് തന്നിട്ടുണ്ട് മില്ലി ആംപിയറിൽ, ഇത് 5.7 എന്ന് കിട്ടി. അപ്പോൾ 6 മൈനസ് 5.7 ചെയ്താൽ മതി. 6 മൈനസ് 5.7 യൂണിറ്റ് മില്ലി ആംപിയറിലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.3 മില്ലി ആംപിയർ ആണ്. 0.3 മില്ലി ആംപിയർ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The compound semiconductor used for making LED of different color. ഇത് NCERT-യിലെ കറക്റ്റ് തിയറിയിൽ LED എന്ന് പറയുന്ന സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. LED ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് ആണ്. ഇതാണ് ഇതിന്റെ ഈ കോമ്പൗണ്ടിൽ വ്യത്യാസം വരും, LED കളറിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്ന LED ഉണ്ടാക്കാനായിട്ടുള്ള കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ along with a tank circuit with positive feedback. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഔട്ട്പുട്ടിലെ ഒരു പവർ സെയിം ഫേസിൽ ഇൻപുട്ടിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കും, എനർജി ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഒരു ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആക്ച്വലി NCERT-യിൽ ഒരു ഡയഗ്രാം തന്നിട്ട് അതിന്റെ തൊട്ടുതാഴെ എഴുതിയിട്ടുണ്ട്, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് നോൺ ആസ് ആൻ ഓസിലേറ്റർ. ടാങ്ക് സർക്യൂട്ട് എന്ന് വെച്ചാൽ പാരലായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡക്ടറും കപ്പാസിറ്ററും ചേർന്ന ഒരു സിസ്റ്റത്തിനെയാണ് ടാങ്ക് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഈ ടാങ്ക് സർക്യൂട്ടാണ്. പിന്നെ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ എനർജി ഡെസിപ്പേഷൻ ഉണ്ടാവും. അപ്പോൾ ഔട്ട്പുട്ടിലെ ഒരു എനർജി ഇൻപുട്ടിലേക്ക് സെയിം ഫേസിൽ ഫീഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ സെയിം ഫേസിൽ ഫീഡ് ചെയ്യുമ്പോൾ മാത്രമേ ഇതിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയത്തുള്ളൂ. ആ പോസിറ്റീവ് ഫീഡ്ബാക്ക്
ഉള്ള ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസിലേറ്റർ. NCERT ടെസ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ ചെയ്യാം. ഇതൊക്കെ തിയററ്റിക്കൽ ചാപ്റ്ററുകളല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് കമ്മ്യൂണിക്കേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ട്രാൻസിസ്റ്റർ the audio signal of frequency omega m is modulated by the carrier signal omega c and the band pass filter in it reject the frequencies. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഓഡിയോ ഫ്രീക്വൻസിയും റേഡിയോ ഫ്രീക്വൻസിയും നമ്മൾ പിന്നെ മിക്സ് ചെയ്തിട്ട് സൂപ്പർപോസ് ചെയ്ത് സിഗ്നൽ ഉണ്ടാകുമ്പോൾ കുറേ കമ്പോണന്റുകൾ വരും. ആ കമ്പോണന്റിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഇതിൻ്റെ കാരിയറിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്പെക്ട്രം NCERT-ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് വേഴ്സസ് ആംഗുലർ ഫ്രീക്വൻസി റേഡിയയിൽ വരച്ചു കഴിഞ്ഞാൽ ഒമേഗ റേഡിയയിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 2 സൈഡ് ബാൻഡ് ഫ്രീക്വൻസി വരും. അതിന് രണ്ടിനും ഒരെണ്ണം എന്ന് പറയുന്നത് ഒമേഗ സി പ്ലസ് ഒമേഗ എം ആണ്, ഒന്നെന്ന് പറയുന്നത് ഒമേഗ സി മൈനസ് ഒമേഗ എം ആണ്, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കാരിയർ ആണ്, ഒമേഗ സി ആണ്. അപ്പൊ ഇതിനകത്ത് ഒമേഗ സി, ഇവിടെ ഒമേഗ സി, ഈ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ മ്യൂ, ഇതിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് ഇൻറ്റു കാരിയർ ആംപ്ലിറ്റ്യൂഡ് ബൈ 2 ആയിരിക്കും. നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സിന് M എന്നെടുത്താൽ MAC/2 ആയിരിക്കും. ഈ ഓരോ സൈഡ് ബാൻഡിന്റെ എന്തെന്ന് പറയുന്നത്, സൈഡ് ബാൻഡിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ 2 ഇൻറ്റു മോഡുലേഷൻ ഇൻഡെക്സ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് റിട്ടേൺ ചെയ്യുന്ന ഇത്രയും മാത്രമേ കാണത്തുള്ളൂ. ഈ സൈഡ് AM എന്ന് പറയുന്ന സിഗ്നല് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ 2 സൈഡ് ബാൻഡും ഒമേഗ സി മാത്രമേ കാണത്തുള്ളൂ. ബാക്കി വരുന്ന കമ്പോണന്റുകളൊക്കെ ബാൻഡ് പാസ് ഫിൽറ്റർ റിജക്ട് ചെയ്യും. അത് റിജക്ട് ചെയ്യുന്ന കമ്പോണന്റ് എന്ന് വെച്ചാൽ ഈ മോഡുലേറ്റിംഗ് സിഗ്നൽ ഫ്രീക്വൻസി റിജക്ട് ചെയ്യും, 2 ഒമേഗ സി റിജക്ട് ചെയ്യും, പിന്നെ 2 ഒമേഗ എമ്മും റിജക്ട് ചെയ്യും. ഒമേഗ എം, 2 ഒമേഗ സി, 2 ഒമേഗ എം. NCERT-ൽ ആ ഡയഗ്രാം വരച്ച കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. സ്പീച്ച് സിഗ്നൽ റിക്കേഴ്സ് എ ബാൻഡ് വിഡ്ത്ത് ഓഫ് 2800 ഹെർട്സ്. അത് കറക്റ്റ് ആണ്. അത് NCERT-ലെ ആദ്യത്തെ പോർഷൻ ആണ്. അത് ശരിയാണ്. അപ്രോക്സിമേറ്റ് ബാൻഡ് വിഡ്ത്ത് ടു ട്രാൻസ്മിറ്റ് മ്യൂസിക്, അത് 20 kHz. അതും NCERT-ൽ ആ തുടക്കത്തിൽ പറയുന്നുണ്ട്. അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്, ഇത് കറക്റ്റ് ആണ്. അടുത്ത ബാൻഡ് വിഡ്ത്ത് ഓഫ് വീഡിയോ സിഗ്നൽ, അത് 4.2 MHz. അതും NCERT-ൽ പറയുന്നതാണ്. അടുത്ത ബാൻഡ് വിഡ്ത്ത് യൂഷ്വലി അലോക്കേറ്റഡ് ടു ട്രാൻസ്മിറ്റ് TV സിഗ്നൽ ഈ 6 MHz. അതും ശരിയാണ്. TV സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓഡിയോയും വീഡിയോയും കാണും, അത് വീഡിയോക്കാട്ടിയും കൂടുതലായിരിക്കും. അത് 6 MHz എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇൻകറക്റ്റ് ആണ്. ഡിജിറ്റൽ സിഗ്നൽ ഇൻ ദ ഫോം ഓഫ് സൈൻ വേവ്സ് തെറ്റാണ്. അനലോഗ് സിഗ്നൽ ആണ് സൈനസോയിഡൽ അല്ലെങ്കിൽ ആ ഒരു വേരിയേഷൻ കാണിക്കുന്നത്. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നതിന് ഒരു ഡിസ്ക്രീറ്റ് വാല്യൂ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അത് 0ഉം 1ഉമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സെന്റൻസ് ആണ് തെറ്റായിട്ട് പോയത്. അപ്പോൾ നമ്മുടെ ഈ റോങ് ആയിട്ടുള്ള ആൻസർ എടുക്കുമ്പോൾ ഈ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടായിരുന്നെങ്കിൽ ABCD 4 ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പോൾ ഇൻകറക്റ്റ് ആയതുകൊണ്ട് ഈ ആണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ആൻസർ. അപ്പോൾ കെമിസ്ട്രി ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ കീ ഒക്കെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കീമിന്റെ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, കെമിസ്ട്രി സാർ. Okay, so we are starting with the discussion of chemistry questions. Question number 73. A cooking gas contains carbon and hydrogen only. A volume of 11.2 liter of this gas is found to weigh 22 gram at STP. Then the molecular formula of the gas is STP. 22 gram 11.2 liter. We know a correlation. 22.4 liter of a particular gas at STP corresponds to 1 mole of that particular gas. അത് വെച്ചിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോണത്. സോ വി ആർ ഗോയിങ് ടു റൈറ്റ് 11.2 liter is corresponding to 22 gram at STP condition. So because 11.2 liter corresponds to 22 gram, we know 22.4 liter corresponds to 44 gram, and 22.4 liter stands for 1 mole of that particular hydrocarbon. So 1 mole in the weight 44 gram. All you have to check is what matches with the 44 gram here. So if you check 44 gram ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ C3H8, 12 into 3 corresponds to 36, and 8 into 1 for hydrogen, it will come to 36 plus 8, 44 gram. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 44 gram തന്നെ കാണുമ്പോൾ കാർബണിന്റെ വെയിറ്റ് ആണ് കൂടുതൽ, കാർബണോ ഹൈഡ്രജനേ ഉള്ളൂ. 12 എത്ര തവണ പോകുന്നു നോക്കുക. സോ 12 3 times പോയാൽ തന്നെ 36 ആയി.
അപ്പൊ 36 ആയിട്ട് ഇത് കറസ്പോണ്ടിങ്. പിന്നെ 36 ന്ന് 44 ലേക്കുള്ള ദൂരം എന്താ? 8. We get it as option A. Coming to the next question. The number of electrons in an atom that may have the quantum numbers n equal to 3 and the spin quantum number ms equal to plus half. When we say that the quantum number is n equal to 3, we are talking about the third shell. In the third shell we know 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും എത്ര ഓർബിറ്റൽസ് ആ പോസിബിൾ? ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാം. ഇവിടെ ഒരു 3s ഓർബിറ്റൽ, ഇവിടെ 3 3p ഓർബിറ്റൽ, ഇവിടെ 5 3d ഓർബിറ്റൽ. അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സോ ടോട്ടൽ 5 plus 3 plus 1 will come to 9 orbitals. 9 orbitals correspond to 18 electrons. So I have 9 orbitals and 18 electrons. We know that in one particular orbital, ഒരു ഓർബിറ്റലിൽ you will have only 2 electrons, and one electron will have plus half, then the other electron's spin has to be minus half. So from that you understand, out of 18 electrons, 9 should have a spin of plus half and 9 should have a spin of minus half. For 74, answer becomes B. Another way of doing it is the maximum number of electrons in the third shell. How will you find it out? The formula that we use is a 2n square, and for n, if you substitute it as a 3, it will become 3 3s are 9, 9 to 18. 18 electrons ഉണ്ട് മൊത്തം. പകുതി ഇലക്ട്രോൺസിന് നമുക്ക് പ്ലസ് ഹാഫ്, ബാക്കി പകുതി ഇലക്ട്രോൺസിന് മൈനസ് ഹാഫ്. ആ രീതിയിലും you will get it as 9. Coming to the next question. No two electrons in an atom can have the same set of 4 quantum numbers. This is known as, we know it is called Pauli's exclusion principle. Very direct question. So question number 75, answer is option B. The first ionization enthalpy is the least in. ആർക്കാണ് ഏറ്റവും കുറവ് ionization enthalpy വരുന്നത്? Now for this particular question, if you see, what you have to check is which element lies most downwards in the periodic table, because you know that as you are going downwards in the periodic table, ionization enthalpy will decrease. Why will it keep on decreasing? Because outermost electron is getting more and more far away from the nucleus. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഗ്രൂപ്പ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. If I talk about group 14, group 14 is a carbon group. In carbon group, I know I have carbon, silicon, germanium, tin, lead. Carbon, silicon, germanium, tin, lead. In this, our germanium is given here. Now, this is group 14. Coming to group 15, nitrogen, phosphorus, arsenic, antimony, bismuth. And if you see, this group 14, antimony group 15, bismuth group 15, arsenic group 15. Evade arsenic, antimony, bismuth. Then we have group 16, oxygen, sulfur, selenium, tellurium, polonium, and they got tellurium. Now if you see the comparison is between these elements, I have drawn the periodic table fast, whichever groups we need. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ionization enthalpy is the least. അപ്പൊ നിങ്ങൾക്കറിയാം group 15 ഏറ്റവും താഴെ കിടക്കുന്ന ആളാ bismuth. As you go down, the ionization enthalpy should surely decrease. So bismuth will become the answer. Nobody will have a doubt about tellurium, because as you go from left to right in the periodic table, ionization enthalpy will increase because the size of the atom is decreasing as you go from left to right. താഴത്തേക്ക് പോകുന്നതോറും സൈസ് ഭയങ്കരമായിട്ട് കൂടാണ്, ന്യൂക്ലിയസിന് ദൂരം കൂടാണ്. ഓട്ടോമാറ്റിക്കലി you can find the answer easily. It will come as bismuth. Coming to the next question, 76, elephant. Predict in which of the following entropy decreases. For our understanding, entropy means disorder. അപ്പൊ എവിടെയാ നോക്കണ്ടേ? entropy കുറയണം. Liquid crystallized into solid. More order is coming. Surely we know that the entropy is decreasing there. 77, the answer we get it directly. 77A. Discussing the other options. Temperature of a crystalline salt is raised from 0 Kelvin to 115 Kelvin. As you increase the temperature, the atoms will start to vibrate faster. Of course, entropy will increase. Then NaHSO3, solid. Becomes Na2SO3, Na2CO3, solid. Carbon dioxide, gas. H2O, gas. If you see, solid in reaction start and you are getting solid, gas. More number of moles of gas is increasing, means atoms are more free. Disorder is surely increasing. Entropy is increasing. So this is also not our option. H2 gas is becoming 2 moles of hydrogen gas. 1 mole gas il ninnum 2 mole gas like poi. Entropy increased. Not our answer. 2 moles of SO3 gas. Okay, so I have 2 moles of gas. I am getting 2 moles of SO2 gas. Avade 2 mole SO2 gas kitti and 1 mole of oxygen gas. So here I have 3 moles of gas.
Here I have 2 moles of gas. More number of moles of gas, entropy will surely increase. Not our answer. We have to find where it decreases. 77 answer A. In which of the following sp2 hybridization is involved in the central atom? Now I am going to write the hybridization for each of these atoms here, and it's very easy. നമുക്ക് പെട്ടെന്ന് അങ്ങ് എഴുതാവുന്നേ ഉള്ളൂ. Coming to the case of NH3. In the case of NH3, I know that nitrogen has 5 outermost electrons. 3 bond ഉണ്ടാക്കാൻ 3 hydrogen നിൽക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 5 electronsൽ 3 electron hydrogen കൊടുത്താൽ 3 bond pairs will be there. 2 electrons remaining. So 2 electrons remaining means 1 lone pair remaining. Of course, I need 3 bond pairs and 1 lone pair. I need 4 orbitals. Hybridization will become sp3. In the case of NH3. Now I come to BCl3. In the case of boron, 3 valence electrons are there, 3 chlorines are there, so only 3 bond pairs are there. Of course, 3 hybridized orbitals are required. sp2. I have got the answer directly. For BCl3, we know it comes like this. Now ClF3. Chlorine 7 outermost electrons ഉണ്ട്. അപ്പോൾ 7 valence electronൽ 3 എണ്ണം fluorine കൊടുക്കണമെങ്കിൽ I will have to take 3 and give it to fluorine. So 3 bond pairs come from there. Then there are 4 electrons remaining. 4 electrons will come as 2 lone pairs. അപ്പോൾ 2 lone pairum 3 bond pairum. 2 lone pair, 3 bond pair. And we know in the case of a chlorine, the outermost orbitals are coming in which subshells 3s and 3p. So automatically 3s 3p and hybridization ഉപയോഗിക്കാവുന്ന ഒരു 3s എടുക്കാം 3 3p ഓർബിറ്റൽ എടുക്കാം d എന്ന് പറഞ്ഞ എടുക്കാം കാരണം മൊത്തം 5 ഓർബിറ്റൽ വേണം 2 ലോൺ പെയറിനും 3 ബോണ്ട് പെയറിനും so hybridization will become sp3d. In the case of a PCl3, phosphorus, if you take the case of phosphorus, 5 valence electrons, 3 electrons chlorine കൊടുക്കണം കാരണം 3 chlorine ഉണ്ട് 2 electron ബാക്കി so 1 lone pair. So I have 1 lone pair, 3 bond pairs and automatically hybridization is sp3. Coming to phosphine pH3, there an exception comes in. Hydrides of group 15 do not align to the rules of hybridization. That is why you cannot talk about hybridization here. Nil. So we get that for question number 78, correct answer comes as option B. In which of the following molecules the central atom has expanded octet? Means central atomത്തിന് ചുറ്റും you should get more than 8 electrons. അങ്ങനെയാണ് expanded octet കിട്ടുമുള്ളൂ. So coming to sulfur dichloride, SCl2, same logic. 6 valence electrons ഉണ്ട് സൾഫറിൽ. 2 എണ്ണം ക്ലോറിന് ഷെയർ ചെയ്യാൻ കൊടുത്താൽ 4 എണ്ണം സൾഫറിന്റെ കയ്യിൽ ബാക്കിയിരിക്കും. അത് 2 ലോൺ പെയർ ആയിട്ട് നമുക്ക് ഇടാം. And 2 bonds to chlorine. Now, how many electrons are there around sulfur? Lone pair in there 1, 2, 3, 4, 5, 6, 7, 8. Oh, it is coming inside that octet only, nothing more than the octet. So this is not our answer. Coming to boron trichloride, we saw this earlier. In the case of boron trichloride, BCl3, 1, 2, 3, 4, 5, 6. 6 electrons are there around boron. Octet in മേലേക്ക് പോയിട്ടില്ല, so it's not expanded octet. Now, so this is also not our answer. Nitrogen dioxide, we know that the structure comes like this, where nitrogen has 5 valence electrons around it, and ഈ oxygen ആയിട്ട് 2 electrons ഷെയർ ചെയ്യാൻ വെച്ചു, ഇങ്ങോട്ട് day 2 bond ആണ് 2 electrons വെച്ചു, പിന്നെ so 1, 2, 3, 4, 5, I have accounted for all the electrons of nitrogen. In total, how many electrons are there around nitrogen in that molecule? 1, 2, 3, 4, 5, 6, 7. So 7 electrons are there around it. So here also I have not gone above the octet. So this is also not our option. Ozone. In the case of ozone, it comes like this, where this oxygen forms a double bond to this oxygen, 1 day 2 bond to this oxygen, and so 1 lone pair will be remaining. Why does it come like this? Because in the case of oxygen, നമുക്കറിയാം 6 electron ആണ് വാലൻസ് ഷെല്ലിൽ ഉള്ളത്, 2 electron ഇങ്ങോട്ട് കൊടുത്തു, 2 electron ഇങ്ങോട്ട് കൊടുത്തു, പിന്നെ ഒരു ലോൺ പെയർ ആണ് ബാക്കി. So how many electrons are there around oxygen? 1, 2, 3, 4, 5, 6, 7, 8. 8 electrons are there, and it is not coming above the octet value. So automatically there is only one option that is remaining, sulfuric acid. How will it come for sulfuric acid? Structure roughly, you know, it comes like this. Now if you see around the sulfur, how many electrons are there? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 electrons. Of course, it is more than 8. It is an expanded octet. For question number 79, answer will come as option E. Coming to the next question. A cycle tube will burst if the volume of air inside exceeds 1 liter at room temperature. Appa aa tube ne maximum expand cheyavuna volume 1 liter aanu. Okay, we have got that. If at 1 bar pressure the air occupies
500 ml. So they have given us a pressure condition, they have given us a volume condition. Then up to what pressure can the tube be expanded at the same temperature? From this question we get that. ഇവിടെ volume തന്നു, ഇവിടെ ഒരു pressure volume തന്നു, ഇവിടെ വേറെ pressure ചോദിച്ചു. Automatically we can take P into V as a constant, and the formula that we will use here is P1 V1 is equal to P2 V2. Let us see. One condition, 1 bar pressure air occupies 500 ml. So I can write for this P1 it will be 1 bar. For this volume in terms of a liter, it will be 0.5 liter. And for this particular pressure, I have to find it out. What is this V2? 1 liter അവർ തന്നിട്ടുണ്ട്. Automatically to find out what is this value of a P2, what will this become? This implies that 1 ന്നുള്ളത് so I can write 1 into 0.5 is equal to P2 into 1. This implies that P2 is equal to 0.5 by 1 means this will become 1 by 2 will become 0.5 bar. From this I get for this particular question, if I solve this expression, I will get for question number 80 option as C. Coming to the next question. The ratio of the actual molar volume of a gas to the ideal molar volume is dash of the gas. This is the direct definition for compressibility factor Z, and we know that from the NCERT textbook, Z is equal to real volume divided by ideal volume. Z is equal to V real divided by V ideal. We also know that Z can be expressed as PV by nRT. States of matter chapter, Z is equal to PV by nRT, compressibility factor, and we then derive and get this particular relation V real by V ideal, and it is given as a standard definition there. So for question number 81, correct option comes as E, elephant. Enthalpy change is always a negative for which one of the following processes? Whenever you say that enthalpy or delta H is a negative, the meaning is that energy is being released out. Means it is an exothermic process. So all you have to check is among these options which is an exothermic process. നോക്കുമ്പോൾ enthalpy of ionization, you will have to supply energy. So this is an endothermic process. Sublimation, you will have to supply energy to sublime a particular substance. Vaporization, you will have to supply energy for making a particular liquid into its vapor state. Enthalpy of a fusion, here also you will have to supply energy for doing the fusion process. You come to combustion, of course you know that whenever you are burning something, energy is released out, and if energy is released out, automatically becomes exothermic, then the enthalpy change will automatically become negative. So for question number 82, correct option comes as elephant, E. Now, the enthalpy change for the evaporation of a liquid at its boiling point, 127 degrees Celsius. From this, we get a temperature is 400 Kelvin. 127 plus 273 gives us 400 Kelvin. Is plus 40.32 kilojoules per mole. So delta H value is given plus 40.32 kilojoules per mole. What is the value of internal energy change for the above process at 127 degrees Celsius? They have told it is evaporation of a liquid. When you say evaporation of a liquid, the idea is that liquid is becoming gas. Now for this particular process, we have to find a delta U. What is the relation that we have? Delta H is equal to delta U plus delta NGRT. Now because here gas is formed, and we can take delta NG as 1. വേറെ എന്താ ഉള്ളത്? ഡെൽറ്റ എച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആറിന് 8.314 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ 400 കെൽവിൻ. ഡയറക്റ്റ് അല്ലേ, നമ്മൾ ചെയ്യാണ്. സോ ദിസ് വിൽ ബി 40.32 is equal to delta U plus 1 into 8.314. And what is the temperature? 400 Kelvin. Okay. Now on solving this, you will get the value of delta U. It will come to some 36.99 kilojoules per mole, and for this you will find that the correct answer will come as option C, which is the closest option, plus 37.0 kilojoules per mole. We are coming to the discussion of the remaining questions, and the next faculty will continue from here.
So the next question is, in which one of the following equilibria delta Ng value is 0? So here what we have to find is the difference in number of moles of gaseous reactant and gaseous product. So number of moles of gaseous product minus number of moles of gaseous reactant. So in the first case you can see that there are 2 moles of sodium NO and 1 mole of chlorine. So total number of moles of gaseous product is 3. So 3 minus, here there are only 2 moles of gases, so it will be 2. So answer is 1. In the second option, here there is only 1 mole of gas. So gaseous product is 1 minus, there are 4 moles of gaseous reactant, so it is equal to minus 3. In the third option, here number of moles of gaseous product is 2 minus number of moles of gaseous reactant is only 1, so it is equal to 1. And in the fourth option, delta Ng is equal to number of moles of gaseous product is 2 minus number of moles of gaseous reactant 1 plus 1 2. So here you will get the answer as 0. And in the fifth option, delta Ng is equal to, there are 2 moles of gaseous product 2 minus there is only 1 mole of gaseous reactant, so it is equal to 1. So you have to find the equilibrium in which delta Ng value is 0. So among this, the fourth option, that is option D, in which delta Ng value is equal to 0. So the next question is, the following concentrations were obtained for the formation of ammonia gas from nitrogen and hydrogen gas at equilibrium and at 500 Kelvin. So you are given the concentrations of nitrogen, hydrogen and ammonia, the equilibrium constant Kc for the reaction. So the reaction is also given, N2 gas plus 3H2 gas giving 2NH3 gas. So from this equation, we can write equilibrium constant K is equal to concentration of NH3 square divided by concentration of nitrogen into concentration of hydrogen raised to 3. Okay. So you are given the values of concentration of all these terms at 500 Kelvin. So we can just substitute the values. So concentration of ammonia is given as 2 into 10 raised to minus 2. So 2 into 10 raised to minus 2 square divided by concentration of nitrogen, it is given as 10 raised to minus 2 molar into concentration of hydrogen, it is given as 2 into 10 raised to minus 2 molar raised to 3. So if you're solving this, you'll get as 2 raised to 2 into 10 raised to minus 4 divided by 10 raised to minus 2 into 2 cube into 10 raised to minus 6. So 2 raised to 2, 2 raised to 3, can write 1 by 2. On the numerator, you have 10 raised to minus 4. Denominator, you have 10 raised to minus 8. So on solving this, which is equal to 1 by 2, it is 0.5 into 10 raised to 4, or it is equal to 5 into 10 raised to 3. Okay, the value will give us 5 into 10 raised to 3, and the unit here in all the options you are given the same unit. So to get the unit, you know that concentration of ammonia unit is moles per liter, and that is square divided by concentration of nitrogen, it will be moles per liter into concentration of hydrogen, it's again moles per liter cube. So if you are solving this, the unit will come as mole raised to minus 2 dm raised to 6. So the correct answer will be 5 into 10 raised to 3 mole raised to minus 2 dm raised to 6. So the next question, the SI unit of molar conductivity is. So the molar conductivity equation is lambda m is equal to kappa into 1000 divided by C. So the unit of kappa in SI unit is equal to Siemen meter raised to minus 1. And the unit of concentration is
moles per concentration is generally expressed in moles per liter, but here you have to write it in terms of SI unit. So you can write it as mole raised to meter raised to -3. So the unit will be Siemen meter square mole raised to -1. If you're simplifying, you will get the unit as Siemen meter square mole raised to -1. So the correct answer will be option D. The next question, which of the following is an example of disproportionation redox reaction? So ഒരു റിയാക്ഷനിൽ disproportionation reaction എന്ന് പറയണമെങ്കിൽ ഒരു species must undergo both oxidation and reduction. The same species must undergo oxidation and reduction. So here in the first option, you have two reactant. One is nitrogen. Nitrogen oxidation state 0. Oxygen is also 0. And in NO, the oxidation state of oxygen is -2. Nitrogen is +2. So here you can see that nitrogen is undergoing oxidation and oxygen is undergoing reduction. Different species are undergoing oxidation and reduction. So that is not a disproportionation reaction. In the second reaction, hydrogen oxidation state is 0. Oxygen oxidation state 0. Hydrogen in water it is +1. Oxygen it is -2. So hydrogen from 0 to +1 oxidized. Oxygen from 0 to -2 reduced, but here also different species are undergoing oxidation and reduction. So that is also not a disproportionation reaction. The next case, lead. Here oxidation state of lead is +2. Nitrogen is +5. Oxygen is -2. And in the product lead, there is no change in oxidation state. It is again +2. And oxygen -2. Oxygen also no change. In this molecule, nitrogen oxidation state is +4. Oxygen is -2. And here oxidation state of oxygen is 0. So in this molecule, you can see that nitrogen is undergoing +5 to +4. That is reduction. Oxygen is undergoing from -2 to 0. That is oxidation. But here both nitrogen oxidation is happening for nitrogen. Sorry, oxidation is happening for oxygen and reduction is happening for nitrogen. So different species are undergoing oxidation and reduction. So that is also not the example for disproportionation reaction. And the fourth one, sodium, here oxidation state is +1. Hydrogen it is -1. And in water, hydrogen it is +1. Oxygen it is -2. So coming to the product, sodium it is again +1. Oxygen -2. +1. Hydrogen 0. Here the reaction, what is happening is sodium hydrate is getting oxidized by water. So sodium hydrate is getting oxidized and water is getting reduced. So two different species are undergoing oxidation and reduction. So that is also not a disproportionation reaction. Coming to the last one, in NO2 the oxidation state of nitrogen is +4 and oxygen is -2. Now coming to product, here the oxidation state of nitrogen will be +3. Okay, so that is like x -4 is equal to -1. So x is equal to +3. Now in NO3 minus, the oxidation state of nitrogen is +5, and OH minus, oxygen is -2, hydrogen is +1. In water also hydrogen is +1 and oxygen is -2. So here you can see that nitrogen is undergoing oxidation, that is from +4 to +5, and the same NO2 is undergoing reduction, that is nitrogen is undergoing oxidation from reduction from +4 to +3. So NO2 is undergoing both oxidation and reduction. So this reaction is a disproportionation reaction. So the correct answer will be option E. Next, a scientist want to perform an experiment in aqueous solution in a hill station where the boiling point of water is 98.98 degrees Celsius. So here you are given the boiling point of water, that is pure water, as 98.98 degrees Celsius. So boiling point of pure water, you can write it as 98.98 degrees Celsius. Now how much urea is to be added by him to 2 kilograms of water to get the boiling point 100 degrees Celsius at the same place? So you are adding a solute into that, then there will be elevation in boiling point. So the elevation in boiling point, you have to increase the temperature up to 100 degrees Celsius. So the temperature of, or the boiling point of the solution must reach as 100 degrees Celsius. For that, how many grams of solute you have to add? So that is the question.
Now other data, you are given the molar mass of here solute is urea, so the molar mass of solute is equal to 60 gram per mole, and the weight of solvent is also given. Weight of solvent is given as 2 kg. So these are the things given. Now Kb is also given. Kb is equal to 0.51. So the solute is urea, it won't dissociate. So you can write the elevation in boiling point delta Tb is equal to Kb into M, where M is the molality of solution. So you can expand this equation. Kb into molality is number of moles of solute divided by weight of solvent. So number of moles is weight by molar mass. Weight of solute divided by molar mass of solute. So this is the number of moles divided by weight of solvent. I'm writing in kilogram. If you're writing in gram, you have to write 1000 in the numerator. So equation required weight of urea, that is solute WB, and equation rewrite delta TB into MB into WA divided by Kb. Okay. So that is equal to, now delta TB, it will be 100 minus 98.98, so that will be 1.02. Okay, so 1.02 into molar mass of the solute, that is 60, into weight of solvent is given as 2 kilogram, so 2 divided by Kb. Kb is given as 0.5. 0.5. So this cancel. So 4 into 6, 240 gram. Okay. So you have to add 240 grams of urea to the solution so that the boiling point will increase from 98.98 degree to 100 degrees Celsius. So the correct answer is option D. So the next question, the vapor pressure of pure benzene at a certain temperature is 0.850 bar. So vapor pressure of pure benzene, that is P0, is given 0.850. A non-volatile, non-electrolyte solid weighing 1 gram when added to 39 gram of benzene, vapor pressure of the solution is reduced to 0.845 bar. What is the molar mass of the solid substance? So vapor pressure of pure benzene is given as 0.850. So when you are adding some solute into that, its vapor pressure will decrease, and the vapor pressure of the solution has given is 0.845 bar. Now here you can apply the relative lowering of vapor pressure, that is colligative property, and P0 minus P is equal to number of moles of solute divided by number of moles of A. Actually, this question is a solved example in NCERT textbook. So direct substitution on tanna values substitute. P0 is given as 0.850 minus P0, P is 0.845, and so this is P0. P0 minus P divided by P0 is equal to NB by NA. So P0 is 0.850 equal to. So NB by NA is the number of moles of solute divided by number of moles of solvent. So this you can write it as number of moles of solute is weight by molar mass. So weight of solute divided by molar mass of solute, and number of moles of solvent is weight of solvent into molar mass of solvent. Okay. So weight of solvent
a non-volatile, non-electrolyte solid weighing 1 gram. So weight of solvent is 1 gram added to 39 gram of benzene. So weight of solvent is equal to 39 gram, and molar mass of solvent is given, benzene is given, is equal to 78 gram per mole. What is the molar mass of the solid substance? So we have to find this molar mass. So weight of solute is 1 gram, and molar mass of solvent benzene, it is 78, divided by molar mass of solute, so that is what we have to find, and weight of solvent is 39 gram. Okay, so this is 2. So this value 0.850 minus 0.845 is 0.005 divided by 0.850, which is equal to 2 divided by MB. So MB is equal to 2 into 0.850 divided by 5 into 10 raised to minus 3. So this is 2 into 850 divided by 5. 170 into 2, that will be equal to 340 gram per mole. Okay. So the answer is 340 gram per mole. So the answer for the question is option A. So the 98th question, for the reaction 2P plus Q giving P2Q, the rate of formation of P2Q is 0.24 moles per liter per second. Then the rates of disappearance of P and Q respectively are. So ഇവിടെ റിയാക്ഷൻ തന്നിട്ടുണ്ട് 2P plus Q giving P2Q. So ഈ റിയാക്ഷന്റെ റേറ്റ് എഴുതുകയാണെങ്കിൽ റേറ്റ് is equal to minus 1/2 d by dt of concentration of P, which is equal to minus d by dt of Q is equal to d by dt of P2Q. നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് the rate of formation of P2Q is 0.24. So d by dt of P2Q is given as 0.24 moles per liter per second inverse. Now the rate of disappearance of P, the rate of disappearance of P from this equation is minus d by dt of P. So this is the rate of disappearance of P, minus d by dt of P, which is equal to 2 into d by dt of P2Q. So that is 2 into d by dt of P2Q is 0.24, and that is equal to 0.48. Next, നമുക്കാണത് rate of disappearance of Q, അതായത് minus dq by dt. So minus d by dt of Q is equal to, it is d by dt of P2Q, 0.24. So ഈ ക്വസ്റ്റന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it will be 0.48 moles per liter per second, 0.24 moles per liter per second ആണ്. പക്ഷെ ഇവിടെ ഓപ്ഷനിലൊന്നും അങ്ങനത്തെ പോസിറ്റീവ് വാല്യൂസ് തന്നിട്ടില്ല, എല്ലാ വാല്യൂവും നെഗറ്റീവ് ആണ് തന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻസിൽ ഇല്ല. പക്ഷേങ്കിൽ ഇവിടെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്നുള്ളത് നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇനി ക്വസ്റ്റന്റെ ആൻസർ നമുക്ക് സി ആയിട്ട് വേണേ കൺസിഡർ ചെയ്യാം. ഓക്കെ, because it is 0.48 moles per liter per second,
0.24 moles per liter per second ആണ് rate of disappearance of P and Q വരുന്നത്. So the correct answer can be C, but actually the value should be positive. So if the question is not getting cancelled, you can say the correct answer will be C. Next question, choose the correct set of reactions which follow first order kinetics. So the first, thermal decomposition of HI on gold surface. Second reaction, thermal decomposition of N2O5 gas at constant volume. Hydrogenation of ethene, decomposition of ammonia on a hot platinum surface, thermal decomposition of SO2Cl2 at constant volume. ഈ റിയാക്ഷൻസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം first reaction, fourth reaction is the reaction taking place on metal surface. So generally the reaction taking place on metal surface are zero order reaction. So 1 and 4 are zero order reaction. Other than that, reaction 2, reaction 3 and reaction 5 are first order reaction. So in all the options A to D, you can say either 1 or 3, 4 is present. So in option E, you have 2, 3 and 5 given. So 2, 3, 5 are first order reaction. So the correct answer will be option E. Next question, which one of the following is true? First sentence, chemist option is not specific in nature. Chemist option, you know that there will be chemical reaction between the gas and the metal surface. So the reaction is specific, chemical reactions are specific. So chemist option is not specific in nature is a wrong statement. Second one, physis option is irreversible. Physis option is reversible process. So this is also a wrong statement. Both physis option and chemist option depends upon the nature of the gas. See, in chemist option, you know that we have already said it is highly specific in nature, so the process depends upon the nature of gas. And physis option, it is, you know that it depends, extent of physis option depends upon the nature of gas, like easily liquefiable gas can be absorbed more on the metal surface. So both physis option and chemist option depends on the nature of the gas is a correct statement. Enthalpy of adsorption is high in physis option. So this is a wrong statement. In physis option, the interaction is weak van der Waals interaction between the metal surface and the gas, whereas in chemist option, there is chemical reaction between the metal surface and gas. So there will be more enthalpy in case of chemist option because of the chemical reaction. So that statement is also wrong. Last one, chemist option increases with surface area of adsorbent, while in physis option it is not. Actually, both chemist option and physis option increases with increase in surface area of the adsorbent. So this is also wrong statement. So the correct answer, or which one of the following is true, is option C. Option C is true statement. Next question, when zinc metal is reacted with aqueous sodium hydroxide, the product formed are. So zinc, if it's reacting with aqueous sodium hydroxide, NaOH plus H2O, you will get sodium syngate and hydrogen gas. Okay, so this is a reaction, so you will get sodium syngate and hydrogen gas. So the correct answer is option D, sodium syngate and hydrogen gas. Next question, syngas produced from sewage is a gaseous mixture of, so syngas is also known as synthetic gas. It's a mixture of carbon monoxide and hydrogen. Okay. Choose the correct choice containing true statement regarding to PCl file.
1. PCl5 is prepared by the reaction of white phosphorus with excess of dry chlorine. Yes, it is a correct statement. P4 reacts with Cl2 is a dry, gives rise to PCl5. This is a 10. So first statement is correct. Second one, the complete hydrolysis of PCl5 gives phosphoric acid. Yes, it also correct. PCl5 plus H2O gives rise to POCl3 plus 2HCl, and POCl3 plus 3H2O gives rise to POOH taken thrice 3HCl. That is nothing but H3PO4. That is why this is also correct. Next one is PCl5 has a square pyramidal structure in gaseous phase. Is wrong. It is involved in sp3 dehybridization and is a trigonal bipyramidal shape. So this is not a correct statement. Next one, all 5 bonds in PCl5 molecules are equivalent. So this also wrong. It has a 2 type of bonds. One is equatorial bonds and axial bonds. So these bond lengths are unequal. 2 type of chlorine atoms are there in the PCl5. So this is incorrect. This also incorrect. So answer is 1 and 2. Answer is E. Okay. Next one, match the substance and their uses. A. Silicones. The silicones are waterproofing fabrics. This is 4. Next one, zeolites, cracking of hydrocarbon in petrochemical industry. This is 1. Quartz is a piezoelectric material. This is 5. Borax is a flux for the soldering of metal. This is 3. And boron fibers. So this is light composite material for aircraft. So for this question, answer is A 4, B 1, C 5, D 3, and E 2. So answer is E. Okay. Choose the wrong statement in the following with regard to boric acid. It can be prepared by the hydrolysis of trihalides. Yes, it is a correct statement. We want is a wrong statement. Next, it is not a protonic acid, but it acts as a Lewis acid. This is also correct. It has a layer structures, is right, and it is freely soluble in cold water. This is wrong. It is sparingly soluble in what? In cold water, but completely soluble in hot water. So it is freely soluble in cold water. So it is a wrong statement. And E, on heating above the 370 K, it forms first metaboric acid, which on further yield to form boric anhydride. It also correct. H3BO3 is heated greater than 370 K, loss of 1 water molecule. HBO2 is a metaboric acid
metaboric acid. HbO2 is strongly heating up to red hot to form B2O3 and H2O. So this is also correct. We want wrong statement. Answer is D. Is it clear? Next one. The magnetic momentum of trivalent ion of a metal with Z equal to 24 in aqueous solution is. So here Z equal to 24, that is a chromium argon core, that is a 4s1 3d5. Here trivalent, chromium plus 3, loss of 3 electrons, 3d3, therefore 1 2 3, this is a 3d3. Here n equal to 3 is okay. Therefore mu equal to square root of n into n plus 2 bm, this equal to 3 into 5 is a root 15 is equal to 3.87 bm. So answer is A. It's okay. Next one is, in the first row of transition metals, the element that exhibits only plus 3 oxidation state is. So scandium 2, then is a transition metals, that is a copper, that is a transition, not a transition element, is a D block element. Here this is scandium, only can show plus 3 oxidation state. Is okay. So answer is B. Okay. Next one. The metal that has the highest melting point in the first series of transition elements. So here some obligation is there. I'm explaining purely from the NCERT book. According to NCERT, this is a melting point 10 cube K. This is atomic numbers. This is 1. So this is around 1, this is 2, this is 3, this is a titanium, this is a vanadium, this is a chromium, manganese, iron, cobalt, nickel, and is a copper. So according to purely from the NCERT test, this is answer is chromium. Because of chromium has greater number of unpaired electrons in n-1 d orbital along with ns orbital, which are able to form strong interatomic metallic bonds. That is why according to NCERT, answer is chromium. But we go to the standard reference books. I'm explaining through the NCERT. This answer is not my answer from the NCERT. Answer is 3. But here go to the standard books from J.D. Lee or then K. Ramarao. Then melting point of vanadium is approximately 1915 degrees Celsius. For chromium, that is 1900, this one. So according to those books, vanadium has abnormally high melting point, is not explained through the electronic configuration. So anyway, here I am giving the answer from the NCERT, purely from the NCERT. Answer is chromium. Answer is C. Okay, is it clear?
Next one. Which one of the following complexes the conductivity of compound to 1:2 electrolyte in aqueous solution? Indirectly, he asked AB two type electrolyte. So first one is A. This is a cobalt, hexaamine, this is a +3, Cl3. This is 1:3 type. B, cobalt, NH3 taken 4, Cl2. This is a Cl, is a 1:1 type. Next, C, cobalt, NH3 taken 5 and Cl. This is a Cl2. This is 1:2. D, this is chromium tri NH3 taken thrice, aqua. This is a 3. This oxidation state is a 3. That is why 1:3. Next one is E. This is a silver, NH3 taken twice. This is a plus, Ag, Cn taken twice. So this is 1:1. So as per given data, we want 1:2 type. That is why answer is C. This one. Okay. Next one. The complex ion formed when the film developed in black and white photography is washed with the hyposolution. When AgBr silver bromide is treated with the hyposolution to form AgBr plus Na2S2O3 gives rise to Na3 AgS2O3 taken twice plus NaBr. That is why hypo used as a fixing agent in photography. You asked AgS2O3 taken twice is a -3. Okay, so answer is B, AgS2O3. This is okay now. Bis. What is the IUPAC name of this one? Bis thiosulfato argentate 1. So here oxidation state is 1. Okay, so answer is B. Is it clear? Next one. Which one of the following is an ore of aluminium? This is a colinite, Al2O3, 2SiO2, 2H2O. This is iron carbonate. This is malachite green, CuCO3, CuOH taken twice. Is a calamine, zinc carbonate is Fe2O3, hematite. So as per given question, aluminium ore is, what about that? Colinite. Answer is A. It's okay. The next one. In the estimation of
nitrogen present in organic compound, Geldahl method cannot be applicable. Here is a very regular bit. In this one, hydroxylamine, hydrazine, next azo compounds, diazo compounds, nitrogen in ring compounds, nitrogen present in ring compounds like pyridine, pyrrole, like so. Here this is D. These compounds are not applicable for Geldahl method for the estimation of nitrogen present in organic compounds. Is it clear? Go to the next one. Among the following, the alkene that exhibit optical isomerism. So, compound contain chiral center or asymmetric center. That compound can show optical isomerism. So here, this is A 1, 2. So answer is this one. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. This is 1. This is a methyl. This is a CH3, CH2. This is a CH2. This is a hydrogen. Is a chiral center. That's why this compound can show optical isomerism. One more is there, no? Yeah. This is not. One day. Only. Okay, now you can continue. Only key. Up to okay, next one, 106. The reagent that used to convert but2 I&II trans but2-ene. So here anti-addition takes place, that is Betz reagent. Answer is D. Okay, next one. Next, the compound A obtained by the reaction benzyl chloride with magnesium metal in dry ether followed by the treated with water, the compound A is. So here answer is, we go to this benzyl chloride, CH2Cl, magnesium in the presence of dry ether. This is CH2MgCl is treated with water. This is a HOH. We get a toluene. Answer is A. Okay. The next one, increasing order of boiling point of the following compounds. So boiling point depends upon one, hydrogen bonding, second one is molecular mass, third one is polarity, fourth one is surface area. Here required is only molecular mass.
molecular mass increases, then boiling point increases. This answer is C. Okay. Next one, the compounds A, B, C have same molecular formula. So what is the compound? C7H8O. So how to identify the isomers? So totally 5 isomers are there. That is our not a matter. Here required C6H5. Subtraction of C6H5. We get CH3O. That is on the ring OCH3. Here this is CH2OH and OHCH3. This is a cresol. Here 3 isomers are there. In this one is compound A and B is a hydrogen gas. Is a sodium metal. Here there is no hydrogen gas. It gives hydrogen gas. This gives the hydrogen gas. Next one, then compound B dissolved in NaOH. Compound B dissolved in NaOH. So is alcohols not soluble in NaOH. So B is a cresol. Okay. B is a cresol. Next one is, then C is inert with sodium and this is a C. This is a C. Okay, no? And what about that? Answer is required A, B, C. C is anisole. Anisole is anisole. B is, what is a B? Is along with, is treated with NaOH. This is cresol. Then A is remaining. What is the A? A is remaining is benzyl alcohol. So what is the answer? Benzyl alcohol, cresol and anisole. Answer is, this is 109. Answer is B. Is it clear? Next, 110. The suitable reagent is used to preparation of 2-methyl is a CH3 C. This is OH CH3. So this is adding. This is a formal. This is a methanol. Reacts with CH3 CH3 MgBr, that is gives this compound. So answer is E. Answer is E. Next, 111. Isopropyl benzene cumin is oxidized in the presence of air, compound X. On hydrolysis in the presence of acid, it gives the compound Y and Z. The compound X, Y, Z's are. So isopropyl alcohol reacts with this is preparation of phenol. So answer is D. Next one. Research scholar is, we go to the compound. The bottle contains only labeled as PQRS. We forgot which a bottle contained which among the compound P are only underwent the iodoform test. Here the given compounds are so in this one
The compound is, what is the first one? Acetone, CH3, C double bond, CH3. Next one is a benzaldehyde. Next one is acetaldehyde, CH3, CHO. Next one is C2H5, C double bond, then C2H5. Then in this one, the bottle PQR, forgot the label, compound P and Q iodoform test. This is iodoform test. This is P or R. This is P or R. It may be. Next one is then compound R along with reddish brown with the failing reagent. So this is a compulsory R. Baseline second is a P. So P is acetone, R is acetaldehyde. Next, what is the remaining? The compound Q and R alone underwent the Tollens reagent. So this is R is already R is there. What is the Q? Q is nothing but aldehyde. This is aldehyde. This is a Q. Remaining is What is the remaining? P, Q, R. This is a S. So P is acetone, Q is benzaldehyde, R is acetaldehyde. Then this is. Next, I go to the direct answers. Increasing order of acidic strength. Acidic strength is acidic strength. Ka is directly proportional to electron withdrawing groups. So a strong electron withdrawing group. This is Cn CCl2. Here this is CCl2. Is a Cn. This is a 2Cl2. Cl is wrong. This is Cn. This is Cl. This is possible. This is Cl. Is Cl2 is wrong. This is Cn. This is a Cl. This is a possible. In this, here go to the remaining. So here you go to the Cl. Here Cl2. This is a wrong. Answer is A. 113. Answer is A. So next. Okay. Next 114. Which of the following is not a correct with respect to properties of amines? So Kb for 114, answer is a C. Next one 115 is alkyl. Here go to the hydrogen bonding. Hydrogen bonding is directly proportional to hydrogen. Answer is A. So next one 116, convert the benzene diazoning chloride to then bromobenzene is treated with HBr in the presence of copper, that is called Gutterman. Is a cuprous halides are there, that is a Sandmeyer. Answer is 116. Answer is B. The next one, which of the following statement is true with regard to glucose? Is you want a true statement, it gives this is a wrong, this is a wrong, so this is right, and it does not undergo the meta rotation is wrong, this is wrong. This is only at this temperature alpha is possible. Answer is C. 117, answer is C. Next one, this is answer is a D. D. 118, answer is D. Next, the drug enzyme 2. This answer is A. Next, so due to lack of time, I explain only key. It gives which of the following is major contribute glucose, global warming, that is SO2. B.
Okay. Clear? Dear students, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാത്തമാറ്റിക്സ് പേപ്പർ സോൾവ് ചെയ്യാൻ പോവുകയാണ്. Our first question is, let f minus 4 to 2 closed interval to r be given by f of x equal to square root of 16 minus x square. Then the range of the function f is, here domain is minus 4 to 2. So range is, in single step, range is, substitute 2 here, that is root of 16 minus 4, and root of 16 minus 4 the whole square. That is, correct range is, this is 0, this is root 12, that is 2 root 3. That is, 16 minus root 4 square, that is 0. And square root of a number is always, this theory is also included. Root of 16 minus x square always positive. So when x equals 0, that root 16 is 4. And when x equal to 2, that is 16 minus this, that is root of 12. And when x equal to 4, x equal to minus 4, that becomes 0. This one, that is 0 root 12 or 0 2 root 3. 0, wait a minute, just so root of 16 minus x square. Our domain is minus 4, 2. Now listen, the least value, this least value, that is root of 16 minus x square is greater than or equal 0 ആണ്, ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ അത് മാക്സിമം കിട്ടും. അപ്പോൾ 0 ഇതിൻ്റെ ഉള്ളിലുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാവുന്നതുകൊണ്ട് വീണ്ടും പറയണത് എക്സ് ഈക്വൽ 0. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ 4 ആണ്. കറക്റ്റ്, മാക്സിമം വാല്യൂ ഈസ് 4. എക്സിന് 0 പോസിബിൾ ആണ്, minus 4 to 2. ആൻഡ് മിനിമം വാല്യൂ ഈസ്, നിങ്ങൾ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ, എക്സിന് 2 കൊടുത്താൽ ഇത് എത്ര വരും? റൂട്ട് 12 വരും. എക്സിന് minus 4 കൊടുത്താൽ 0 വരും. Our domain is this, minus 4 to 2, root of 16 minus x square. That is, first question is, one more. Then x equal to 0, that is root 16.
0 is included in this. That is 4 വരും. Root of minus 16 x square, that is 4. When x equal to minus 4, when x equal to minus 4, that is 0. When x equal to minus 4, range is 0. Range is 0. When x is equal to minus 4, range is 0. When x equal to 2, when x equal to 2, that is root 12. When x equal to 0, when x equal to 2, that is root, when x equal to 2, that is root 2 root 3. Our answer is 0. Wait, confusion, 2 root 3, 4. One more. Root of 16 x square. When x equal to 0, that is, excuse me, root of 16 minus x square. When x equal to 0, that is root 16 is equal to 4. That is minus 4, 2 included. That is 0. Now x equal to minus 4. X equal to 0 വരുമ്പോൾ 16 ആവും. ഇതാ വരയ്ക്കും. That is 0, 4 is the answer. When x equal to 0, that is 4. 4 വരും. One more. X equal to 4. Its value is root 16 equal to 0. X equal to minus 4 കൊടുത്താൽ 0 വരും. X equal to നിങ്ങൾ 0 അപ്ലൈ ചെയ്താൽ 0 അതിനുള്ളിൽ വരുന്നതാണ്. അല്ല അവർക്ക് വേറെ അല്ല, ഇതിന് 0 വരും. എക്സിന് മൈനസ് 4 കൊടുത്താൽ 0 വരും. അത് ഈ എക്സ് വാല്യൂ 4 to 2 ആണ്. അപ്പൊ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 4 വരും. അപ്പൊ ആൻസർ എന്താ വരിക? 0, 4. തെറ്റിക്കരുത്. എക്സിന് മൈനസ് 4 കൊടുത്താൽ 0. എക്സിന് 2 കൊടുക്കുകയല്ല, ഇതിന്റെ ഇടയ്ക്ക് 0 വരുന്നുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാകും. ചില കുട്ടികൾ ഇതാന്ന് പറഞ്ഞു. ഇതാണ് ആൻസർ കറക്റ്റ് കേട്ടോ. 0, 4. Second one, f of x. f of x is equal to x square. f of x equal to x square. g of x is equal to root of 9 plus x. That is f of g 4 minus g of 4 is equal to f of g minus g of 4 equals f of g 4 minus g of 4. That is f of g4 minus g of f4. That is f of g4 എന്ന് പറഞ്ഞാൽ root 13 ശരിയല്ലേ? g4 9 plus 4 13. g f4 എന്ന് പറഞ്ഞാൽ f4 എന്ന് പറഞ്ഞാൽ 16. That is f of root 13. f of root 13 is f of root 13. That is 13 minus g of 16. That is root 25. That is 8 എന്ന് കിട്ടും. Answer D. Now third one. Third one using Venn diagram. Question is, let A and B be subset of the universal set U if n of A 24, n of A intersection B 8, n of U 63, n of A dash union B dash. അതിൽ മൊത്തം എലിമെന്റ് എത്രയാ? 63 ആണ്. ഇതിൽ ഇത് എയും ഇത് ബിയും. അപ്പൊ എ എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ബി 8 ആണ്. സോ എൻ ഓഫ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു എൻ ഓഫ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ്. ഇതാണ് ഫോർമുല. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ്. ദാറ്റ് ഈസ് എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. That is 63 minus 8, 55. Now third one. That is next fourth. Fourth one is f of x equal to, fourth one, f of x equal to GID x, where x denote the greatest integer less than or equal to x, that the images of the elements minus 4, 6
So you substitute. Minus 4, 6. That is minus 5. 2.7. That is 2. So minus 5, 2. A is the answer. A binary operation star is defined by, that is m plus n by 3 is equal to m star n. That is 7 by 2 star 5 by 2 equals 7 by 2 plus 5 by 2 by 2 by 3. Okay. That is 12 by 2 by 3. That is 12 by 6. That is 2. Okay. Next one. F of x 7 minus 3x. That is a straight line passing through f of x equal to 7 minus 3x. Y equal to 7 minus 3x. That is a straight line. Straight line graph slope minus 3 ആണ്. അപ്പോൾ ഇങ്ങനെ പോകും. അപ്പോൾ ഇത് നെഗറ്റീവ് റിയൽ ടു പോസിറ്റീവ് റിയൽ, ദാറ്റ് ഈസ് 1 1 1 2 ഫംഗ്ഷനാണ്. 1 1 ബൈ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് കണ്ട ഒരു പോയിന്റ് മീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ഫംഗ്ഷനാണ്. ഇത് 1 1 1 2 ഫംഗ്ഷനാണ്. നെക്സ്റ്റ് വൺ. Next is a relation 0 1 2, that is r equal to 0 0 1 1 0 1 2 2 1 2 1 1 0 0 2 2 are present, that is reflexive, but it is not symmetric. 0 1 1 0 not present and 1 2 2 1 not present. 0 1 and 1 2 are present, but 0 2 is not present, not transitive. So answer is A. Now next one. Z1 Z2 Z3 be 3 points in the complex plane such that the segment joining Z1 and Z2 is perpendicular segment joining Z1 and Z2. Z1 Z2 3 point ഉണ്ട്. Z1 Z2 and Z2 Z3. ഈ Z1 minus Z3 എന്ന് പറയുന്നത് ഇതാണ്, the 12. That is Z1 minus Z3. And Z1 minus Z2, that is 5. Then this is the diagonal, hypotenuse, that is Z2 minus Z3. That is equal to using Pythagoras. Perpendicular എന്ന് പറഞ്ഞത് Pythagoras ഉപയോഗിക്കുമ്പോൾ 12 square plus 5 square under root, that is 13 വരും. Okay, next is Z by I is equal to 11 minus 13i. So Z is equal to 11i minus L plus 13 വരും. That is Z. What is Z bar? 13 minus 11i. Adding Z plus Z bar equal to 26. Z plus Z bar 26. D is the option. Next, let Z is equal to 2 minus 3i be a root of the equation Z square minus 4Z plus k. That is Z square minus 4Z plus k. If a real number, k is a real. Therefore, one of the root is 2 minus 3i, that is alpha. The another root is alpha plus 3i, conjugate each other. Then alpha plus beta equal to 4 and alpha beta is equal to 4 plus 13. What is the question? Alpha square plus beta square is equal to alpha plus beta the whole square minus 2 alpha beta. That is 4 square minus 2 into 13. That is 16 minus 26 minus 10. That is minus 10, option E. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് 10 മുതൽ 10 വെച്ച് നമ്മുടെ SVP സാർ ചെയ്യുന്നതാണ്, ശ്രീകാന്ത് സാർ. ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. വളരെ എളുപ്പമുള്ള നമ്മുടെ ബ്രില്യൻറ്റിൽ നമ്മുടെ എക്സാമിൽ കണ്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുമാണ്, മാത്രം ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. അപ്പോൾ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ നമ്മളിവിടെ ഡിസ്കഷൻ കഴിഞ്ഞു. അടുത്ത 11 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11 കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. ഇറ്റ്സ് ഫ്രം കോംപ്ലക്സ് നമ്പേഴ്സ്. ഒന്ന് നോക്കിക്കേ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് Z is a complex number, 2 minus root mod Z raised to 4. നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, മോഡ് ഓഫ് Z raised to n എന്ന് പറയുന്നത് മോഡ് Z raised to n. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോഡ് Z raised to 4, അത് മോഡ് Z raised to 4. Z
2 മൈനസ് റൂട്ട് 3 ചെയ്യാ. അപ്പൊ മോഡ് ഇസഡ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? മോഡ് ഇസഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലെ. 4 പ്ലസ് മൈനസ് റൂട്ട് 3 സ്ക്വയർ 3. അപ്പൊ ഇത് റൂട്ട് 7 ആണ്. അപ്പൊ മോഡ് ഇസഡ് റൂട്ട് 7 ആണ്. അപ്പൊ മോഡ് ഇസഡ് റേസ് ടു 4 എന്ന് പറയുമ്പം റൂട്ട് 7 റേസ് ടു 4. റൂട്ട് 7 റേസ് ടു 4 വെച്ചാൽ റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7. 7 ഇൻറ്റു 7 വരും. 49 is the correct answer. Option D. Very simple. Direct question. Then next number 12 നോക്കിക്കേ. This is also from complex numbers. Imaginary part of z equals 2 plus 3, 2 plus I എന്നേ ഉള്ളൂ അല്ലേ. 2 plus I divided by 3 minus I. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 മൈനസ് ഐയുടെ കോൺജുഗേറ്റ് 3 പ്ലസ് ഐ. അപ്പൊ ഇത് 2 മൈനസ് ഐ ഇൻറ്റു 3 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 3 മൈനസ് ഐ ഇൻറ്റു 3 പ്ലസ് ഐ എന്ന് വരും. ഡിനോമിനേറ്റർ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, 9 മൈനസ് ഐ സ്ക്വയർ മൈനസ് 1. അപ്പൊ 9 പ്ലസ് 1 എന്ന് വരും 10. ന്യൂമറേറ്റർ നമുക്ക് ഇമാജിനറി പാർട്ട് മാത്രം പോരെ എന്ന് പറയുമ്പോൾ ഐയുടെ കോയിഷ്യന്റ് മാത്രം എടുത്താൽ പോരെ. ഏതൊക്കെയാ ഐയുടെ കോയിഷ്യൻസിനകത്ത് കിട്ടുക? 2 ഇൻറ്റു ഐ മൾട്ടിപ്ലൈ ചെയ്യുക, 3 ഇൻറ്റു ഐ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2i പ്ലസ് 3i 5i ആണ് ഇതിന്റെ ഇമാജിനറി പാർട്ട്. നമുക്ക് ആ പാർട്ട് ഇമാജിനറി പാർട്ട് മതി, അതുകൊണ്ടാണ്. അപ്പോ ഇത് 5i ഡിവൈഡഡ് ബൈ 10. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ ഐയും വേണ്ട, ഐയുടെ കോയിഷ്യന്റ് മതി. സോ 5/10. വെരി സിമ്പിൾ. ഇറ്റ്സ് 1/2. 1/2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സി ഈസ് ദ കറക്റ്റ് ആൻസർ. വെരി സിമ്പിൾ. നമ്മുടെ മോഡലില് ഒരുപാട് വന്നിട്ടുണ്ട്, സിമ്പിൾ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കാം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 13 എന്താന്ന്? The area of a triangle on the complex plane formed by the points z plus iz is 128. നമ്മുടെ സിനോപ്സിസിൽ ഒരു റിസൾട്ട് ഉണ്ട്. z പ്ലസ് iz വെർട്ടിസസ് ആയിട്ട് വരുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് മോഡ് z സ്ക്വയർ ബൈ 2 ആണ്. ഇവിടെ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് 128. സോ ഗിവൺ ദാറ്റ് 128 ഈക്വൽസ് മോഡ് z സ്ക്വയർ ബൈ 2 ഓർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മോഡ് z സ്ക്വയർ ഈസ് 256. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോഡ് z. സിമ്പിൾ. മോഡ് z എന്ന് പറയുന്നത് അപ്പൊ എത്രയായിരിക്കും? റൂട്ട് ഓഫ് 256 16 അല്ലേ? 16 അല്ലേ കറക്റ്റ് ആൻസർ? 16 എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ബി ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇത് ഡെറിവേഷൻ ഉൾപ്പെടെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. ഇപ്പൊ കേരള എൻട്രൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഡെറിവേഷനും വേണ്ട, റിസൾട്ട് ഡയറക്റ്റ് റിസൾട്ട് ഇതൊക്കെ. മോഡ് z സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണ്. z പ്ലസ് iz ചേർന്നുണ്ടാക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ അത് 128 എന്ന് പറയുമ്പോൾ മോഡ് z സ്ക്വയർ അപ്പം 256 മോഡ് z സ്ക്വയർ റൂട്ട് ഓഫ് 256 16. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. വെരി സിമ്പിൾ. ഓക്കെ അല്ലേ? Then go to the next one. Question number 14 നോക്കാം. Okay, question number 14 എന്താ? If the real part of the complex number z equals p plus 2i by p minus i, where p is a real number and is positive is 1/2. അപ്പൊ ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 1/2 എന്ന് പറഞ്ഞിരിക്കുന്നു. റിയൽ പാർട്ട് എന്ന് പറയുന്നത് 1/2 എന്ന് പറഞ്ഞിരിക്കുന്നു. പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഇതിന്റെ റിയൽ പാർട്ട് ആദ്യം എടുക്കുക. എന്തായിരിക്കും ഇതിന്റെ റിയൽ പാർട്ട്? ഇതിനെ നമ്മൾ ഡിനോമിനേറ്റർ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇറ്റ് ബിക്കം p പ്ലസ് 2i ഇൻറ്റു കോൺജുഗേറ്റ് p പ്ലസ് i. ശരിയല്ലേ? p മൈനസ് i കോൺജുഗേറ്റ് p പ്ലസ് i ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ p മൈനസ് i ഇൻറ്റു p പ്ലസ് i എന്നാവും. എത്ര വരും അത്? ഡിനോമിനേറ്റർ p പ്ലസ് ഐ ഇൻറ്റു p മൈനസ് ഐ, p സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പൊ അത് p സ്ക്വയർ പ്ലസ് 1 ആണ്. നമുക്ക് റിയൽ പാർട്ട് മാത്രം മതി. അത്രയും പോലും സമയം നമ്മളിവിടെ ലാഭിക്കാം. അതുകൊണ്ടാ റിയൽ പാർട്ട് ഓഫ് z ആണ് നമുക്ക് വേണ്ടത്. റിയൽ പാർട്ട് ഓഫ് z എന്ന് പറയുമ്പം ഏതൊക്കെയാ റിയൽ പാർട്ടിനകത്ത് വരിക? p റിയൽ ആകുമ്പോ p ഇൻറ്റു p സ്ക്വയർ റിയലാ. നമ്മൾ റിയൽ പാർട്ട് ഓഫ് z മാത്രം എടുത്തേച്ചാൽ മതി.
പി ഇൻറ്റു പി, പി സ്ക്വയർ റിയൽ ആണ്. പിന്നെ അടുത്തത് 2i ഇൻറ്റു ഐ, 2i സ്ക്വയർ, 2i സ്ക്വയർ എന്ന് പറയുമ്പം -2. ഇതാണ് ഇതിന്റെ റിയൽ പാർട്ട്. അത് നമുക്ക് എത്രയാന്ന് തന്നിട്ടുണ്ട്? 1/2 തന്നിട്ടുണ്ട്. It is given as 1/2. So given that p square minus 2 by p square plus 1 is 1/2. Cross multiply ചെയ്താൽ p കിട്ടും. എത്രയാ? ഇത് 2p square minus 4 equals p square plus 1, or ഇത് p square equals 5 എന്ന് കിട്ടും. p equals √5. നോക്കിക്കേ ആൻസർ ഉണ്ടോന്ന്? p equals to √5. Yes, option is there, √5. C option is the correct answer. കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്ന് ഒരുപാട് കോൺസെപ്റ്റുകൾ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. ശരിയല്ലേ? ദെൻ ഗോ ടു നമ്പർ 15 നോക്കാം. ഇതാ നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 15 വളരെ ബേസിക് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ ഒരു മിനിറ്റ് പോയിട്ട് ഒരു ഹാഫ് മിനിറ്റ് പോലും ഇതൊക്കെ ആൻസർ ചെയ്യാനായിട്ട് വേണ്ട. √-25 എത്രയാത്? 5i. √-4 2i. അപ്പൊ ഇൻറ്റു 3 എടുക്കുമ്പം ഇത് 6i. പിന്നെ √-9 3i. ഇൻറ്റു 2 എടുക്കുമ്പം വീണ്ടും 6i. ശരിയല്ലേ? ഇത് 5i, ഇത് 2 × 3 6i, 3 × 2 6i, എല്ലാം പ്ലസ് തന്നെയാണ്. അപ്പൊ 6 + 6 12 + 5 17i is the correct answer. So E option is the correct answer. Okay അല്ലേ? Then go to next one, question number 16 നോക്കാം. എന്താ നോക്കിയേ, question number 16 സീക്വൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Summation sigma k equals 5 to 36 1/k²-1. സമ്മേഷൻ എടുക്കണമെങ്കിൽ ആദ്യം ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഒരു k കോമൺ ഫാക്ടർ എടുത്താൽ ഇത് k-1 എന്ന് വരും. ഇനി ഈ 1നെ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതി കൂടെ? 1 എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് k ഓഫ് k-1 ആ. സോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഇത് സിഗ്മ k equals 5 to 36. ഇത് k/k × k-1 എന്ന് പറയുമ്പോൾ 1/k-1 മൈനസ് k-1/k × k-1 എന്ന് പറയുമ്പം 1/k എന്ന് പറയും. നൗ സമ്മേഷൻ എടുക്കാം. എന്ത് സംഭവിക്കും? സമ്മേഷൻ എടുക്കുമ്പം ആദ്യം 5 കൊടുക്കുക, +6 കൊടുക്കുക, +7 കൊടുക്കുക, up to 36 വരെ കൊടുക്കുക. 5 കൊടുക്കുമ്പോൾ 5-1, ഇത് 1/4 - 1/5 ഇൻറ്റു അടുത്തത് 6 കൊടുക്കുമ്പോൾ 1/5 - 1/6 പ്ലസ് ആണ്. സമ്മേഷൻ അല്ലേ? ദെൻ പ്ലസ് അടുത്തത് 1/6 - 1/7 പ്ലസ് എക്സെട്രാ. ലാസ്റ്റ് കേക്ക് 36 ആണ് കൊടുക്കേണ്ടത്. കേക്ക് 36 കൊടുക്കുമ്പം ഇത് 1/35 - 1/36 എന്ന് വരും. നോക്കിക്കേ, വാട്ട് വിൽ ഹാപ്പൻ? -1/5 1/5 കട്ട്, -1/6 1/6 കട്ട്, -1/7 നെക്സ്റ്റ് 1/7 കട്ട്. സോ ഒരു ടേമിന്റെ ഫസ്റ്റ് ടേം നെക്സ്റ്റ് ടേമിന്റെ സെക്കൻഡ് ടേം ആയിട്ട് കട്ടായി പോകും. സോ സെക്കൻഡ് ലാസ്റ്റ് ടേമിന്റെ സെക്കൻഡ് ടേം ഇതിന്റെ ഇതായിട്ട് ക്യാൻസൽ ആയി പോകും. സോ റിമൈനിങ് എന്താ മിച്ചം എന്ന് പറഞ്ഞു നോക്കിയേ, 1/4 ലാസ്റ്റ് ഒരു 1/36 മിച്ചം. 36 എൽസിയം എടുക്കാൽ എത്രയായത്? 9 - 1 8/36. 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 2/9. 2/9 is the correct answer. Option C option ഉണ്ട്. C option is the correct answer. Okay അല്ലേ? വെരി സിമ്പിൾ. ജസ്റ്റ് പാർഷ്യൽ ഫ്രാക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. Then go to next number 17 നോക്കാം. നോക്കിക്കേ, question number 17. A1, A2, etc. AN are in arithmetic progression APA with A1 equal to 3, AN nth term 39, A1 plus A2 plus etc. plus AN, അതായത് സം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ A1 AN പിന്നെ സം ഓഫ് n ടേംസ് ആണ് 210 തന്നിരിക്കുന്നത്. Then the value of n. നമുക്കറിയാം SN ഒരു ഫോർമുല ഉണ്ട്. ഏതാ? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം A1 plus AN. ശരിയല്ലേ? അതില്
SN ആണ് നമുക്ക് 210 തന്നിരിക്കുന്നത്. N is to be found A13 AN 39. സോ എത്രയാണ് ആൻസർ നോക്കിക്കേ. N എന്ന് പറയുന്നപ്പോ എത്രയാ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 210 into 2 by this is 42. സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ 21 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇത് 10, ഇത് 2, 2 ക്യാൻസൽ ആയി പോകും. N equal to 10. Let us look N equal to 10 എന്നുള്ള ഓപ്ഷൻ B is the correct answer. എല്ലാം 2 or 3 steps കൊണ്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. Then go to the next, number 18. നോക്കിക്കേ, question number 18. Let Tn for n equal to 1, 2, 3, etc. be the nth term of AP. It's also from arithmetic progression 5, 8, 11, etc. എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3. Then the value of n for which Tn means nth term ആണ് ഉദ്ദേശിക്കുന്നത്, equal to 305. n കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം Tn എന്ന് പറയുന്നത് nth ടേം എന്ന് പറയുന്നത് a plus n minus 1 into d. അതിനകത്ത് നിന്നും നമുക്ക് n-ന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫോർമുല പറഞ്ഞൂടെ, nth ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ d plus 1, because Tn equal to a plus n minus 1 d. അതിനകത്ത് സിംപ്ലിഫൈ ചെയ്താൽ n equal to first nth term minus first term by Tn minus T1 or an minus a by d plus 1 കിട്ടും. തന്നിരിക്കുന്നത് എല്ലാം ഇത് തന്നെയല്ലേ. Tn നമുക്ക് തന്നിരിക്കുന്നത് 305 മൈനസ് a എന്ന് പറയുന്നത് 5 ഡിവൈഡ് ബൈ d എന്ന് പറയുന്നത് 3 പ്ലസ് 1. ആൻസർ കിട്ടി. എത്രയാന്ന് നോക്കിക്കേ, ഇത് 300 ബൈ 3, 100 പ്ലസ് 1, 101 ആണ് ആൻസർ. ഓപ്ഷൻ നോക്കിക്കേ, 101 ഉണ്ടോ? 18ന്റെ ആൻസർ എന്ന് പറയുന്നത് 101. ഫസ്റ്റ് എ ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഗോ ടു നെക്സ്റ്റ്, നമ്പർ 19 നോക്കാം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 19. If the first term of a GP, geometric progression ആണ് 1 and the sum of third and fifth A3 plus A5 is 90, then the positive common ratio R greater than 0 ആണ്. R കണ്ടുപിടിക്കുക. നമുക്കറിയാം A3 എന്ന് പറയുന്നത് AR സ്ക്വയർ, A5 എന്ന് പറയുന്നത് AR raised to 4 equal to 90. A1 എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ഇപ്പുറത്തേക്ക് എടുത്താൽ ഇത് R raised to 4 പ്ലസ് R സ്ക്വയർ മൈനസ് 90 ഈക്വൽ ടു 0. ഇത് R സ്ക്വയറിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഫാക്ടറൈസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. പ്രൊഡക്റ്റ് മൈനസ് 90, സമ്മ 1, കിട്ടുന്ന നമ്പേഴ്സ് 10ഉം മൈനസ് 9ഉം. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ഇടാം? R സ്ക്വയർ മൈനസ് 9 ഇൻറ്റു R സ്ക്വയർ പ്ലസ് 10 ഈക്വൽ ടു 0. രണ്ടെണ്ണത്തിന്റെ പ്രൊഡക്റ്റ് 0 എന്ന് പറയുമ്പോൾ ഓരോന്നിനോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ R സ്ക്വയർ മൈനസ് 9 0 എന്ന് പറയുമ്പോൾ R സ്ക്വയർ 9, ഇത് റിയൽ ആകത്തില്ല, ഏതായാലും ഇമ്പോസിബിൾ. R സ്ക്വയർ പ്ലസ് 10 0 എന്ന് പറയുമ്പോൾ ഇട്ടേക്കാം. അപ്പൊ R സ്ക്വയർ ഈക്വൽ ടു 9 ആണെങ്കിൽ R ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3, ബട്ട് പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് കോമൺ റേഷ്യോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ലെറ്റ് us look. ഓപ്ഷൻ 3 എന്ന് പറയുന്നത് C ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Then go to question number 20. നോക്കിക്കേ, question number 20. Then in an AP, the difference between the last and the first terms is 632. Last term നമുക്ക് A എന്ന് എടുക്കാം, ഫസ്റ്റ് ടേം അല്ലെ, ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ടേം നമുക്ക് A1 എന്ന് എടുക്കാം. അപ്പൊ AN മൈനസ് A1 ആണ് 632 തന്നിരിക്കുന്നത്. Then common difference D equal to 4 ആണ്. And the number of terms of the AP, repeating question. തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ, വാല്യൂ മാത്രം വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചിരിക്കുകയാണ്. നമുക്കറിയാം AN equal to A plus N minus 1D. സിംപ്ലിഫൈ ചെയ്താൽ N can be written as AN minus A1 by D plus 1. So AN minus A1 ഡയറക്റ്റ് നമുക്ക് 632 തന്നിട്ടുണ്ട്. ബൈ D നമുക്ക് 4 plus 1 എത്ര വരും നോക്കിക്കേ. This is 1 അല്ലേ. Then 23 5 4s are 23. Then 32 8 plus 1 158 plus 1 എന്ന് പറയുന്നത് 159. Let us look. 159 option is there. D is the correct answer. So വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്
ചെയ്യാനായിട്ട് നമ്മുടെ സുനിൽ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. See this problem, they're given 10th term of AP. That means A10 is coming out be 15. And the 12th term is coming out be A12 is, that is 21. So by direct formula, this is coming out be A plus 9D, that is equal to 15. And A plus 12D, that is 11D, that become 21. So they are asking what is that D, common difference. If you simply subtract, you will get the answer. So if you subtract in the reverse order, you will get it 11 minus 9, that is 2D. Now this is equal to 6. So D is coming out be plus 3. So that will be the answer for this. So you can check it and verify it from there. So D equal to 3 is the answer for this problem. We can move on to the next one. This is geometry progression with first term is coming out be this A equal to 3 and the common ratio equal to 2. First 8 terms, sum of first 8 terms they are asking. Sum of first 8 terms, you know that the first term is A, then second term is AR. The last 8th term is coming out be AR raised to 7. This is they are asking. So A is available, R is also available. So direct formula only. So this is coming out be A into 1 plus R square up to R power 7 only. So geometry progression, the direct formula is that, you see what is coming here. This is R raised to 8 minus 1 dividing by R minus 1. So we have A equal to 3 and this is coming out be R equal to this value is coming out be this 2 only. So you can calculate, nothing left with that. So this is, you see, 3 into 2 raised to 8. 2 raised to 8 minus 1 dividing by 2 minus 1. So we can calculate this value. So 2 raised to 8, you know that 256 minus 1. So 255 into 3 dividing by 1 only. So you can easily calculate that value also. Please try to do the remaining part. This is they are giving. This is the problem. You can see that question number 23. COVID vaccination, this question related to the current circumstances. You can see that this is COVID vaccination reduces the probability of getting COVID-19 infection from 0.4 to 0.01. 0.4 to 0.01. So if this in a city of 45% people vaccinated, the vaccination will reduce the infection rate. So nobody is vaccinated means the infection rate should be 0.4. 0.4 means out of 10, 4 people will be infected. But if you go for vaccination, that become 1 out of 10 will be getting infected. So 45% people are vaccinated. The probability that non-vaccinated person. So 2 categories are there. 45% vaccinated and the remaining 55% is non-vaccinated. So question is that probability. So 2 category. First one is, let me write A1 and A2. 2 category, because 45% people are vaccinated, the 55% people are not vaccinated. So 45% for vaccination, 55% go for non-vaccination. So what is happening? The probability that the non-vaccinated person chosen to random get COVID infection. So COVID infection. So that is the situation. So you see, this is the situation. Just like this is Neet. This is 19. This is at random that COVID vaccination infection. This is the case. This is for infection case. So you can see that there are
two cases. One is 45% people are vaccinated, 55% are not vaccinated. We need this one. So what is the probability? We need this case. So infection, that person is not vaccinated. So it is clear. It is, let me tell you, this is that Bayes theorem concept only. By Bayes theorem, how to write this? You can see that this is probability of A2 given. You see what, let me write it there. Please check. The question is like this. The probability that a non-vaccinated person. So probability of A2 given A. I will have to write it. Probability of A2 given A. This is probability of A2 given A. So what we can write it? This is probability of A given A2 into probability of A2 dividing by probability of A given A1 into probability of A1 plus probability of A given A2 into probability of A2. This is the things coming. So you see what is probability of A1? Probability of A1, let me write all of this. Probability of A1, that means 45 by 100. So if you, this is coming out be 9 into 5, 20 into 5. So this is 9 by 20. So these people are 45% is vaccinated. That should be 11 by 20. Probability of A2 is 11 by 20. Now what we want, what is the probability for A given A1? So vaccinated people, that is 0.01 only. Now non-vaccinated, it is coming out be 0.04. So all these values are available. You can simply put it here. A given A2 is there, 0.4, and the probability of A2 is 11 by 20. This is, so this is a direct question from our Bayes theorem only. You can verify it properly. So the answer, you can check it. Next, the number of way we can form a committee of 3 women and 5 men. So out of 8 men. So 8 men are there. We want to select only 5 men. So we want to select 5 people, 5 gents, and out of how many ladies? 5 ladies. 5 ladies. We want to select only 3 ladies. So this is the things. So how many way we can form a committee of 3 women and 5 men? So you can see that what is happening here. We want to select out of 8, we want to select 5 gents, and out of 5 ladies, we want to select 3 ladies only. Now you can see that 8C5, 5C3. We want to calculate. Let me write it. 8C5. 8C5 is same as 8 minus 5 is 3 only. 5C3 equal to 5C2. So you can see that this is 8 into 7. 7, next it is 6, dividing by 3 factorial is coming over 1 into 2 into 3. This is 5 into 4 by 2. So you can calculate this one. So this is 56 into 10. So this way you can calculate this problem also, not that much complicated. You can check it. The next one, let me tell you, there are 9 elements are there in a set. The number of way we can select, we can number of subset of the set which containing at most 4 elements. At most means maximum. At most means maximum 4 elements. Maximum 4 elements. So you can select like this also. Either null set also you can select. That is, null set is a subset of any set. Now you can have a singleton set. So 9 elements are there. 1 element you can select 9C1. Now 2 element case, that is 9C2. 3 elements case 9C3, 9C4. We want to calculate this value only. So I will write it. You can verify it. That much things you will have to do it. So let me write it. This is 1 plus 9. This is 9 into 8 by 2. This is 9 into 8 into 7 dividing by 1 into 2 into 3. 9 into 8, 7, 6, 1, 2, 3, 4. Only calculation remaining. If you want, I can write one more step for you. 1 plus 9. This is 9 into 4, 36. You have this. This is 3. This is 2. This is 4, I think. So 12 into 7 is coming here. This is also you 2, 4, 8 will get cancelling. This also 2. So 14 into 9 is coming. So only that multiplication procedure is only left with you.
You can easily calculate one of them will match with that. I am not going to find out any one of that because that part I am leaving to you. You see this 9, 1 plus 9, 10. This is 36, 12 into 7, 14 into 9. That is going on there. Okay. So if anybody want this option, then I can calculate that value also. If you want, you can see that. So this is coming out be 10. This is 36. This is, you can see that 4, and it is 84 only. This is 9, 36, 3 remaining, 9 plus 3, 9 plus 3, this is 126. So this is, this way we will calculate 46, this is 0, this is 1, 2, 2, 5, 6, you can see that. This way you can check it. There is not that much complication for that one. So this is coming out be the next one. You can see that. You see P plus Q into P2. Oh, okay, I got an information. I want to take that answer also. I will do that. Please listen. P plus Q, P2. You know that what is the value? It is coming out be P plus. So this is the formula we are going to use it here. You see, this is. You can see that this is the case NP2. What is NP2? It is coming out be n factorial dividing by n minus 2 factorial. This is going on here. So what we will get it here? This is P plus Q dividing by, this is the case P plus Q minus 2, P plus Q factorial, this is dividing by 2 factorial. So what is the value we will get it? This is coming out be P plus Q into, you can see that this is P plus Q minus 1. So that is coming out be 42. So 42 is, we are getting P plus Q into P minus Q is 42. Next one, we are the same way, we are going to calculate the other section, that is P minus Q. That is P minus Q into, or P minus Q factorial dividing by P minus Q minus 2 factorial. So you can check it, this one also. This is, you can see that these are positive integers, they are differ by that constant only. So this is 6 into, so 7 into 4, you can, 7 into 6, you can take it from there. So from there itself, you can calculate. Here it is coming out be P minus Q, then P minus Q minus 1, then P minus Q minus 2 factorial will get cancelling. This is also, that also coming out be, what is the value they are giving? 20. 20 equal to 5 into 4. So you can calculate from here itself. So you see, this is the product of 2 consecutive integers. This is also product of 2 consecutive integers. So you can compare, you can see that P plus Q is coming out be 7, P minus Q is coming out be 5. So if you sum this, 2P is coming out be, 2P is, it is 12, so P equal to 6, P equal to 6, and then this is the option for that. So you can check it, that one, that way you can calculate. You can also verify. The number of 3-digit number can be formed using 0, repetition is allowed. So 3-digit number only. So 3-digit number case, you can see that the first digit, second digit. Here, how many options are available? Only 4 options. Here, 5 options. Here also 5 options. So I think this is the answer for this. 4 into 5 into 5. That is the answer for this problem. So next is 28, question number 28. So what they are giving, x raised to tr plus 1, direct formula. What is tr plus 1? Tr plus 1 is the formula is NCR, a raised to n minus r, b raised to r. So n equal to 9, so 9 cr, 3x cube raised to n minus r, n is 9 minus r only. Next is b raised to r means minus x square raised to r. So what they are saying that the coefficient of this x power is 22 only. So you can check it the x power. So power of x. You see what is the power of x? Power of x is coming out be, this is 27 minus 6r. This is minus 2r. So 9 minus r only. So 3 into 9, that is 27 minus 6r minus, sorry, this is minus 3r only coming. This is minus 3 into r, minus 3r plus 2r is coming. So what is the value they are giving? This is 27 minus 3r
plus 2r. So what is the case? 27 minus r equal to the 22 they are giving, 22. This is equal to 22. So you can find out what is the value of r equal to 5. So they are asking what is the value of r. This r is coming out be 5. So nothing is that much complicated. You can check it also. TR plus 1 is NCR, A raised to n minus r, B raised to r. So instead of n, they are giving n equal to 9. Next, this is the first time, 9 minus r. So 3 raised to 9 minus r is coming out be 27 minus 3r. This is 2 raised to r. That power they are giving 22. So that way you can check it. Not that much complicated. The term independent of x in the binomial. So term independent of x means the constant term. Constant term means you know that power of x becomes 0. So power of x is 0. So I am looking for power of x. So power of x, you can check what is the value of n. You can check it here, TR plus 1. So TR plus 1 again, let me write it, TR plus 1 equal to NCR, n equal to 20 only. So you can see that x is first term. So that is 20 minus r. Next 2 by x cube raised to r is coming. So what the things we are getting? We know that constant term. Constant term means you can see that power of x. Power of x is coming out be 0. From here you can see that what is the power? Here it is 20 minus r. That become minus 3r. That becomes 0. So you see what is the r value? This is minus 4r, 20. So r is coming out be 5. So what is the question they are asking? What is the term? You want to put r equal to 5 here. So r equal to 5, you can directly see that this 2 will get cancelling. Sorry, this x power will get cancelling because we are looking for independent term. So whenever you are going to put this value, that x value will get cancelling. Here you will get x raised to 15. Here you will get x raised to minus 15. The remaining, this is r only. So 2 raised to 5 is coming. So this is n value is 20. So 20 answer is coming out be 20 C5 2 raised to 5. This is the answer to this problem. 20 C5 2 raised to 5. I hope you are getting. Now we are moving on to the next problem. A plus B and B is given. So you can see that what is the value of A. You know that A plus B minus B is that A only. So we simply subtracting this is A plus B, this is B. So you can see that this is 3, then 1, then this is 6. 3, 1, 6. How many are there? 3, 1, 6. That is more than enough to take this answer. This is 3, 1, 6 is coming there. Automatically you can take it. No need of calculating. If you want, you can calculate 1 minus 1. That will be 2. This become 1. 4 minus 0. That value you can automatically calculate it. But this is more than enough, I think. Now we are moving on to the 31st problem. 31st problem, you can see that from here you can take 4 outside. In first row 4 is common, second row 3 is common, then 2 is common. So what are the things coming here? 1 1 1. This is 4 3 2. This is 16. Let me write it properly. This is 16 itself. 16 9 then 4. These are the things we are getting. Simply subtract. This is, you can see that the value, you can easily see that 24 is coming. 24, I am going to subtract. If you want, I can write it here. This R2 changing to R2 minus R1, R3 changing to R3 minus R1 also. So there is no change for this 1, 4, 16. If you subtract, this is minus 1, this is minus 7, I think. Now you can check it also. 2, this is minus 2, 4, minus 12, I am getting here. So 24 times, let me check. 24 times if you want. Now the remaining part is left, not that much complicated. Only for sake of calculating the value, let me do it. 24, this is 0 0 only. So 1 time, this is 12 minus minus plus only. So 12 minus 14. So minus 48 is the answer, I think. This is the things you should remember. Minus 48 is coming out be answer to that problem. So we covered that. Now we are moving on to the 31st direct question. No need of doing anything, no need of applying any type of property you studied for that determinant. Simply expand, that is enough. So 1, this is x square. This is, you can see that minus 3, minus 2. Now this is 0 and this is plus 6. Next it is 1 time.
this is coming out be minus 2x. So what are the things we are getting? X square minus 2x minus 15 we are getting. So simply factorize this. X minus 5 into x plus 3 will give that answer. So 5 and minus 3. So this is the answer. So you can do it very fast. No, not a complicated one. A, B, and they are asking B only. They are asking B. So you see how we will get B. This is A inverse. So you can write it like this: A inverse into AB. We know that A inverse into A will give that identity matrix. So A inverse into A is identity, and B is also available. So A inverse is available, but you have to start with A inverse only. So 3 minus 2 minus 1 1. Then you can see that what is the other one? AB. AB is 4 5 4 3. 4 3, then 5 4. So these are the things. So this also you can see that so many answers you can see 2 1 1 2 1 2 1 1. You have to go with all that option they are giving. So let me start this. This is 12 minus 10. So 2 1. So only A and B, A and D will left with us. A and D, because you see what is the first term? You see this is the first term. Let me write it here. The first term is coming out be 2. So 2, what is the number? Because 12 minus 10, what is the number? Only 2 1 and that term. So A and D we want to check it. So 2 1 is there also, 1 also there. So we want to check the last term only. So last term I am going to check it. So last term is minus 3 and 4. So last term is 1 we are getting here only. So answer to this coming out be that E. So not that much complicated. Please, you can check it. Minus 2 1 0 3 4 1. This is non-singular. Non-singular matrix means determinant not equal to 0 case. So this non-singular, the determinant value. So determinant value means minus 2 1 0 3 4 1 minus 4 lambda 0. This non-singular, so not equal to 0. The which point you will get this value not equal to 0. So you can verify it. So let me also explain. These are the values. You can see that this is minus 2 times 0 minus lambda plus 1 time. This is, you can see that 1 time. You check it that one time. This is 0 and this one 4 equal to 0. So you can see that 2 lambda equal to minus 4. So lambda not equal to minus 2. So this is the value. Which value? This value we can take it. So which value we can take? Lambda not equal to minus 2 only we can take it. That is the answer to that one. I hope you are getting. Now you see this is a very nice problem. You may have done it earlier also. You can check it. What is happening here? You can see that we want the value of D. This is an identity only. We are looking for that D value only. So if you want D, you know the technique. What we will do? We will put x equals 0. We will put x equals 0. So this is minus 1. This is 2. This is 1. 2 minus 1. 2. This is 1. This is 2. This is minus 1. So we are going to put x equal to 0 here. So you can see that something like you will get it. So this become D only. So this is an identity. So identity means left hand side and right hand side is equal for any value of x. So we want D only. So we are going to put D. You can easily calculate, but for the sake of finding that answer, let me write. I am giving the final answer also we can calculate if you want. This is 1 minus 4. This is minus 2 into minus 2 plus 1 into, you can check it, that is coming out be 4 plus 1. This is equal to D. So you can calculate this is 3. This coming out be 4. 8 you are getting. Now next this is coming out be 5D. So you see what is this? 3 11 16 is the answer to this problem. You can easily try this one. So 16 is coming out be the answer for this problem. This was the 35th question. Now next one you can see that what is happening here, x minus a, then x minus a less than or equal to, then value of a and b can be. The inequality is like this only.
then the value of A and B. So we want to keep x minus a less than or equal to 3. So which value it will satisfy? So you can see that this is, you can easily find out. Let me write it. This is direct concept from our modulus question. So minus b less than or equal to x minus a less than or equal to b, only this one. So if you going to add plus a in like this, so what you will get it? This is coming out be a minus b less than or equal to x less than or equal to a plus b. So what is the value they are giving? This a minus b equal to minus 13. A minus b equal to minus 13 and a plus b is coming out be that 5 only. So if you simply add this value, you will get that a value. So 2a is coming out b. You can see it. 2a is coming out b. That is minus 8, I think. So 2a is coming out be minus 8. So a is coming out be minus 4. So a is coming out be minus 4. No need of checking the other part, because a we got it minus 4. That is more than sufficient to do this type of problems. So let me go for the next one. This is also, you can easily, the almost problem. So 20, this is 20x plus 30 less than 25x plus 10. So 5x is greater than 10. So what is this? X greater than 2, I think. So this is the problem. One more time, let me check it. This one, 5 into 4, 20. This is 6 into 30. This is 25x plus 10. So I think I made a simple mistake here. The 10 minus 30, this is coming out be 20 only, 20. So 10 minus 30 is 20. So this is coming out be x greater than 4, x greater than or equal to 4. So x greater than 4 is the answer to this problem. So this may be the answer to that question. Not that much complicated. We can move on to the next problem also. So you see, I am going to dividing with the plus 3 only first. So if I am going to dividing by plus 3, you know that inequality type problem. So I am going to dividing by 3. This is less than or equal to minus x. Now this is coming out be 9. So if you are going to multiply with that minus sign, so this is coming out to be minus 9 less than or equal to, here also less than or equal to x less than or equal to, you know that minus 6 minus 1 by 3 is coming. Minus 6 minus 1 by 3 is coming here. So what is the value for this? Minus 6.33. Minus 6.33, that x value is less than that. So minus 6.3 means, you know that minus x is less than minus 6 point. Here there is no problem, but this case minus 6.33 means that x can't take minus 6. So x can't take minus 6. So this is the answer to this one. So why it's so? Because it can take minus 9, minus 8, minus 7, but not that minus 6. Because minus 6.3 is, minus 6.33 is left side of minus 6. So please try to check this one. They given 3 statement P, Q, R. You can check 1, 3 whether 1, 3 subset of this x or not, because 1, 3 is there only. Actually 1, 3 is clearly subset of 1, 3 is an element of that set. Actually 1, 3 is an element. 1 pi is also a subset. You know that whatever you are getting here, so 1 pi subset of that x, that R is correct, P is also correct. So this is the things, you know that how to write it. This is not correct, because 1, 3, set 1, 3 is an element of that capital X. So I hope this is the answer to that one. So we are moving on to the 40th problem. So not that much complicated. You can easily calculate it. Theta is between this one. So how we will write this? Sine theta plus pi by 6 is coming out be sine 90 minus, I mean pi by 2 minus theta. Pi by 2 minus theta, you can write it. So let me write it like that only, pi by 2 minus theta. So you can check it. This is theta plus pi by 6 equal to pi by 2 minus theta. So 2 theta is coming out be 90. This is 90 minus 30, that is coming out be 60. So 30 degrees is coming out be the answer to this one. So not that much complicated, because why we not taken that general case? Because they already given theta will be between 0 and pi by 2. I hope
I done little bit fast because the speed is more important in this type of exam. So that is why I taken that much of speed for this. Anyway, I hope you got it. I am calling the next teacher for this activity. Thank you. Thank you very much. Class. Hi dear students, good evening again. So next question is, if cosec theta plus cot theta equal to 5, then the value of tan theta is, we know cosec square theta minus cot square theta is 1. That can be written as a, that is in the form a square minus b square, which can be written as a plus b into a minus b. So cosec theta plus cot theta will be 1 by cosec theta minus cot theta, or you have to know cosec theta plus cot theta and cosec theta minus cot theta are always reciprocals to each other. അപ്പോൾ ഇവിടെ cosec theta plus cot theta, cosec theta plus cot theta is given as 5. So cosec theta minus cot theta will be its reciprocal, because cosec square theta minus cot square theta 1. Then we have to ask, it is tan theta, so it is enough to find cot theta from here. And the cot theta we can just subtract first equation minus second equation ചെയ്താൽ cosec theta cancel ആയി പോകും. So 2 cot theta equals 5 minus 1 by 5. 5 minus 1 by 5 എന്ന് പറയുമ്പോൾ എത്രയാ? 25 minus 1. അത് 24 divided by 5. 2 cot theta ഇങ്ങനെയാണെങ്കിൽ cot theta is 24 by 10, which is 12 by 5. Then question is tan theta. അല്ലേ? Tan theta എന്ന് പറയുമ്പോൾ the reciprocal ആണ്. So tan theta will be എത്രയാ? It is simply 5 by 12. Let us check the option. 5 by 12. It is given as option B. This is the correct answer. Okay, then go to the next one, number 42. Okay, now question number 42. It's of the form tan inverse x minus tan inverse y, which can be written as tan inverse of x minus y divided by 1 plus x into y. That is tan inverse. On simplifying, it will become 1. 1 എന്ന് കിട്ടും. Tan inverse 1 എന്ന് പറയുന്നത് it's simply pi by 4. എന്ന് പറയുമ്പോൾ question number 42, C is the correct answer. Pi by 4 is the correct answer. Then go to question number 43. Then question number 43 നോക്കിയേ, if theta is between 0 and pi by 2 and a tan theta is root 5 by 2, acute angle ആണ്, അപ്പോൾ വേറെ കേസ് എടുക്കണ്ട. Then cos theta, best method is just to draw a right triangle. ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചാൽ മതി. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചാൽ ഈ ആംഗിൾ തീറ്റ എന്നെടുത്താൽ നമുക്ക് tan theta is given as root 5 by 2, and you know tan theta is opposite side by adjacent side. So opposite side we can take root 2, adjacent side 2. Then using the Pythagoras theorem, it will be root of 5 plus 4 9, root of 9 3. Then cos theta is to be found. First quadrant എന്ന് പറയുമ്പോൾ positive, adjacent side by hypotenuse. 2 by 3 is the correct answer. 2 by 3, D option is the correct. Is it okay? Then question number 44. The value of sine square cos inverse 3 by 5. Sine square means it is sine of cos inverse 3 by 5, the whole square. Sine square means whole square. We know sine of sine inverse ആണെങ്കിൽ 1.
So write it in the form sine inverse. For that, just draw a right triangle again with one angle theta. So cos inverse 3 by 5 theta angle, cos theta 3 by 5. So adjacent side 3, hypotenuse 5, it will be 4. Then sine theta will be 4 by 5. So this can be written as sine of sine inverse 4 by 5, the whole square. You know sine of sine inverse x, where x should be between -1, 1. It is a number between -1, 1. So it is 4 by 5. So this is 4 by 5 the whole square, which is 16 by 25. Look, 16 by 25, it is option B. 16 by 25 is there. Option B is the correct answer. Okay, then go to question number 45. It is cos raised to 4 pi by 12 minus sine raised to 4 pi by 12 of the form a square minus b square, which can be written as a plus b into a minus b. Take a as cos square pi by 12, b as sine square pi by 12. So this is of the form a plus b into a minus b. A is cos square pi by 12, b is sine square pi by 12. Up a plus b in the cos square pi by 12 plus sine square pi by 12, which become 1 into this a square minus b square എന്ന് cos square pi by 12 minus sine square pi by 12. And you know this is cos square theta minus sine square theta, which is simply cos 2 theta. So this is cos of 2 into pi by 12, which is pi by 6. You know cos pi by 6 is √3 divided by 2. Option is there. B is the correct answer. √3 by 2. B is the correct answer. Is it okay? Then go to the question number 46. It is given that tan of 2 tan inverse 2 by 5. We know 2 tan inverse x is tan inverse of 2x by 1 minus x square. X should be between -1 and 1. Open interval -1, 1. Here 2 by 5. Interval. So this can be written as tan inverse of 2 into 2 by 5 divided by 1 minus 2 by 5 the whole square, which is 4 by 25. So tan inverse x is x always. So it become 25 into multiply that 5 into 4, 20 divided by 25 minus 4, which is 21. So 20 by 21 is the correct answer. C option. And number 47. Question number 47. The values of x in the interval 0 to pi, first or second quadrant, satisfying the trigonometric equation sine 2x equals √3 by 2. Sine 2x √3 by 2. Remember, sine 2x is positive. That means it's lie either on first or second quadrant. So 2x may be the first quadrant angle √3 by 2 on the sine value pi by 6. Then second quadrant angle pi minus pi by 6, which is 2x is equal to √3 by 2. √3 by 2 pi by 3. Sorry. Pi by 3, 60 degree, pi by 3, or 2 pi minus pi minus pi by 3, which is 2 pi by 3. This is 2x. Question is x. So divide by 2. So x is equal to pi by 6 and pi by 3. This will satisfy the value. Option is substitute answer answer. So here option pi by 6 and pi by 3. A option is the correct answer. Pi by 6, pi by 3. Okay, go to question number 48. Okay, question number 48. Sine alpha plus sine beta √6 by 2. Cos alpha plus cos beta √2 by 2. Then cos alpha minus beta. So squaring the first one. First one and square idal. Sine alpha plus sine beta the whole square. A plus b the whole square is a square plus b square plus 2ab. So it becomes sine square alpha plus sine square alpha plus sine square beta. Sine square beta plus 2 sine alpha sine beta equal to the 6 by 4. 6 by 4 3 by 2. Squaring the second one, we get cos square alpha plus cos square beta plus 2 cos alpha cos beta is
അപ്പോൾ √2/2 സ്ക്വയർ. അപ്പൊ 2/4 ഇറ്റ് ഈസ് 1/2. ദെൻ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ 1. Again sin square beta plus cos square beta 1. Again 2 common എടുത്താൽ cos alpha cos beta plus sin alpha sin beta, which is cos of alpha minus beta equals 3/2 plus 1/2, 4/2 it is 2. So 1 plus 1 2 2 gets cancels. That means cos of alpha minus beta will be 0. Question ചോദിച്ചിരിക്കുന്നത് cos alpha minus beta 0 is the correct answer. E option gives the correct answer. Then number 49. Please look at the question number 49. If the line AY equals x plus b is the equation of the line passing through the points -5, -2 and 4, 7, then the value of 2a plus b. രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ ലൈനിലെ പോയിന്റ്സ് ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എയും ബിയും കിട്ടും, 2a plus b കിട്ടും. പക്ഷെ അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഫസ്റ്റ് പോയിന്റ് ഇട്ട് കൊടുത്താൽ ഡയറക്റ്റ് ഇത് തന്നെ കിട്ടും നമുക്ക്. എന്തായാലും -5 -2 ഇട്ട് കൊടുക്കാം. -5 -2 ഇട്ട് കൊടുത്താൽ വൈക്കാണ് -2 ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ a × -2 ഇത് -2a ഈക്വൽസ് x -5 ആണ് പ്ലസ് b. ഓർ ഈ -2a ഇപ്പുറത്തും 5 ഇപ്പുറത്തും എടുത്താൽ ഇത് 2a plus b equal to 5 എന്ന് വരും. ചോദിച്ചിരിക്കുന്നത് 2a plus b അല്ലേ? 5 is the correct answer. Option C is the correct answer. Okay ആണോ? Then question number 50. Okay, question number 50. The y-intercept of the line passing through 2, 5 and with slope 1/2. So ഒരു ലൈനിലെ പോയിന്റും സ്ലോപ്പും തന്നിട്ടുണ്ട്. ലൈനിന്റെ y-intercept കാണാൻ പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ചെയ്തേച്ചാൽ മതി. എന്ത് ചെയ്യുക? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് y = mx + c എന്നെടുക്കാം, അല്ലെങ്കിൽ പോയിന്റ് സ്ലോപ്പ് ഫോം എടുക്കാം. എങ്ങനെ ചെയ്താലും ആൻസർ ആണ്. നമുക്ക് നല്ലത് ഇവിടെ y = mx + c എന്നെടുക്കാം. Let the equation of the line be y = mx + c. അതിൽ m 1/2 തന്നിട്ടുണ്ട്. അപ്പോൾ y = 1/2x + c. ചോദിച്ചിരിക്കുന്ന y ഇന്റർസെപ്റ്റ് ആണ്. സിയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതിനായിട്ട് നമുക്ക് 2, 5 എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈനിലാണെന്ന് പറയുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. സോ yക്ക് 5 കൊടുക്കുക, = 1/2 × x ന് 2 കൊടുക്കുക പ്ലസ് c. 2 കട്ടായി പോകും. c = അപ്പം 5 ഇത് 1 ഉണ്ട്, 5 - 1 4 എന്ന് കിട്ടും. 4 ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. യെസ്, ഡി ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ വീണ്ടും ഞങ്ങൾ അടുത്ത 51 മുതലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു. Hi students. Hi students, good evening again. Now next question is question number 51. The equation of the perpendicular bisector of the line segment joining the points 10, 0 and 0, -4. That is, first you find out the midpoint of these two. That is 0, -4 and 10, 0. What is the midpoint? 0 plus 10/2, that is 5, -4, that is -2. And this is the perpendicular bisector. That is, the slope of the given line is, m is 0 - 4 plus 4 divided by 10 - 0. That is 2/5. Therefore, the perpendicular line, this line is, that is, its slope is, m is -5/2. So its equation is, and passing through this point, equation is y minus y1, y plus 2 is equal to m into x minus x1. Cross multiplying, that is 2y plus 4 is equal to minus 5x plus 25. That is 5x plus 2y is equal to 21. 5x plus 2y equal to 21. That is, option is A. Next one. The equation of the line which is parallel to that line, multiplying by 2, that is passing through 1, 2. That is 1, 3, 2x plus y is equal to 3. Its slope is -2. So slope of the required line is also -2. Equation is y minus y1 equal to m into x minus x1. That is y minus 3 equal to -2x plus 2.
That is 2x plus y is equal to 5. Answer is elephant. Next one. If x-intercept of the straight line is x plus 2a by 30 is 10. What is x-intercept? Dividing by 30. That is 30 by a. Y divided by 30 by 2a equal to 1. So this is x-intercept. That is 13 by a is equal to 10. So a will be 3. Next, what is y-intercept? That is y-intercept is 13 by 2a. That is 13 by 2 into 3. That is 5. Answer here. Now next is 54. A straight line makes an angle alpha with the positive direction of x-axis. Cos alpha is root 3 by 2. What is tan alpha? Cos alpha is root 3 by 2 means 30 degree. 30 degree. What is tan alpha? That is 1 by root 3. That is your slope. And passing through that point 0 minus 2. What is the equation? Y plus 2 is equal to m into x minus 0. That is root 3y plus 2 root 3 is equal to x. Root 3y plus x minus x. So root 3y. Question number 50. The answer. Root 3y minus x plus 2 root 3 equals 0. That is D. Root 3y minus x plus 2 root 3 equals 0. Next is the equation of the circle. Then its radius is. So dividing by 3 first. X square plus y square plus 2x minus 4 by 3 y minus 1 by 3 equals 0. So radius is square root of. That is 1 plus. ഇതിന്റെ പകുതി എന്ന് പറയുന്നത് 2/3 ആണ്. അതിന്റെ സ്ക്വയർ എടുക്കണം. ഇതിന്റെ പകുതി 2/3 സ്ക്വയർ 4/9. Again 1/3. Now LCM is 9. That is 9 plus 4 plus 3 divided by 9. That is 16/4. 4/3 is the answer. That is option B. Next 56. The endpoints of a diameter of a circle are -1, 4 and 5, 4. Then the equation of circle. So first to find out center. First to find out center. Another question. 56. The two diameters of a circle. 57. 56. The two diameters of a circle are segments of the straight line x minus y equal to 5 to x plus. So find out the center. അപ്പോൾ സർക്കിളിന്റെ രണ്ട് ഡയമീറ്റേഴ്സ് തന്നിരിക്കുന്നത്. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുക. യു വിൽ ഗെറ്റ് സെന്റർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 2x plus y equal to 4, x minus y equal to 5, solving this, adding 9, x equal to 3. That is x coordinate center is 3 and y coordinate is substitute, that is -2. So center is 3 minus 2. And radius of the circle is 5. What is the equation? X minus 3 the whole square, y plus 2 the whole square is equal to 5 square. That is x square plus y square minus 6x plus 4y equal to 12. X square plus y square minus 6x plus 4y equal to 12. Option A. Correct. (56). 57 is completed. That is 56. 56 ആണ്. It's 21 ആണ്. 56 ആട്ടാ. Right. 10 to 11, 56. The endpoints of a diameter are -1, 4 and 5, 4. So its center is center. Endpoints of diameter is given. So find out center. That is center is -1 plus 4. 4 plus 4, that is 4. That is center. And the equation of the circle, our radius. What is radius? That is root of 2 minus 1 whole square 3 square. That is 3. So what is the equation? X minus 2 the whole square
plus y minus 4 the whole square is equal to 9. X minus 2 whole square, 56. X minus 2 whole square, y minus 4 whole square is equal to 9. Option C, correct. Next, 58. This one completed. 58. The equation of the parabola with the vertex minus 6, 2 and passing through minus 3, 5 and having axis parallel to x-axis. Now, equation of the parabola with the vertex minus 6, 2. Minus 6, 2 is the vertex. And passing through minus 3, 5. Minus 3, 5 here. So, parabola in this like. That is, equation of the parabola is y minus vertex whole square is equal to 4a into x minus vertex. Now passing through minus 3, 5. Substitute here. Minus 3, 5. Passing through equation of the parabola with the vertex minus 6, 2. That is y minus 2. That is y minus 2 the whole square equal to 4a into x plus 6. Okay, substitute minus 3, 5. So 5 minus 2 the whole square is equal to 4a into x minus 3 plus 6. That is 3 square is equal to 4a into 3. So 4a equal to 3. So equation is y minus 2 whole square is equal to 3 into x plus 6. That is y minus 2 whole square is equal to 3x plus 18. 3x plus 18, question number 58, option is E. Now 59. 59, one of the vertices of a major axis of the ellipse is 1, 1. And one of the vertices of its minor axis is minus 2, 1. Center is, now listen, center is minus 2, 1. And this is 1, 1, major axis, the minor axis. So this distance is A, this distance is B. What is this distance? Center is minus 2, 1. This is 1, 1. So this distance is 3. This distance is 2. Equation of the ellipse is x plus 2 the whole square by 9. Y minus 1 the whole square by 4 equal to 1. X plus 2 whole square by 9. Y minus 1 whole square by 4 equal to 1. Option A. Now last question number 60. The equation of the parabola with the focus 3, 0. Focus 3, 0. 3, 0. That is focus. And the directrix x equal to minus 3. So focus is this. So this distance is A equal to 3. So equation of the parabola, vertex is 0, 0. That is y minus 0 whole square is equal to 4a. 12 into x minus 0. That is y square equal to 12x. 60 question ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ സോജി സാർ ചെയ്യുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ മുതൽ കേട്ടോ. ശരി. Hello, dear students. Question number 61. The eccentricity of the ellipse x square by 36 plus y square by 16 is equal to 1. എന്താണ് eccentricity of ellipse formula? Root of 1 minus root of 1 minus b square by a square. The number formula. Root of 1 minus b square is 16, a square is 36. Root of 20 by 36. 20 root 20 is 4 into 5, 2 root 5. 2 root 5 by 6. Answer root 5 by 3. First option answer. Question number 62. The foci of a hyperbola are 83 and 03 and the eccentricity is 4 by 3. Then the length of the transverse axis. Foci number distance 8303. Difference is 0383. Difference is 8. 2a is 8. Given 2a is 8. Then a is equal to 4. Where e is equal to 4 by 3. Then a into 4 by 3 is equal to 4. Then we get a is equal to 3. Length of the transverse axis is 2a. 2a is equal to
divided by the 6. Length of the transverse axis is 2a. Next question. 6 is answer. Option E. Next question. 63. The coordinates of the points PQ are 2, 6, 4 and 8, minus 3, 1 respectively. If the point R lies in the line segment PQ, such that 2PR is PQ, the distance formula first we find the equation of the line as x minus 2 divided by 8 minus 2. 6 is equal to y minus 6 divided by minus 3 minus 6. Minus 9 is equal to z minus 4 divided by 1 minus 4 minus 3. Is 6, 300 divided by 2. This become 2 and this become minus 3 and this become minus 1. When we substitute the option only D choice, only satisfying the equation of the line, because the line is D is the point, 4, 3, 3, only satisfying the line, and also 2PR is equal to modulus of RQ. Therefore, answer is D. 4, 3, this substitute satisfying 4 minus 2, 2 by 2, 1, 3 minus 6, minus 3 by minus 3 minus 1, at the 3, 3 minus 4, minus 1 by minus 1 minus 1. Sorry, plus 1. Satisfy do. There are one satisfying the la. Answer. Okay. Distance of question number 64. Modulus is 2, model B is equal to I minus J plus 3 minus 3K, and the angle between A and B is pi by 4. Then A dot B is. And then A dot B formula. A dot B formula AB cos theta. Theta on pi by 4. Mod A on the tunda. Mod A into mod B into cos theta. Mod A into mod B into cos theta. Mod A is 2. What is mod B? 2 square plus 1 square plus 3 square. Root 14 into what is cos theta? Pi by 4. Cos theta cos pi by 4. That is 1 by root 2. 1 by root 2. When we simplifying, we get the answer is 2 root 7. Okay. Here root 2, root 14 cancel, root 7. Finally, we get 2 root 7. Option B is the correct answer. Next question number 65. If alpha is angle between the vector A is equal to with the positive x-axis, then cos alpha is equal to. What is cos alpha? Cos alpha is equal to 5 divided by root of 5 square plus 3 square plus 4 square. 3 square plus 4 square. This is 5 divided by root 50. Root 50 is 5 root 2. Answer is 1 by root 2. But given in the options, there is no 1 by root 2, but it is 1 by root 2. C option is root 2 by 2. Next question. If modulus A 3, modulus B is 4, and modulus of A minus B is 7, then A dot B is equal to. What is modulus of A minus B? It is given as 7. When we squaring this, we get A square plus B square. We get A square plus B square minus 2A dot B is equal to 7. This is A square plus B square. What is 3 square plus 4 square? 25. 25 minus 7 is equal to 2A dot B. What is 25 minus 7? That is 18. 18 is equal to A dot B. Therefore, A dot B is equal to 9. A dot B is equal to 9. Option C. Next question. Question number 67. If A is equal to I plus lambda j minus 2k, B is equal to 2i minus 3j plus 5k, and A dot B is equal to minus 20, then the value of lambda. Just dot product 2 minus 3 lambda minus 10 is equal to minus 20. Then this is 2 minus 10, that is minus 12. Minus 12 plus 20, that is 8 minus 12 plus 20. 8 is equal to, when we take in the product, we get 2 minus 3 lambda minus 10 is equal to, A dot B is minus 20. Then 3 lambda is equal to 2 minus 10 is minus 8. Minus 8 plus 20 is equal to 3 lambda. That is 12 is equal to 3 lambda and lambda is equal to 4. Option D is the correct answer. Next number 68. If A is equal to I minus 3j plus alpha k and B is equal to I minus 2j plus 4k and A cross B is equal to minus 2i plus j plus beta k, then the value of beta is. Now we take this vector and where is beta? Beta is here, and we take this B and B dot A cross B becomes 0. 1 into minus 2, minus 2, minus 2 into 1, minus 2, 4 into beta is equal to 0. Then beta is equal to 1. Beta is equal to 1. Option D. Next question, 69. The value of alpha so that
there are two vectors given. Two vectors are given. First vector is alpha I plus alpha minus 1 j plus 3k dot. But dot perpendicular dot in the dot alpha plus 2 I plus alpha j. When dot product 0 alpha plus 2i plus alpha j minus 2k is 0. Alpha into alpha plus 2, we get a quadratic equation. Alpha into alpha plus 2 plus alpha minus 1 into alpha plus 3 into minus 2 minus 6 is equal to 0. When we expanding this, we get a quadratic in alpha. The product of the root is negative, therefore one root is negative, other root is positive. Answer 3 by 2 minus 2 is always no answer. A choice 3 by 2 minus 2. Option A. അത് കുറച്ച് ആൾക്കാർ ബി ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. അവർ ഇത് മാത്രം നോക്കിയാൽ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് നെഗറ്റീവ് ആണ്, റൂട്ട് പോസിറ്റീവ് മറ്റോട് നെഗറ്റീവ് വരണം. സോൾവ് ചെയ്യുന്നതിന്റെ മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ ആൻസർ വരും, തെറ്റിപ്പോയി. ഇതല്ല ആൻസർ, ഇതാണ് 3 by 2 minus 2. ക്വസ്റ്റ്യൻ നമ്പർ 70 നോക്കുക. If modulus vector is 5 and modulus vector is 4 and the angle between u and v is pi by 6, then modulus of u cross v. എന്താണ് modulus of u cross v ഫോർമുല? Modulus of u cross v is equal to mod u into mod v into sin theta. Every values are given. Theta is pi by 6, sin pi by 6, mod u 5, mod v 4, sin theta, sin pi by 6 is 1 by 2. Answer is 10. Option E. Next question, question number 71. If the point x14 lies on the line r is equal to that line, then the value of x is equal to. ഈ ലൈനിൽ നമുക്ക് പറയാവുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ equation of the line can be written as x minus, the point is 134, x minus 1 divided by 2 is equal to y minus 3 divided by minus 1 is equal to z minus 4 divided by 0. These are equal to lambda. When we equating this, we get, first we equating this, we get the value of lambda, y minus 3 by minus 1, y minus 3 is equal to minus lambda, then y is equal to what? We get the value, y value get y minus 3 is equal to minus lambda, sorry, minus lambda. Y value 1 minus 3. 1 minus 3 is equal to minus lambda. 1 minus 6 minus lambda, that is lambda is equal to 2. Lambda 2 to know. Again, this x minus 1 by 2 is x minus 1 by 2 is equal to 2. Then x minus 1 is 4. X is equal to 5. X is equal to 5. We get option E choice. Question number next 72. The equation of the plane through the point 2 and 3 and perpendicular to the vector r dot n is equal to a dot n. Normal is like this: 4x plus 5y plus 6 is satisfied. 2 and 3. 2 24 8. 8 plus 5 13. 13 plus here it is 16 വരുന്നു. ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ല. നമ്മൾ ആ പോയിന്റ് 31 ആയിട്ടുണ്ട്. 31 ഓപ്ഷൻ ഇതായിരുന്നു. 4x plus 5y plus 6 is 31. 2 and 3 കൊടുക്കുമ്പോൾ നോക്കി, ഇത് കറക്റ്റാണ്. 8 plus 5 13 plus 18 31. Next question, the angle between the line and the plane. Angle between line and plane ആണ് sin inverse ആണ് ഫോർമുല. Theta is equal to എന്താണ് ഫോർമുല? n1 dot n2 divided by modulus of n1 into modulus of n2. Sin inverse വരും. Simplify നോക്കുക. Sin inverse n dot b by modulus n into modulus b. We get sin inverse 1 by 14. ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് നോക്കിയാൽ 6 minus 6 ക്യാൻസൽ 0 ആയി പോയി. ഇതൊരു 1 വന്നു. ഇത് root 14 ആണ്. ഇത് root 14 ആണ്. root 14 root 14 14. Sin inverse 1 by 14. Answer B option. Next question 74. Question number 74. If the lines are parallel to the plane, then the value phase. If the line is parallel to plane means dot product of this vector and dot product of this and the normal 2 for alpha. 2 into 3 6, 4 into 1 4, and alpha into minus 2 alpha is equal to 0. That is 10 is equal to 2 alpha. Alpha is equal to 5. Option D. Question number 75. The acute angle between the lines. Formula എന്താണ്? Cos theta is equal to b1 dot b2 divided by modulus of b1 into b2. Answer B option. Cos inverse root. Just a formula apply. Question number 76.
the Cartesian equation of the line passing through 753 and perpendicular to the plane. That means this is the this normal of the plane is parallel to the vector. Equation of the line is x minus 7 by 3 is equal to y minus 5 divided by 2 is equal to z minus 3 divided by 1. Option A. Question number 10. The acute angle between the planes. What is the dot product? If you get if we make the dot product of this normal, we get 2 minus 2 minus 6. This is a negative quantity. Then we get angle between these two vectors is obtuse. Then we subtract that angle from pi. Then we get acute angle. Therefore, pi minus cos inverse minus root 14 by 7. We get answer B. ആ വാല്യൂ നെഗറ്റീവ് ഇടുന്നോണ്ട് അങ്ങനെ എടുത്തോളൂ കേട്ടോ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കറക്റ്റ് വന്നോളൂ. ഓപ്ഷൻ ബി വന്നോളൂ. Next question, the vector equation of the line joining the points 213 and 213 and minus 241. Point 213 എടുത്തു. Parallel vector minus 2 minus 2 minus 4i 4 minus 1 3j 1 minus 3 2k. ഇത് തന്നെ ഓപ്ഷൻ എ. Question number 79. A bag contains 5 yellow, 3 green and 2 blue and 7 white balls. 4 balls are chosen at random. Then the probability that all are white. None of them are white. അപ്പോൾ നമ്മുടെ ടോട്ടൽ കേസ് ഇതാണ്. ടോട്ടൽ കേസ് എന്ന് പറഞ്ഞാൽ 5 plus 3 8 plus 2 10 plus 7 17C4. അതാണ് ടോട്ടൽ കേസ് 17C4. ന്യൂമറേറ്ററിൽ എന്ത് വരും? ന്യൂമറേറ്ററിൽ വരാൻ പോകുന്നത് നോൺ വൈറ്റ് ബോൾ ആണ് വേണ്ടത്. ഫേവറബിൾ കേസ് നോൺ വൈറ്റ് ബോൾ ആണ്. 5 plus 3 8 plus 2 10C4. When we simplifying 10C4 and 10C4 by 17C4, we get E choice 3 by 34. Option E choice. Answer 3 by 34. Simplify your dose. 7 5 plus 3 8 plus 2 10C4 divided by 17C4. Simplify that. Last question. നമ്മൾ 80th question നോക്കുക. N contain 25 marbles which are numbered from 1 to 25 and a marble is chosen at random 2 times with the replacement. The probability that both times the marble has the same number is. ആദ്യം നമ്മളൊരു നമ്പർ എടുക്കുന്നു. അത് എന്താവാം 1 to 25 ഏത് നമ്പറും ആകാം. സപ്പോസ് നമ്മൾ 5 എടുത്ത് നോക്കുക. 5 എടുത്തു. അങ്ങനെയാണ് അടുത്തത് 5 ആണ്. ആദ്യം എടുക്കുന്ന നമ്പർ എന്ത് ആയിക്കോട്ടെ അത് നമ്പർ എടുത്തുകൊണ്ട് ഫിക്സ് ചെയ്തു. അടുത്ത നമ്പർ 5 ആവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 1/25. ഇനി തിരിച്ചു കളി പറയാം. ആദ്യം എടുക്കുന്ന നമ്പർ 5 ആവാനുള്ള ചാൻസ് നോക്കി 1/25. രണ്ടാമത് എടുക്കുന്നത് 5 ആയിരിക്കണം. അത് ഷുവർ ഇവന്റ് ആയിരിക്കണം. അങ്ങനെ ചിന്തിച്ചാലും ആൻസർ കിട്ടുന്നത് 1/25. രണ്ട് പേരിൽ ചിന്തിച്ചാലും ആൻസർ കിട്ടുന്നത് 1/2. രണ്ട് പേരിൽ പറയാം. ഒന്ന് നമ്മൾ ആദ്യം എടുക്കുന്നു, ഒരു നമ്പർ എടുക്കുന്നു, ഏതെങ്കിലും നമ്പർ എടുക്കുന്നു. അത് ഇപ്പൊ സപ്പോസ് നമ്മൾ 5 എടുത്ത് നോക്കുക. 5 എടുത്ത് ഇനി അടുത്ത് 5 ആവാനുള്ള ചാൻസ് ഏത് നമ്പർ ആയാലും ആദ്യം എടുക്കുന്ന നമ്പർ എന്താണെന്ന് പറഞ്ഞില്ല, ഏത് നമ്പറോ അപ്പൊ അടുത്ത് ആ 5 തന്നെയുള്ള ചാൻസ് ആണ് നമ്മൾ നോക്കേണ്ടത് 1/25. ഇനി അല്ലെങ്കിൽ ആദ്യത്തെ 1/25 എടുക്കുക, രണ്ടാമത്തത് ആ നമ്പർ ഫിക്സ്ഡ് ആണ്, അത് ഷുവർ ഇവന്റ് ആണ്. അങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ നോക്കിയാലും ആൻസർ കിട്ടുന്നത് 1/25 ആണ്. ഈ ആൻസർ കിട്ടുമെന്ന് പലർക്കും തോന്നും, അത് തെറ്റാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത ബാക്കി ക്വസ്റ്റ്യൻസ് 60 to 80 ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ 80 to 100 ചെയ്യാൻ വേണ്ടി നമ്മുടെ മനുസാർ എഴുതുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഗെയിമിന്റെ എക്സാം എല്ലാം കഴിഞ്ഞ് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. എല്ലാ ക്വസ്റ്റൻ ആൻസർ ആയിട്ട് കാണും. എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടെ അത് വെരിഫൈ ചെയ്ത് നോക്കാം. ക്വസ്റ്റൻ നമ്പർ 81. ഒറ്റ നടന്നത് തന്നെ കാണാം. ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് എല്ലാം വരുന്നുണ്ട്. A and B are 2 events such that P of A is equal to 0.2, P of B is equal to 0.55 and P of A intersection B is equal to 0.1. Then probability of B intersection A complement. ആക്ച്വലി നമ്മൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയാൻ നമ്മൾ ആദ്യം തന്നെ വെൻ ഡയഗ്രാം വരച്ച് നോക്കുക. വെൻ ഡയഗ്രാം, അതായത് ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ കൂടി ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് മാത്രമാണ്. ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈ പോർഷൻ ആണ്. ബി മാത്രമുള്ള ഈ ഒരു പോർഷൻ ആണ്. ഈ ഒരു പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത്രയും ചെയ്താൽ മതി. പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മാത്രം ചെയ്താൽ മതി. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.55 അവർ തന്നിട്ടുണ്ട്. 0.55 നിന്ന് നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.1 അവർ തന്നിട്ടുണ്ട്. 0.45 കിട്ടും. 0.45 എന്ന് പറയുന്ന ഓപ്ഷൻ
C ആണ്. That is our answer. Next question. See, 2 dice are rolled if A is even that sum of the numbers is 4 and B is even that at least one of the dice shows a 3, then probability of A given B, conditional probability of A given B is equal to probability of A intersection B divided by probability of B, and B എന്ന് പറയുന്നത് A എന്ന് പറയുന്നത് sum 3 കിട്ടണം, sum 4 കിട്ടണം. 1 3 3 1 2 2, and B എന്ന് പറയുന്നത് at least one of the dice shows 3 ആണ്. 1 3 2 3 4 3 5 3 6 3 and back 3 1 3 2 3 3 3 4 3 5 3 6, then one more 3 3 നമ്മൾ രണ്ടോട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? രണ്ടോട്ട് എഴുതണ്ട, 3 3 ഒരെണ്ണം മതി. സോ എത്രയാണ് വരും നമുക്ക്? ഇല്ല, 3 3 നമ്മൾ ഒരെണ്ണം എഴുതുള്ളൂ. 11 എണ്ണം വരും. 11 2 divided by 11. A intersection B എന്ന് പറയുന്നത് 2 ആണ്, ഡിവൈഡഡ് ബൈ probability of B എന്ന് പറയുന്നത് നമ്പർ ഓഫ് B എന്ന് പറയുന്നത് 11. 2 divided by 11. ഒന്നുകിൽ നമ്പർ വെച്ച് എഴുതാം, അല്ലെങ്കിൽ probability വെച്ച് എഴുതാം. probability വെച്ച് എഴുതാൻ വലിയ വിധപ്പാടാണ്. സോ നമ്പർ വെച്ചാണ് എഴുതിയത് 2 by 11. 2 by 11 എന്ന് പറയുന്ന ഓപ്ഷൻ B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Assume that n distinct values x1, x2, xn occur with the frequencies f1, f2, fn respectively. If x bar is equal to 7, x bar എന്ന് പറയുന്നത് sigma fi xi divided by sigma fi ആണ്, and that is equal to 7 എന്നവർ പറഞ്ഞിട്ടുണ്ട്. sigma fi xi എന്ന് പറയുന്നത് 315 തന്നിട്ടുണ്ട്. അണ്ടർ sigma fi ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. that is equal to 7. that implies sigma fi is equal to 315 upon 7. that is equal to 45 കിട്ടും. 45 ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. the variance of the data x1, x2, x50 with sigma I is equal to 1 to 50, xi is equal to 650, and sigma I is equal to 1 to 50, xi square is equal to 10,000 is variance കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ sigma xi square divided by n minus x bar the whole square ആണ്. sigma xi square എന്ന് പറയുന്നത് അവർ 10,000 അവർ തന്നിട്ടുണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് 50 ആണ്, മൈനസ് sigma xi എന്ന് പറയുന്നത് x bar എന്ന് പറയുന്നത് sigma xi divided by n ആണ്, and that is equal to sigma xi എന്ന് പറയുന്നത് 650 upon n എന്ന് പറയുന്നത് 50, 13 5 65 ആണ്, മൈനസ് 13 സ്ക്വയർ എന്ന് കിട്ടും. ക്യാൻസൽ ആയിപ്പോവും. 200 മൈനസ് 169, that is 31 എന്ന് കിട്ടും, and 31 is answer option E. next question. let's read. If x is a random variable with the expectation of x is equal to 6 and variance of x is equal to 3, then expectation of x square, that is E of x square is equal to, we have V of x is equal to E of x square minus E of x the whole square. We have an equation in NCERT, that is 3 is equal to E of x square. അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണ്ട. E of x square minus E of x the whole square, that is 6 square 36. So E of x square will be 36 plus 3, that is 39. Option C. Next question. Let f of x is equal to 4x plus 3 divided by x plus 2. Then the value of f inverse of minus 2. F inverse x കണ്ടുപിടിക്കാൻ y is equal to replace f of x by y, 4x plus 3 divided by x plus 2. Method വേറെ എടുക്കാം, no problem. xy plus 2y is equal to 4x plus 3. x കണ്ടുപിടിക്കണം. xy minus 4x is equal to 3 minus 2y. x taking common outside, y minus 4 is equal to 3 minus 2y. X is equal to y minus 4, 3 minus 2y upon y minus 4, and that is f inverse of minus 2. നമ്മൾ ഈ y ക്ക് പകരം minus 2 കൊടുത്താൽ മതി. 3 minus 2 into 2 is 4, that will be plus divided by minus 2 minus 4, 7 divided by minus 6, and that is minus 7 by 6, option B. Next question. f of x is equal to 2x for x less than 1 and 5a minus x for x greater than or equal to 1 is continuous on R, then the value of a is equal to, if a function is continuous, left ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആണ്. നമ്മൾ ലിമിറ്റ് ഒന്നും എഴുതാൻ പോകണ്ട, ഒന്നും കണ്ടുപിടിക്കാൻ പോകണ്ട. വെറുതെ എക്സിന് 2 into 1 അപ്പർ ലിമിറ്റ് കൊടുക്കുക, ഇവിടെ താഴെ 1 കൊടുക്കുക, 5a minus 1. So 5a will be 3 and a is equal to 3 by 5. That is option C. Next question. Limit t tends to 0 sin 2t divided by 8t square plus 4t. നിങ്ങൾ t യുടെ വാല്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, മേലിലും താഴെ 0 ഇട്ടിട്ടുണ്ടാവും, 0 by 0 ഫോർമാറ്റ് ആയിട്ടുണ്ടാവും. ചാടിക്കേറി പോകേണ്ടത് ലോപ്പിറ്റൽ റൂളിലേക്കാണ്. It is not L hospital, that is L'Hopital.
ലോപിറ്റൽ റൂൾ എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് അപ്പറിന്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ലോവറിന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് t tends to 0 sin 2t is cos 2t times 2 upon 16t plus 4, and that is equal to cos 2t. 0 കൊടുത്താൽ cos 0, 1 into 2 upon 16 plus 4, 20, that is equal to 2 by 20. I'm sorry. See, limit t tends to 0, sin 2t is cos 2t times 2 upon 16t plus 4, and that is equal to t is equal to 0. I'm so sorry. Cos 0 is 1 into 2 divided by 4, that is 1 by 2, that is option A. Next question. Limit x tends to 0, x divided by under the root of 9 minus x minus 3. x ന് 0 കൊടുത്താൽ obviously നിങ്ങൾക്ക് കാണാം 0/0 ഫോർമാറ്റ് വരും. വേറെ റിസൾട്ട് ഒന്നും അപ്ലൈ ചെയ്യാനുള്ള സമയം എനിക്കില്ല, ഞാൻ ലോപിറ്റൽ റൂളിലേക്ക് തന്നെ പോകും. ദാറ്റ് ഈസ് ലിമിറ്റ് x tends to 0. എനിക്ക് അതാണ് കൺവീനിയൻസ്, കാരണം സ്പീഡാണ് ഇവിടെ മെയിൻ. 1 upon 1 by 2 root of വൃത്തികേടൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. 9 minus x times minus 1, because 9 minus x ന്റെ ഡെറിവേറ്റീവ് ഒരു -1 കൂടെ വരും, -0, and that is equal to 0 കൊടുത്താൽ 2 times under the root of 9 divided by 1 over minus 2 into minus 3, that is minus 2 into 3, that is equal to 6. Minus 6, that is option D. Next question. Question number 9D. F of x is equal to 3x plus 2 if x less than or equal to less than minus 2 and x square minus 3x minus 1 for x greater than or equal to minus 2, then limit x tends to minus 2 minus f of x and limit x tends to minus 2 plus f of x. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കേളി ബ്രാക്കറ്റിൽ അതേ -2 ചേഞ്ച് ഇട്ട് തന്നാൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ, ദാറ്റ് ഈസ് ലിമിറ്റ് x tends to -2 minus f of x കണ്ടുപിടിക്കാനായിട്ട് -2 മൈനസിന്റെ ആവശ്യമില്ല. ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ കിടക്കുന്നിടത്ത് 3 into plus 2, that is -6 plus 2, that is equal to -4. അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് 2 ചോയ്സ് ഉണ്ട്. ഈ 2 ചോയ്സ് നമുക്ക് അന്നേരം തന്നെ ഇനിഷ്യലി കട്ട് ചെയ്ത് കളയാം. ഈ ചോയ്സും കട്ട് ചെയ്ത് കളയാം. പിന്നെ -4 ഉള്ള 2 ചോയ്സ് മാത്രമാണ് നിൽക്കുന്നത്. സോ ലിമിറ്റ് x tends to -2 plus f of x കണ്ടുപിടിക്കാനായിട്ട് -2 പ്ലസിന് റൈറ്റ് x square minus 3x minus 1, 4 minus 3 into -2 minus 1, that is equal to 4 plus 6 minus 1, that is 9 എന്ന് കിട്ടും. -4, 9 എന്ന് പറയുന്നതാണ് ഓപ്ഷൻ. കാരണം ഇതും കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. സോ 90 ഓപ്ഷൻ D. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് x tends to -3, x square plus 16x plus 39 upon 2x square plus 7x plus 3. അപ്പർ ലിമിറ്റിൽ അപ്പർ ലിമിറ്റ് ലോവറിൽ നമ്മൾ -3 ഇട്ട് കൊടുത്താൽ 0/0 ഫോർമാറ്റ് വരും. നമുക്ക് ലോപിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് x tends to -3, 2x plus 16 upon 4x plus 7, and that is equal to 2 into -3 plus 16 upon 4 into -3 plus 7, that is equal to -6 plus 16 upon -12 plus 7, 10 upon -5, that is equal to -2, option D. Next question. F of x is equal to 6 times cube root of x raised to 5. If f dash x is equal to a x raised to p, where a and p are constants, then the value of p will be such a simple question. F of x is like 6 times x raised to 3 by 5, and f dash x will be 6 times 3 by 5. 5 by 3. That's 5 by 3. F of x is equal to 6 times x raised to 5 by 3. So f dash x will be 6 into 5 by 3 times x raised to 5 by 3 minus 1, and that is equal to 6 into 5 by 3 times x raised to 5 by 3 minus 1 is 2 by 3. See, നമുക്ക് p യുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. p എന്ന് പറയുന്നത് x ന്റെ പവർ ആണ്. ദാറ്റ് ഈസ് 2 by 3. 2 by 3 എന്ന് പറയുന്ന ഓപ്ഷൻ C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. y is equal to tan x raised to sin x for x 0 less than x less than pi by 2. If dy by dx is equal to tan x whole raised to sin x, etc., including g of x, we need to find the value of g of x only. Taking logarithm of both sides, log y is equal to sin x times log tan x. See, 1 by y times dy by dx is equal to sin. We need to apply product rule. Sin x into 1 by tan x into sec square x. Plus log tan x into എഴുതിയതിനു ശേഷം ഞാനൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ബിക്കോസ് ഇതുകൊണ്ട് ലോഗ് tan x ഉള്ള ടൈമിന്റെ ആവശ്യം നമുക്കില്ല. y അപ്പുറത്തേക്ക് വരുമ്പോൾ tan x raised to sin x അവിടെ വരും. നമുക്ക് ഈ ഒരു ടൈമിന്റെ മാത്രം ആവശ്യമേ ഉള്ളൂ. ദാറ്റ് ഈസ് g of x. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു sin x into tan x നെ നമുക്ക് cos x divided by sin x എന്ന് എഴുതാം. tan x നെ അല്ലത് 1 by tan x നെയാണ്, and that is equal to times sec square x is 1 by cos square x. sin x cancel ആയി പോകും, cos x cancel ആയി പോകും, 1 by cos x മാത്രം വരും. 1 by cos x എന്ന് പറയുന്നത് nothing but c, that is sec x. Okay, next question.
Question number 24, f of x is equal to x cube plus sine pi x whole raised to 5, where f dash of 1 is equal to, see, we need to find f dash of x. That is such a simple question. 5 times x cube plus sine pi x the whole raised to 4 times 3x square plus cos pi x times pi, and that is equal to, see, f dash of 1 ആണ് നമുക്ക് വേണ്ടത്. f dash of 1 is equal to 5 times 1 plus sine pi is 0, that is 0 the whole raised to 4 times 3 into 1 plus cos pi is minus 1 times pi, that is equal to 5 times 3 minus pi. 5 times 3 minus pi is option E. Next question. If h of x is equal to 4x cube minus 5x plus 7 is the derivative of f of x, then limit x t tends to 0, f of 1 plus t minus f of 1 by t. If you are substituting t is equal to 0 there, that will be f of 1 minus f of 1 divided by 0. That is 0 by 0 format. We can apply L'Hopital rule and it will be like limit t tends to 0, f dash of 1 plus t upon 1, and that is equal to f dash of 1 itself. And f dash of x is h of x. They have given that this is f dash of x, that is a derivative of f of x. So 4 minus 5 plus 7, that is 9 minus 5, that is equal to, I'm sorry, basically 11 minus 5, that is equal to 6, and that is option B. Next question. See, let f of x is equal to e raised to x if x less than or is equal to 1 and mx plus 6 if x greater than 1 be differentiable at x is equal to 1. Then the value of m is differentiable, meaning upper derivative is equal to lower derivative at x is equal to 1. That is e raised to x at x is equal to 1 is equal to derivative m into 1 at x is equal to 1. See, that is e is equal to m. Simple. The value of m is E, option B. Next question. Limit t tends to 0, tan square pi by 3 plus t minus 3 upon t is equal to. If you are substituting t is equal to 0, നമുക്ക് 0 by 0 ഫോർമാറ്റിൽ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് L'Hopital rule directly apply ചെയ്യാം. വേറെ എന്തെങ്കിലും എഴുതുമ്പോൾ മെത്തേഡ് ഉണ്ടോ എന്ന് ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ L'Hopital rule apply ചെയ്യും. That is 2 tan of pi by 3 plus t into sec square pi by 3 plus t into 1 upon 1. See, t is 0 കൊടുത്താൽ 2 tan pi by 3 into sec square pi by 3. You know how to simplify. That will be equal to 8 times root 3. That is option D. Next question. If the tangent line to the graph of function f at a point 3 has x-intercept 5 by 3 and y-intercept minus 10, so the line will be x divided by 5 by 3 plus y divided by minus 10 is equal to 1. That is our intercept form. 3x divided by 5 minus y upon 10 is equal to 1. Multiplying throughout by 10, I will get 6x minus y is equal to 10, and the slope of this line is equal to minus a by b, that is minus 6 by minus 1, that is equal to 6, and the slope they have asked for, that is f dash 3. Derivative എന്ന് പറയുന്നത് സ്ലോപ്പ് തന്നെയാണ്. At the point 3 തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. So we got at the point 3, f dash of 3 will be 6, and that is answer option D. My second last question. The slope of the tangent line to the curve 4x square plus 2xy plus y square is equal to 12 at the point 1, 2. See, this is in the implicit form. 8x plus 2x times dy by dx plus y into 2 plus 2y into dy by dx is equal to derivative of derivative of 12, that is equal to 0. And I am substituting x is equal to 1 and y is equal to 2. 8 into 1 plus 2 into 2 into dy by dx plus 2 into 2 plus 2 into 2 into dy by dx, that is equal to 0. On simplifying, I will get dy by dx is equal to minus 2, and that is answer option D. Next question. F of x is equal to under the root of x plus 5 for 1 less than or is equal to x less than or is equal to 9. Then the value of c whose existence is guaranteed by the mean value theorem. Mean value theorem is f of b minus f of a divided by b minus a is equal to f dash of c. That is f of b is f of 9 minus f of 1 upon 9 minus 1 is equal to f dash of c. We have f dash of x is equal to 1 by 2 root of x. F of 9 is 3 plus 5. 11 minus f of 1 is 1 plus 5. 6 upon 8 is equal to f dash of c. F of 9 is 3 plus 5. 8 minus f of 1 is 1 plus 5. 6 upon 9 minus 1. 9 minus 1 is b minus 1. That is 9 minus 1. Or rather,
it can be written as 8 is equal to f dash of c is 1 by 2 root of c. 8 minus 6 is 2 upon 8 is equal to 1 by 2 root c. 4, 2, 1 by root c is equal to 1 by 2, and that implies c is equal to 4, and that was option C. It was my ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി 101 തൊട്ട് 120 വരെയുള്ള അവസാനത്തെ ലാപ്പിനായിട്ട് നമ്മുടെ മനോജ് സാർ റെഡിയാണ്. ലെറ്റ് മീ വിഷ് യു എ നൈസ് സ്ലീപ്പ്. താങ്ക് യു. Hello students, നമ്മൾ 101 to 120 questions ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ next question 101. The derivative of a function f is given by f dash x is equal to x minus 5 by root of x square plus 4. Then the interval in which f is increasing. So f is increasing means f dash x greater than 0. So when we have f dash x is already given, that is x minus 5 by root of x square plus 4 greater than 0. That means x greater than 5, because denominator is always positive. So this x greater than 5. So our correct answer is A. And question number 102. Let f of x is equal to x square log x. X greater than 0. Then the minimum value of f is. നമുക്കറിയാം ഈ f of x എന്ന് പറയുന്നത് x square log x ആണ്. So when we taking the critical point, we get 2x, so x square into 1 by x plus log x into 2x, right? അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് x plus 2x log x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കറിയാം f dash x is equal to 0, നമുക്ക് ക്രിട്ടിക്കൽ വാല്യൂ കിട്ടും. സോ x plus 2x log x is equal to 0. That means 2x log x is equal to minus x. So x and x get cancelled. So log x is equal to minus 1 by 2. Log x is minus 1 by 2 means x is equal to e raised to minus 1 by 2. That means 1 by root t. So the value of x is equal to 1 by root t. That is the only critical point. അപ്പോൾ ആകെ ഒരു ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ മിനിമം കിട്ടുന്നത് ആ പോയിന്റിലല്ലേ കിട്ടുള്ളൂ. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് x greater than 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. x greater than 0 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ വാല്യൂ നമുക്ക് കിട്ടുന്നുള്ളൂ. ആ ക്രിട്ടിക്കൽ വാല്യൂവിൽ മാത്രമേ നമുക്ക് മിനിമം നോക്കേണ്ടേ ഉള്ളൂ. അതുകൊണ്ട് സോ വി പുട്ട് ദിസ് വാല്യൂ ഇൻ ദിസ് ഫംഗ്ഷൻ. സോ f of 1 by root t is equal to 1 by root t all square log 1 by root t. Okay, ഇങ്ങനെ എടുക്കും. So that will be 1 by e into ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് e raised to log 1 by e all raised to 1 by 2 ആണ് അല്ലേ. സോ ദാറ്റ് വിൽ ബി 1 by 2 e ഇൻറ്റു ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് വരും അല്ലെ. മൈനസ് ലോഗ് 1 by is minus 1. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഇ. ഈ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് നോക്കി അവിടെ നമ്മൾ മിനിമം ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ആകെ ഒരു ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളൂ. അപ്പൊ പിന്നെ അതിന് മിനിമം വരുന്ന ആ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. A cube is expanding in such a way that its edge is increasing at a rate of 2 inches per second. If its edge is 5 inches long, then the rate of change of its volume is. ഇതാണ് ക്യൂബ്, ഇതാണ് അതിന്റെ എ ആണ് സൈഡ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ്പാൻഡ് ചെയ്ത റേറ്റ് എത്രയാ, dA by per second ആയതുകൊണ്ട് dt ആണ്. So that is 2. dA by dt is given as 2. The edge is 5 inches long, so a is equal to 5. Then the rate of change of its volume, നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് a ക്യൂബ് ആണ്, ക്യൂബിന്റെ അല്ലെ. dv by dt is equal to 3a square dA by dt. ഓക്കെ, അതുകൊണ്ട് എന്താണ് അറ്റ് a is equal to 5 എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്, ഡെറിവേറ്റീവ്. സോ വോളിയത്തിന്റെ റേറ്റ് എന്താണ്, dv by dt is equal to 3 into 5 square into 2. So that will be 25 into 2, 50 into 3. That is 150. So the answer is A. Okay, next is question number 104. So integral x raised to 5 into e raised to 1 minus x raised to 6. So just put the substitution, take the substitution 1 minus x raised to 6 is equal to t. So that is minus 6x raised to 5 dx is equal to dt. So x raised to 5 dx is equal to minus 1 by 6 dt. Okay, so we can replace this x raised to 5 dx by minus 1 by 6 dt into e raised to t.
Okay, so that is minus 1 by 6 e raised to t plus c. So the answer is minus 1 by 6 e raised to t. T is 1 minus x raised to 6. So the answer is C. Okay, and our next question, integral 5 minus 4x into e raised to minus x dx. So നമ്മൾ ഇത് ബൈ പാർട്സ് ആണ് ഉപയോഗിക്കുന്നത്. ബൈ പാർട്സ് ആണ് ഉപയോഗിക്കേണ്ടത്. സോ നമുക്ക് ഈ രണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 5 minus 4x e raised to minus x. ഓക്കെ, ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതാം. സോ മൈനസ് 4 ഇതിന്റെ ഡെറിവേറ്റീവ് മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് അല്ലെ. ഇതിന്റെ ഡെറിവേറ്റീവ് വീണ്ടും എഴുതുമ്പോൾ 0 ആവും. ഇവിടെ ഇ റേസ് ടു മൈനസ് എക്സ് ആവും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എന്താണ്, നമുക്ക് ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതെന്താണ് 5 minus 4x ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. ഓക്കെ, മൈനസ് ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താണ് മൈനസ് 4. സോ ദാറ്റ് ഈസ് പ്ലസ് 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് വരും. ഓക്കെ, എടുത്താൽ മതി. സോ 5 minus 4x plus 4, sorry, ഇത് മൈനസ് ആണ്. This is actually minus 5. So minus 5 plus 4x plus 4 into e raised to minus x വരും അല്ലേ. So 4x minus 1 into e raised to minus x plus c എന്നായിരിക്കും എൻ്റെ ആൻസർ. So the answer is A. Okay, അപ്പോൾ ഇത് നമുക്ക് പാർട്സ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ചെയ്യാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്, അത് നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 106 ഇന്റഗ്രൽ കോസ് ടാൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. നമുക്കറിയാം ഇവിടെ നമുക്ക് ആൻസർ കിട്ടേണ്ടതൊക്കെ ടാൻ എക്സിലാണ് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഈ കോസ് സ്ക്വയർ എക്സിനെ നമുക്ക് 6 സ്ക്വയർ 1 ബൈ കോസ് സ്ക്വയർ ഇസ് 6 സ്ക്വയർ കോസ് ടാൻ എക്സ് എഴുതാം. ഉണ്ടോ, ഇങ്ങനെ എഴുതാം. സോ ടാൻ എക്സ് നമുക്ക് എടുത്താൽ ടി ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം 6 സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. അപ്പൊ ഇത് എന്തായി മാറി ഡി ടി ആയി. സോ ദാറ്റ് ഈസ് ഇന്റഗ്രൽ കോസ് ടി ഡി ടി എന്ന് വരും. കോസ് ടി ഡി ടി എന്താണ്, ദാറ്റ് ഈസ് സൈൻ ടി പ്ലസ് ഇ ആണ്. വാട്ട് ഈസ് ടി? ടി ഈസ് ടാൻ എക്സ്. സോ സൈൻ ടാൻ എക്സ് പ്ലസ് ഇ ഈസ് ദ ആൻസർ. ബി ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് 107 ഇന്റഗ്രൽ 1 by e raised to 2x minus 1. Okay, dx. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ, സോ മൾട്ടിപ്ലൈങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ e raised to 2x. e raised to 2x ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് e raised to 2x minus 1 നമുക്ക് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താണ് ഇതിന്റെ ഡെറിവേറ്റീവ് 2 e raised to 2x dx is equal to dt. So e raised to x dx will be equal to dt by 2. So that will be equal to 1 by 2. ഇത് നമുക്ക് dt അല്ലേ, dt by 2 ആണ്. അപ്പോൾ 1 by 2 വെളിയിൽ ഇട്ടു. dt by e raised to x 2x minus 1 is t. t into നമുക്ക് e raised to 2x ഇതിനകത്ത് എന്താ t plus 1 കിട്ടില്ലേ. സോ t plus 1 എഴുതും. ഓക്കെ, നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. സോ ദാറ്റ് ഈസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പെട്ടെന്ന്. എങ്ങനെയാണ്? t plus 1 minus t എന്ന് എഴുതാമല്ലോ. 1നെ ന്യൂമറേറ്റർ 1 അല്ലേ, അതിനെ എങ്ങനെ എഴുതാം? ബൈ t into t plus 1 അല്ലേ, ഈക്വൽ ടു dt ഈക്വൽ ടു 1 by 2. അവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഇന്റഗ്രൽ 1 by t dt മൈനസ് എന്താണ് 1 by t plus 1 ഇന്റഗ്രൽ dt ഇങ്ങനെ വരും. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. സോ ദാറ്റ് ഈസ് 1 by 2 log t മൈനസ് log t plus 1 പ്ലസ് ഇ. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മുടെ ആൻസർ ഈ ഫോമിലാണ് വരിക. സോ ദാറ്റ് ഈസ് 1 by 2 നമുക്ക് കോമൺ ആണ് കേട്ടോ, ഇത് കോമൺ ആയിട്ട് വരുന്നതാണ്. സോ 1 by 2 log t. log t എന്ന് പറയുന്നത് എന്താണ്? t നമ്മൾ കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് e raised to x 2x minus 1 ആണ്. സോ അതുകൊണ്ട് log e raised to 2x minus 1. ഓക്കെ, മൈനസ് ഇവിടെ e raised to 2x ആണ്. e raised to 2x-ന്റെ log എന്ന് പറഞ്ഞാൽ 2x ആണ്. ഓക്കെ, പ്ലസ് ഇന്ന് വരും. നമുക്ക് 2 കൊണ്ട് ത്രോ ഡിവൈഡ് ചെയ്താൽ 1 by 2 log e raised to 2x minus 1 minus x plus c എന്ന് വരും കേട്ടോ. ഇതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരിക. ആൻഡ് ദാറ്റ് ആൻസർ വിൽ ബി 1 by 2 e raised to 2x minus 1 minus x plus c. So the answer is E. E is the correct answer. Right? And next is question number 108. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ sin 2x എന്ന് പറഞ്ഞാൽ sin 2x cos x dx. So that will be integral 2 sin x cos x into cos x cos square x dx എന്ന് വരും അല്ലേ. അപ്പോൾ cos x നെ നമ്മൾ t എന്ന് കൊടുത്താൽ cos x is equal to t. അപ്പോൾ എന്താണ്? സോ അതിന്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് വരും. സോ അപ്പോൾ ഇത് നമുക്ക് ഇത് മൈനസ് ഡി ടി ആയി. സോ 2 minus 2 ഇന്റഗ്രൽ ടി സ്ക്വയർ ഡി ടി എന്ന് വരും അല്ലേ. ഇസ് ഈക്വൽ ടു -2 t³ by 3
plus c. So that will be minus 2 by 3. T cube is cos cube t plus c. Okay. So the answer is minus 2 by 3 cos cube t plus c is the answer. Sorry, cos cube x plus c is the answer. B is the right answer. Next question number 109. So here, this 1 plus cot square is actually cosec square x. So cosec square into sin square will be 1. So this is actually x, this is 1 integral dx. Okay, the 1 I put. Denominator 1 ആണ്. Cosec square into sin square is 1. So 1 by 1, 1. So that is x plus c. So the answer is E. Next question number 110. So here we substitute x raised to 10 minus 10 is equal to t. So 10 x raised to 9 dx is equal to dt. So x raised to 9 dx is equal to dt by 10. Okay, and replace here. So that is 4 integral x raised to 9 dx is actually dt by 10. Okay, and by t. So that will be equal to 4 by 2 by 5 log t plus c. That is the answer. And 2 by 5 replacing t as log x raised to 10 minus 10. Okay, plus c. So our answer is 2 by 5 log x raised to 10 minus 10 plus c. So the correct answer is B. And 111. The value of integral over 0 to root 3 6 by 9 plus x square dx is equal to, and that will be, we can take 6 outside and 3 outside, 6 and 9, 6 taken from numerator and 9 taken from denominator. So our remaining will be 1 by 1 plus x by 3 all square dx, right? And this is actually 2 by 3. So that is 2 by 3, and what about the integral of this? This is tan inverse x by 3 into 1 by 1 by 3, right? And 2 by 3 into 3 tan inverse x by 3. Okay, 3 and 3 get cancelled. So we can take the limit as 0 to root 3. So we can take the limit 0 to root 3, and that will be 2 into tan inverse root 3 by 3, that is tan inverse 1 by root 3 minus, we taking tan inverse 0, that will be 0 itself. So 2 into pi by 6 minus 0. So that is equal to 2 into pi by 6. So that is pi by 3. That is the final answer. So A is the right answer, right? And 112, the value of integral over minus 5 to 5 4 minus mod x dx is equal to. Okay, the graphical ആയിട്ട് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്താണ് എളുപ്പം. സോ നമുക്കറിയാം മോഡ് എക്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, മൈനസ് മോഡ് എക്സിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അങ്ങനെ 4 മൈനസ് മോഡ് എക്സിന്റെ ഗ്രാഫ് 4 ഇവിടെ വരും, ഇങ്ങനെയായിരിക്കും അതിന്റെ ഗ്രാഫ്. ഓക്കെ, സോ y is equal to 4 മൈനസ് മോഡ് എക്സ് ഗ്രാഫാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം 4 മൈനസ് 5 to 5 അല്ലേ, ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്, അതുകൊണ്ട് ഇത് സിമെട്രിക് അബൌട്ട് y ആക്സ് ആണ്. അപ്പൊ ഇവിടെയുള്ള ഏരിയ, ഇവിടെയുള്ള നമുക്കറിയാം ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആക്ച്വലി ഏരിയ അണ്ടർ ദ കർവ് ആണ് അല്ലേ. അപ്പോൾ ശരിക്കും ഇവിടെ നമുക്കറിയാം എക്സ് ആക്സിന്റെ താഴെയുള്ള നമുക്ക് ഇവിടെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പോൾ y മൈനസ് y is equal to 4x എന്ന് പറയുന്ന ഗ്രാഫ് എടുക്കാം. മോഡ് എക്സ് നമുക്ക് മാറ്റാം, y is equal to 4x എന്ന് പറയുന്ന ഗ്രാഫ് എടുക്കാം. കാരണം ഈ സൈഡിൽ എക്സ് പോസിറ്റീവ് ആയിട്ടുള്ള സൈഡിൽ നമുക്ക് ഈ ഗ്രാഫാണ് കിട്ടുന്നത്. അപ്പൊ ഈ ലൈൻ എന്ന് പറയുന്നത് 4 മൈനസ് എക്സ് ആണ്. ഓക്കെ, ഓർ എക്സ് പ്ലസ് y is equal to 4 ആണ്. അപ്പൊ ഇതിന്റെ എക്സ് ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും 4 ആണ്. ഇത് രണ്ട് 4 ആണ്. ഓക്കെ, നമുക്ക് 5 വരെയാണ് കിട്ടേണ്ടത്. അപ്പൊ 0 മുതൽ 5 വരെയുള്ള ഈ പറയുന്ന ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഏരിയ ഇതാണ്. ഇത് കണ്ടുപിടിക്കും, ഇതും കണ്ടുപിടിക്കും. അപ്പൊ നമുക്കറിയാം ബിലോ എക്സ് ആക്സ് ഏരിയ നെഗറ്റീവ് ആയിരിക്കും, എബോ എക്സ് ആക്സ് പോസിറ്റീവ്, അത് പോസിറ്റീവ് ആയിരിക്കും ആംഗിൾ അല്ലെ. അപ്പൊ ഇതിന്റെ ഏരിയ എന്താണ്? ഇതിന്റെ ഏരിയ 1/2 into 4 into 4 അല്ലെ. ഇത് പോസിറ്റീവ് ഏരിയ ആണ്, ഇത് നെഗറ്റീവ് ഏരിയ. മൈനസ് 1/2 into ഇവിടെ 1 അല്ലേ, ഇതും 1 ആണ്. സോ ഇവിടെ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ എക്സിന് 5 കൊടുക്കുമ്പോൾ 4 മൈനസ് 5 എന്ന് പറയുന്നത് ഇവിടെ -1 കിട്ടും. അപ്പൊ ഈ ലെങ്ത് 1 ആണ് അല്ലെ. സോ 1 into 1 എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിൾ ഏരിയ 1 into 1/2 ആണ്. സോ ദിസ് ഈസ് 16/2, 8 മൈനസ് 1/2 ആണ് വരിക, സോറി 1/2 ആണ് വരിക അല്ലെ. സോ ദാറ്റ് വിൽ ബി 7 and 1/2. അപ്പൊ ഇത്രയും ഏരിയ 7 and 1/2 ആണ്. അപ്പൊ ഇപ്പുറത്തും സിമെട്രിക് ആയിട്ട് കിടക്കുന്നുണ്ട്, അതിന്റെ ഡബിൾ ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി 2 times 7 and 1/2. So that will be 15. So the answer is E. And the area of the region bounded by the curves y is equal to x square. Y is equal to x square and
y is equal to root x is actually y square is equal to x ന്റെ. അപ്പൊ ഇത് ഇത്രേ വരുള്ളൂ, നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത്രയുള്ള ഗ്രാഫ് താഴേക്കില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ്. അപ്പൊ ഈ പറയുന്ന ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പറയുന്ന പോയിന്റ് 1 കൂടെ 1 ഈ രണ്ട് കർവും മീറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ വീണ്ടും മീറ്റ് ചെയ്യുന്നത് 0 അപ്പൊ ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു പരാബോളയാണെന്ന് വിചാരിക്കാം. സോ ഇതൊരു പരാബോളയാണെങ്കിൽ ഇവിടെ എ ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നിങ്ങളോട് ചോദിക്കുകയാണ് ഇവിടെ മുതൽ ഇവിടെ വരെ 0 മുതൽ എ വരെയുള്ള ഇതിന്റെ ഇന്റഗ്രൽ എന്താണ്, ഈ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിന്റെ ഈ പറയുന്ന റെക്ടാംഗിൾ കൺസിഡർ ചെയ്യുക. ഈ റെക്ടാംഗിൾ ഏരിയ എത്രയാ, ഇത് എയും ഇത് ബിയും ആകുമ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ബി അല്ലേ, അതിന്റെ 2/3 എടുത്താൽ മതി. അപ്പൊ അതായിരിക്കും ഇവിടുത്തെ ഏരിയ കേട്ടോ. 2/3 AB ആയിരിക്കും. ഇതിന്റെ വെളിയിൽ കിടക്കുന്ന ഏരിയ ഉണ്ടല്ലോ 1/3 AB ആയിരിക്കും. ഈ ഒരു ഷോർട്ട് ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് നോക്കുക, നമുക്കറിയാം ഇത് 1 അല്ലേ. 1 ആകുമ്പോൾ എത്രയാണ് ഇതിനകത്തുള്ള ഏരിയ എന്ന് പറയുന്നത്, ഇതിന്റെ ഈ റെക്ടാംഗിളുടെ ഏരിയ 1 × 1 ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ദാറ്റ് ഈസ് 1. അതിന്റെ 2/3 എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള കംപ്ലീറ്റ് ഏരിയ കിട്ടും. സോ 2/3 ആണ്. ഓക്കെ, ഇനി ഇത് വേറെ ഒരു പരാബോളയാണ്, മേളിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുക. അതിന്റെ ഇൻസൈഡ് ആണ്. സോ അതിന്റെ ഔട്ട് സൈഡ് വരുന്ന റീജിയൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കറിയാം ഈ പരാബോളയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഔട്ട് സൈഡ് റീജിയൻ ആണിത് അല്ലെ, അത് 1/3 ആ. ഓക്കെ, അപ്പോൾ നമ്മൾ 2/3 1/3 സെപ്പറേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഈ ഏരിയയിൽ നിന്ന് എന്താണ് ഈ പറയുന്ന താഴെയുള്ള ഏരിയ സെപ്പറേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2/3 - 1/3. സോ ദാറ്റ് ഈസ് 1/3. സോ ദ ആൻസർ ഇസ് ബി. ഉണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാതെ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് 0.11 ആണ്, കാരണം ഇത് y = x² y² = x ഫോം ആണ് അല്ലെ. അത് രണ്ടും എന്താണ് 1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന രണ്ട് പരാബോളാസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് 114. ദ വാല്യൂ ഓഫ് integral 0 to 2 x² by x³ + 1 all square. So we can take x³ + 1 as t. So that is 3x² dx is equal to dt. So x², അപ്പൊ എന്താ ഇന്റഗ്രൽ, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഇതിന്റെ ലിമിറ്റ് മാറും. എത്രയാണ്, t is equal to 9. When x is equal to 3, t is equal to 9, and x is equal to 0, t is equal to 1. ഓക്കെ, അപ്പൊ ഇത് 1 to 9 വരും. അപ്പൊ എത്രയാണ് ന്യൂമറേറ്റർ, എന്താണ്, that is dt by 1/3 by ഇതെന്താണ് t², and that will be 1/3 into the t² and the -1/t or the limit 1 to 9. So that is 1/3 into -1/9. Okay, minus 1. Okay, ഇങ്ങനെ വരും. So that is 1/3 minus 1 minus 9/9. Okay, -1 അല്ലേ, സോറി. അപ്പൊ ഇത് +1 ആണ്. +1 വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും, and that will be equal to 8/9 1/3 into 8/9. So that is 8/27. So the answer is D. 8/27 is the answer. D is the right answer. And 115. The value of integral pi/8 to 3π/8 sin raised to 4x by sin raised to 4x plus cos raised to 4x dx is equal to, നമ്മൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്, integral a to b f of x dx will be equal to integral a to b f of a plus b minus x dx. ഈ പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഇതിനെ നമുക്ക് കയ്യിൽ നിന്ന് എടുക്കാം. സോ വീണ്ടും i നമുക്ക് എങ്ങനെ എഴുതാം, integral pi/8 3π/8 and what about a plus b minus x? നമുക്കറിയാം a plus b എന്ന് പറഞ്ഞാൽ 3π/8 plus pi/8 will be equal to 4π/8 and that will be pi/2. So അതുകൊണ്ട് sin raised to 4x x ന്റെ സ്ഥാനത്ത് pi/2 minus x ആണ് കൊടുക്കേണ്ടത് ഈ പ്രോപ്പർട്ടി അനുസരിച്ച്. അപ്പൊ ഇത് കോസ് ആവും, ഇതും കോസ് ആവും, ഇത് സൈൻ ആവും. ഓക്കെ, അപ്പൊ ഇത് cos raised to 4x by cos raised to 4x plus sin raised to 4x കിട്ടും. സോ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 2i is equal to integral pi/8 to 3π/8 x, sorry, ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 1 അല്ലേ, അപ്പൊ dx കിട്ടും. സോ ദാറ്റ് വിൽ ബി 1/, സോ i എന്ന് പറയുമ്പോൾ എന്താണ്, i is equal to 1/2 integral ഇതെന്താണ് x ആണ്, x over the limit pi/8 3π/8. Okay, and that will be 1/2 into ഇതിന്റെ ഡിഫറൻസ് എന്താണ്, ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 2π/8 എന്നുള്ള 2π/8. So ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ the answer is pi/8 and the answer is B. And now our next question, that is 116. The area of the region bounded by y is equal to 5x. y equals 5x എന്ന് പറയുന്ന ലൈൻ ഇതാണ് അല്ലേ, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. And x is equal to 4. X equals 4 is a vertical line. X is equal to 4. Y is equal to 5x. And the point of intersection will be 4 into, ഈ 4 ഇതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ y coordinate കിട്ടും. So that is 20. 420 ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. By area of the region bounded by ഇതാണ്.
അപ്പോൾ എത്രയാണ് അതിന്റെ ഏരിയ? Area is equal to half into base is 4 and height is 20. So 4 into 20. So that will be 2. So that is 40. The area is 40 and the answer is A. Okay. And our next question, 117, the general solution of the differential equation y minus x y dash plus x square plus y square. And that will be y minus x dy by dx is equal to x square plus y square. So we can write it as y dx minus x dy by dx is equal to x square plus y square. So we can cross multiplying, we can write it as y dx minus x dy by x square plus y square will be equal to dx, integrating both sides. And നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നോക്കിക്കേ, ഇത് വൈയുടെ ടൈംസിലാണ് കിട്ടേണ്ടത്, അപ്പോൾ ഇത് വൈയുടെ ടൈംസിലാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാണ്, സോ വി മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ബൈ യൂസിങ് മൈനസ്. സോ അപ്പോൾ ഇതെന്താ, ഇത് റിവേഴ്സ് ആവും. സോ എക്സ് അല്ലെ എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഡി എക്സ്. രണ്ട് സൈഡും ഞാൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ ഇത് എന്താണെന്നറിയാവോ, ഇത് ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ്. ഉണ്ടോ? ഇതാണ്. എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി മൈനസ് എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ്? സോ ദാറ്റ് വിൽ ബി ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു സി മൈനസ് എക്സ്. Okay, then y by x will be equal to tan c minus x and y is equal to x tan c minus x. So that is the answer. Now ഈ c minus x ന്റെ ഒക്കെ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണ് അതിന്റെ ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിന്റെ സൊല്യൂഷൻ. So the answer is A. Correct? And what about 118? The integrating factor of the differential equation x y dash plus 2y minus 7x square is equal to 7x cube is equal to 0. So we can make this equation linear differential equation form. So that is y dash plus 2y by x minus 7x square, so is equal to 7x square, right? And here we know p is 2 by x. Okay, and integrating factor will be equal to e raised to integral p dx, and that will be e raised to integral 2 by x, and that is e raised to 2 log x, and that is e raised to log x square, and the final answer is x square, and the integrating factor is x square. B is the right answer. And next is 190. The general solution of the differential equation 4x plus 12y, 4xy plus 12x plus 2x square plus 3y dash is equal to 0. So we can take 4x common outside and 4x plus y plus 3, 4x into y plus 3 plus 2x square. So we can take to the other side, or 2x square plus 3y dash. So y dash is equal to, or we can write it as dy by dx, or we can, so that is equal to minus 2x cube. അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. വേരിയബിൾ സെപ്പറബിൾ ആക്കി മാറ്റാം. എന്താണ്? 4x by 2x square plus 3 dx is equal to minus y plus 3 dy, right? ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്താ വരിക? ഇതിന്റെ ഡെറിവേറ്റീവ് ആണിത്. ശരിയല്ലേ? 2x square plus 3 യുടെ ഡെറിവേറ്റീവ് അല്ലേ? സോ log 2x square plus 3 is equal to minus log y plus 3 is equal to c, sorry, plus c. ഇങ്ങനെ വരും. ഓക്കെ, അത് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ? log 2x square plus 3 plus log y plus 3 is equal to c. So log 2x square plus 3 into y plus 3 is equal to c, and finally we have 2x square plus 3 into y plus 3 is equal to e raised to c, and e raised to c is again c. So the answer is, our final answer is E. That is E. Y plus 3 into 2x square plus 3 is equal to c. That is the final answer, right? And our last question. The constraints of a linear programming problem are x plus 2y less than or equal to 10 and 6x plus 3y less than or equal to 18. Which are the following points lie in the feasible region? ഇതിനകത്ത് ഏത് പോയിന്റ് ആണ് ഫീസിബിൾ റീജിയൻ ലൈ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ചോയ്സ് വെരിഫൈ ചെയ്താൽ മതി. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് പോയിന്റും ഫീസിബിൾ റീജിയനിലായിരിക്കും. സോ വി ക്യാൻ, നമ്മൾ ട്രയൽ ആൻഡ് എറർ വെച്ച് നമുക്ക് ഇത് ജസ്റ്റ് വെരിഫൈ ചെയ്താൽ മതി ചോയ്സ്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഇ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ടോപ്പിക്ക് ഇതോടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആകുകയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിച്ചിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത്രയും കാലം നിങ്ങൾക്ക് സമയം കിട്ടി, അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരുന്നു. വളരെ ഈസിയാണ്.
ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അപ്രോച്ച്. ഓക്കെ, നിങ്ങൾ കൂടുതൽ പ്രിപ്പയർ ബാക്കിയുള്ള എക്സാമിന് വേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.